Happy ആണോ? Good afternoon. Good afternoon. Right. So ഇന്ന് കുറച്ച് രണ്ട് വലിയ ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ലിങ്ക് തലേ ദിവസം കിട്ടിയതല്ലേ? ഞാൻ വെയിറ്റേ ചെയ്യുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അങ്ങനെ കടന്നില്ലെങ്കിൽ നമ്മൾ ആകെ കുഴയും. Even a single minute works, right? സാധാരണ ഞാനൊരു 40 ആവുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ വെയിറ്റ് ചെയ്ത് കളയാനേ ഒട്ടും ടൈമില്ല. കാരണം എനിക്ക് പ്ലാൻ ഫാമിലി സംസാരിക്കണം, അത് കഴിഞ്ഞ് അനാറ്റമി ഫ്ലവറിംഗ് പ്ലാന്റ്സ് സംസാരിക്കണം. സോ വി ആർ ഡയറക്ട്ലി ഗെറ്റിംഗ് ഇൻടു ദി ചാപ്റ്റർ. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ യു ക്യാൻ റെപ്രസെന്റ് എ പ്ലാൻ ഫാമിലി. എങ്ങനെയാണ് ഒരു പ്ലാൻ ഫാമിലി റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള സംഗതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ അത് അങ്ങനെ അബ്സല്യൂട്ട് ടെക്നിക്കൽ ആണോ എന്ന് വെച്ചാൽ ടെക്നിക്കൽ റെപ്രസെന്റേഷൻ അല്ല, പക്ഷെ നമുക്കതിനെ ഒരു സെമി ടെക്നിക്കൽ റെപ്രസെന്റേഷൻ എന്ന് വിളിക്കാം. ഇങ്ങനെ സെമി ടെക്നിക്കൽ റെപ്രസെന്റേഷൻ ഉപയോഗിച്ച് ഒരു പ്ലാൻ ഫാമിലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അതിന്റെ ഫ്ലോറൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. സോ ഐ റിപ്പീറ്റ്, സെമി ടെക്നിക്കൽ റെപ്രസെന്റേഷൻ ഉപയോഗിച്ച് ഒരു പ്ലാൻ ഫാമിലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക പറഞ്ഞേ? അതിന്റെ ഫ്ലോറൽ ഫോർമുല എന്ന് വിളിക്കുന്നത്. റൈറ്റ്. അപ്പൊ ഫ്ലോറൽ ഫോർമുലയിൽ എന്തൊക്കെ കാണണം? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചായിരുന്നു, ഒരു ഫ്ലവർ ആണെങ്കിൽ അതിന് എത്ര വേർഡ്സ് ഉള്ളത്? Can you tell me which are the words of a flower? ഒരു ഫ്ലവറിന്റെ വേർഡ്സ് ഏതൊക്കെയാന്ന് പറയാമോ? Can you tell me which are the words of a flower? ഒരു ഫ്ലവറിന്റെ വേർഡ്സ് ഏതൊക്കെയാ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഫ്ലവറിന്റെ വേർഡ്സ് ഏതൊക്കെയാ? കാലിക്സ് ഉണ്ട്, പിന്നെ കൊറോള ഉണ്ട്, പിന്നെ രണ്ട് സെക്സ് ഓർഗൻസ് ഉണ്ട്. ഏതൊക്കെയാ? വെരി ഗുഡ്. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അപ്പൊ ഇത്രയും ലെയേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. ഇനി ഇതിങ്ങനെ ചുമ്മാ റെപ്രസെന്റ് ചെയ്താൽ പോരാ. കാലിക്സിന്റെയും കൊറോളയുടെയും അറേഞ്ച്മെന്റിന് ഒരു പേര് പഠിച്ചായിരുന്നല്ലോ. What do you call that? What do you call the arrangement of calyx and corolla? അതിന് നമ്മളൊരു പേര് പഠിച്ചായിരുന്നല്ലോ. ആർക്ക് പറയാം? കാലിക്സിന്റെയും കൊറോളയുടെയും അറേഞ്ച്മെന്റിന് എസ്റ്റിവേഷൻ. എസ്റ്റിവേഷൻ ഏതാണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. പിന്നെ വേറെ പല കണ്ടീഷൻസും പഠിച്ചത് ഓർമ്മയുണ്ടോ? കാലിക്സും കൊറോളയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ആ ഓരോ യൂണിറ്റ്സിനെയും എന്താ വിളിക്കുക? If you cannot separate the calyx and corolla, അത് പെരിയാന്ത് കണ്ടീഷൻ ആണ്. സാറിന്റെ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നല്ലോ. ഓരോ യൂണിറ്റ്സിനെയും എന്താണ് വിളിക്കുക? പെരിയാന്തിന്റെ ഓരോ യൂണിറ്റ്സിനെ എന്താ വിളിക്കുക? ടെപ്പൽസ്. വെരി ഗുഡ്. ഉദാഹരണത്തിന് കൊറോളയുടെ ഓരോ യൂണിറ്റ്സിനും എന്താ വിളിക്കാന്ന് വെച്ചാൽ പെറ്റൽ എന്നല്ലേ പറയുക. അതുപോലെ അപ്പൊ പെരിയാന്ത് കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് റെപ്രസെന്റ് ചെയ്യണം. പിന്നെ ഗൈനീഷ്യത്തിന്റെ റിലേറ്റീവ് പൊസിഷൻ അനുസരിച്ച് 3 തരം ഗൈനീഷ്യം ഉണ്ടോ എന്ന് പഠിച്ചില്ലേ? അല്ലെങ്കിൽ 3 തരം ഫ്ലവേഴ്സ് ഉണ്ടോ എന്ന് പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ? ഹൈപ്പോഗൈനസ് ഉണ്ട്, എപ്പിഗൈനസ് ഉണ്ട്, പെരിഗൈനസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. നമ്മളെ സംബന്ധിച്ചൊരു ഗുണമുണ്ട്. നമ്മൾ എന്തായാലും എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന സ്ഥിതിക്ക് ഇതൊന്നും വരയ്ക്കണ്ട, കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റിയാൽ മതി. അത് വലിയൊരു ബെനിഫിറ്റ് ആണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ സംഗതി ഇതാ. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ മസ്റ്റാർഡ് ഫ്ലവർ. മസ്റ്റാർഡിന്റെ ഫ്ലോറൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. മസ്റ്റാർഡ് വരുന്ന ഫാമിലി ഏതാ? ബ്രേസിക്കേസിയേ. അതിന്റെ ഫ്ലോറൽ ഫോർമുലയും ഡയഗ്രാം മാത്രം പഠിച്ചാൽ മതി. വേറെ ഒരു ഡീറ്റെയിൽസും നമുക്ക് പഠിക്കാനില്ല. എളുപ്പമാണ് ഓർക്കാൻ. നല്ല എളുപ്പമാണ്. ഈ ബട്ടർഫ്ലൈ പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റാർഡ് ആയിരിക്കും, അത് ബ്രേസിക്കേസിയ ആയിരിക്കും. ഓർക്കാൻ എളുപ്പമാണ്. ബട്ടർഫ്ലൈ സ്റ്റാർട്ട്സ് വിത്ത് ബി ആൻഡ് ബ്രേസിക്കേസിയ സ്റ്റാർട്ട്സ് വിത്ത് ബി. ബട്ടർഫ്ലൈ പോലെ കാണുകയാണെങ്കിൽ അത് ബ്രേസിക്കേസിയ. ഈ ഒരു ഒറ്റ ക്ലൂ വെച്ച് നിങ്ങൾ ഓർത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ തനിയെ വന്നോളൂ. ഫ്ലോറൽ ഫോർമുല നോക്കിയാൽ ഇതേത് സിമെട്രിയാണ്? ആക്ടിനോമോർഫിക് സിമെട്രി ആണ്, ബൈസെക്ഷുവൽ ആണ്. റൈറ്റ്, ദേ ആർ ബൈസെക്ഷുവൽ. നിങ്ങളെ ചേരുന്ന ആൾക്കാർ മ്യൂട്ട് ചെയ്ത് ജോയിൻ ചെയ്തേ. അതെന്താ അവിടെ വല്ല സമരവും നടത്തുന്നുണ്ടോ നിങ്ങൾ? എവിടെയാണ്? അപ്പൊ ഇത് ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് കാണുക.
ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് കാണുക. കാലിക്സ് 2+2, കൊറോള 4. കാലിക്സ് 2+2 എന്ന് പറഞ്ഞ മീനിങ് എന്താന്ന് മനസ്സിലായല്ലോ. രണ്ടെണ്ണം മറ്റുള്ള 2 ബഞ്ചസ് ആണ് കാണുക. കൊറോള 4 പെറ്റൽസ് ആണ് കാണുക. കണ്ടോ, രണ്ടെണ്ണം അല്ലേ, 2 പുറത്ത് 2 അകത്ത്. അത് ഈ 2 വന്നത്. ആൻഡ്രീഷ്യൻ 2+4 എന്ന് പറഞ്ഞാൽ 2 ഒരു സെറ്റ്, 2 പുറത്ത് 4 ഒരു സെറ്റ്. ഗൈനീഷ്യം. ഒരു കാര്യം കൂടി, നമുക്ക് പഠിക്കാനുള്ള എല്ലാ പ്ലാന്റ് ഫാമിലീസിലും അതൊരു ബെനഫിറ്റ് ആണ്. ഗൈനീഷ്യം സുപ്പീരിയർ ആണ്. ഐ റിപ്പീറ്റ്, നമുക്ക് അത് പ്രധാനമായും പഠിക്കാനുള്ള പ്ലാന്റ് ഫാമിലി ആയിക്കൊള്ളട്ടെ, ജസ്റ്റ് പഠിക്കാനുള്ള പ്ലാന്റ് ഫാമിലി ആയിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് പഠിക്കാനുള്ള എല്ലാ പ്ലാന്റ് ഫാമിലീസിലും ഗൈനീഷ്യം സുപ്പീരിയർ ആണ്. സോ ഡോണ്ട് വറി, റൈറ്റ്. നമുക്ക് പഠിക്കാൻ ഏതേ ഉള്ളൂ, ഞാൻ ഈ പറഞ്ഞ സുപ്പീരിയർ ഗൈനീഷ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഇനി ഒരു കൺഫ്യൂഷൻ വേറെ പരുവത്തിൽ വേണ്ട. ശരി, മൂവിങ്. അപ്പൊ എന്തായാലും താഴത്തായിരിക്കും വരാം. ഈ ഒരു കേസിൽ മാത്രം അറിയാം 2 ഗൈനീഷ്യ ഉണ്ട്. അത് ഓർത്തിരിക്കാൻ സാറ് ടെക്നിക്ക് പറഞ്ഞു തരാം, പേടിക്കണ്ട. അങ്ങോട്ടേക്ക് പോകുന്തോറും ഐ വിൽ ബി ടെല്ലിംഗ് യു ദ ടെക്നിക്സ് ഹൗ ടു റിമെമ്പർ. ഇത് ഓരോന്നും എങ്ങനെ ഓർത്തിരിക്കേണ്ടത് എന്നുള്ള വിദ്യ പറഞ്ഞു തരാം. യു ഡോണ്ട് ഗെറ്റ് വറി ഓൺ ദാറ്റ്. അടുത്തതിലേക്ക് പോകുന്നു. നമുക്ക് പഠിക്കാനുള്ള 3 ഫാമിലീസ് ഓരോന്നായി സംസാരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, ടെക്നിക്കൽ ജസ്റ്റ് റെപ്രസെന്റേഷൻസ് മാത്രമാണ്. ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആരാണത്? റിൻഷ. റിൻഷ എന്താ അത് ശ്രദ്ധിക്കുന്നില്ലേ? കുറച്ച് സെമി ടെക്നിക്കൽ ടേമുകളാണ്, ഒന്ന് ഓർക്കുക. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വേഗം സംസാരിക്കാം. BR ഇട്ടാൽ ബ്രാക്റ്റിയേറ്റ് ആണ്. ബ്രാക്സ് ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. K കാലിക്സ്, C കൊറോല, P പെരിയാന്ത്. അപ്പൊ പെരിയാന്ത് ഏത് ഫാമിലിയിൽ മാത്രമേ കാണൂ? പെരിയാന്തിന് ഞാൻ ഒരു ഒറ്റ എക്സാമ്പിളെ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ പെരിയാന്ത് ഏത് ഫാമിലിയിൽ മാത്രമേ കാണൂ? വേഗം പറഞ്ഞു. പെരിയാന്ത് വിൽ ബി സീൻ ഇൻ വിച്ച് ഫാമിലി? ലില്ലിയേസിയയിൽ മാത്രമേ കാണൂ, റൈറ്റ്. പിന്നെ ആൻഡ്രീഷ്യ, ഗൈനീഷ്യ, സുപ്പീരിയർ ഓവർ മാത്രമേ നമ്മുടെ സിലബസിൽ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾ ഇൻഫീരിയർ ഓവർ കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് വിട്ടേക്കുക, ആ സാധനം ഇല്ല. മെയിൽ ഇതാണ്, ഫീമെയിൽ ഇതാണ്, രണ്ടും കൂടി ചേരുന്നത്. അത് രണ്ടും കൂടി ഒരുമിച്ച് ക്ലബ് ചെയ്ത് വരച്ചാൽ ബൈസെക്ഷൽ. ഓർക്കാൻ എളുപ്പ. എല്ലാ പ്ലെയിനിലും മുറിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ആക്ടിനോമോർഫിക് ആണ്. എല്ലാ പ്ലെയിനും പറ്റുന്നില്ല എന്നാണെങ്കിൽ സാധനം സൈഗോമോർഫിക് ആണ്, റൈറ്റ്. If it is not possible in all the planes, that is going to be what you say psychomorphic, or ഒറ്റ പ്ലെയിൻ മാത്രം. ഇനി ബഞ്ചായി കാണുന്ന പറഞ്ഞെടുത്ത് ഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ്സ് ഇടും. അതുപോലെ അഡഷൻ ഉണ്ടെങ്കിൽ, അഡഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കുഞ്ഞുദാഹരണത്തിന് നമ്മൾ എപ്പി പെറ്റാലസ് കണ്ടീഷൻ പറഞ്ഞില്ലായിരുന്നോ? എന്താണ് എപ്പി പെറ്റാലസ് കണ്ടീഷൻ? ഹു ക്യാൻ സേ? എപ്പി പെറ്റാലസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ആർക്ക് പറയാം? ചാടി പറഞ്ഞോളണേ. എപ്പി പെറ്റാലസ് കണ്ടീഷൻ എന്താണെന്ന് ആർക്ക് പറയാം? സ്റ്റേമൻ ഫ്യൂസ്ഡ് പെറ്റൽ. ഇനി നമുക്ക് പഠിക്കാനുള്ള കൂട്ടരുടെ ഫ്ലോറൽ ഫോർമുലയിലേക്ക് വരാം. നമുക്ക് 3 ഫാമിലിയാണ് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാതെ നമുക്ക് പഠിക്കാനുള്ളത് വച്ചുള്ള ചില കോഡുകൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് ഒറ്റയടിക്ക് ഓർത്തിരിക്കാൻ പറ്റും. ആകെ 3 ഫാമിലിയാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഒരു ഫാമിലി, സെക്കൻഡ് ഒരു ഫാമിലി, ലാസ്റ്റ് ഒരു ഫാമിലി. സാർ ഈ എഴുതിയതിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. ഫസ്റ്റ് ഞാൻ ഒരു ഫാമിലിയെ പറ്റി പറയും, സെക്കൻഡ് ഞാൻ ഒരു ഫാമിലിയെ പറ്റി പറയും, ലാസ്റ്റ് ഞാൻ വേറൊരു ഫാമിലിയെ പറ്റി പറയും. ഐഡിയ കിട്ടിയില്ലേ എന്താണ്? ഒന്നാമത്തേത് ഫേബേസിയെ, അപ്പൊ അതാണ് ഞാൻ ആദ്യം പറയുന്നത്. രണ്ടാമത്തേത് സൊലനേസിയെ, അപ്പൊ അതാണ് ഞാൻ രണ്ടാമത് പറയുക. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലില്ലിയേസിയെ, റൈറ്റ്. അപ്പൊ യു ആർ ഹാവിംഗ് ഫേബേസിയെ, സൊലനേസിയെ ആൻഡ് ലില്ലിയേസിയെ, റൈറ്റ്. നമുക്ക് ഈ പഠിക്കാനുള്ളതിൽ ശ്രദ്ധിച്ചു കേട്ടെ, ഫേബേസിയയ്ക്ക് മാത്രമാണ് സൈഗോമോർഫിക് സിമെട്രി, അതായത് ബൈലാറ്ററൽ സിമെട്രി ഉള്ളത്. വേറെ എല്ലാവരും ആക്ടിനോമോർഫിക് അല്ലെങ്കിൽ റേഡിയൽ. കോമൺ സെൻസ്. നിങ്ങൾക്കൊരു പയർ എടുത്തിട്ട് ആ പയറിനെ എങ്ങനെ വേണമെങ്കിലും മുറിക്കാൻ പറ്റൂല്ലല്ലോ. പയറിന് കൃത്യം 2 കഷ്ണാക്കി എടുക്കാനല്ലേ പറ്റൂ. ഈ കൃത്യം 2 കഷ്ണാക്കി എടുക്കുക എന്നുള്ളതിനെയാണ് ബൈലാറ്ററൽ സിമെട്രി അല്ലെങ്കിൽ സൈഗോമോർഫിക് സിമെട്രി എന്ന് പറയുക. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. പഠിക്കാനുള്ളതിൽ സൈഗോമോർഫിക് വരുന്നത് ഫേബേസിയ മാത്രമേ ഉള്ളൂ, ബാക്കി 2 ആക്ടിനോമോർഫിക് ആണ്. അപ്പൊ അതിനൊരു തീരുമാനമായി കേട്ടോ, റൈറ്റ്. ഇനി
സർ ഗൈനീഷ്യത്തിന്റെ കാര്യം പറഞ്ഞാൽ കമ്മിങ് ടു ദ ഗൈനീഷ്യം ഓർക്കാൻ എളുപ്പമാണ്. മൂന്നിലും ഉള്ളത് സുപ്പീരിയർ ആണ്. സൊലനേസിയയിലും ഫേബേസിയയിലും ലില്ലിയേസിയയിലും ഉള്ളത് സുപ്പീരിയർ ആണ്. അപ്പൊ താഴത്ത് ലൈൻ വരയ്ക്കുക. സുപ്പീരിയർ ഓവറിയാണ്. ഫേബേസിയയില് 1, സൊലനേസിയയില് 2, ലില്ലിയേസിയയില് 3. 1 2 3 ഓർഡർ അനുസരിച്ച് എഴുതിയാൽ മതി. അപ്പൊ അക്കാര്യം തീരുമാനമായല്ലോ. ഇങ്ങനെ ഓരോന്നായി സാറ് പറയുന്നത് കേട്ട് കേട്ട് വന്നു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് സിലബസിലുള്ള എല്ലാ പൂക്കളും ബൈസെക്ഷൽ ആണ്. ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ മെയിൽ സെക്സ് ഓർഗനെ റെപ്രസെന്റ് ചെയ്യണം, ഫീമെയിൽ സെക്സ് ഓർഗനെ റെപ്രസെന്റ് ചെയ്യണം. നമുക്കിത് സാധാരണഗതിയിൽ തന്നേക്കുന്നതിൽ നിന്ന് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞേ വരും. അപ്പൊ ഞാൻ ഈ പറയുന്ന ക്ലൂസ് ഒക്കെ നിങ്ങളെ സഹായിക്കും. ഇതൊന്നും വേണ്ട. ഇപ്പൊ ഒറ്റയടിക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ ഗൈനീഷ്യം വച്ച് തന്നെ മിക്കവാറും ക്ലൂ കിട്ടും. ഞാൻ ഈ പറഞ്ഞ ഓർഡർ ഓർത്താൽ മതി. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് എന്ന ഓർഡർ ഓർത്താൽ G1 G2 G3 മാത്രം വെച്ച് മിക്കവാറും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. ഇനി അടുത്തത് കാലിക്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, കമ്മിങ് ടു ദ കാലിക്സ്, ഫേബേസിയയില് 5, റൈറ്റ്, അത് ഫ്യൂസ്ഡ് ആണ്. കൊറോള ഏത് ഈസ്റ്റുവേഷൻ ആണ് ഇവർക്ക്? ഫേബേസിയക്ക് ഏത് ഈസ്റ്റുവേഷനാ? ഫേബേസിയയിൽ കാണുന്നത് ഏത് ഈസ്റ്റുവേഷനാ? വേഗം കമന്റ് ചെയ്യ്. വെക്സിലറി ഈസ്റ്റുവേഷൻ. വെക്സിലറി എങ്ങനെയാ? ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, 2 വിങ്സ് ഉണ്ട്, ഒരു കീലുണ്ട്, ശരിയല്ലേ? ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, 2 കീൽസ് ഉണ്ട്, ഒരു കീലുണ്ട്. ഈ കീൽ എന്ന് പറഞ്ഞാൽ 2 ഫ്യൂസ്ഡ് ആണ്. അപ്പൊ എങ്ങനെ വരും? സ്റ്റാൻഡേർഡിന്റെ 1, 2 വിങ്സിന്റെ 2, കീൽസ് ഫ്യൂസ്ഡ് ആണെന്നുള്ളത് ഫ്യൂസ്ഡ് 2. മനസ്സിലായോ? സാർ എഴുതുന്ന ഇവിടെ കിട്ടുന്നില്ലേ? ഇനി ആൻഡ്രീഷ്യം പഠിപ്പിച്ച സമയത്ത് സ്റ്റേമൻ പഠിപ്പിച്ചപ്പോഴേ നമ്മൾ കഴിഞ്ഞ ദിവസം ഡൈഅഡൽഫസ് കണ്ടീഷൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 9+1 ആണെന്ന് പഠിപ്പിച്ചത് സാർ പറഞ്ഞായിരുന്നു. ഇവിടെ ഞാനത് ഒന്നുകൂടി പറയുന്നത്. 9 ഫ്യൂസ്ഡ് +1. ഗാനിക്കുട്ടി ചിലപ്പോൾ പെട്ടെന്ന് കമന്റ് ചെയ്തത് കൊണ്ടായിരിക്കും ബ്രാക്കറ്റ്സ് ഇടാത്തത്. അത് കുഴപ്പമില്ല, കമന്റ് ചെയ്തതായതുകൊണ്ട്. പക്ഷെ 9 ഫ്യൂസ്ഡ് ആണെന്നുള്ള കാര്യം മറക്കരുതേ. 9+1 ഇതാണ് ആൻഡ്രീഷ്യം. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ ഫേബേസിയയുടെ ഫ്ലോറൽ ഫോർമുല. അപ്പൊ എളുപ്പ. ഫേബേസിയെ കണ്ടുപിടിക്കാൻ 2 മാർഗങ്ങൾ ഞാൻ ഒറ്റയടിക്ക് പറയാം. ഒന്ന്, വെക്സിലറി ഈസ്റ്റുവേഷൻ നോക്കുക. കൊറോള എപ്പോഴും 1+2+2 ആയിരിക്കും. സ്റ്റാൻഡേർഡ് പ്ലസ് വിങ്സ് പ്ലസ് കീൽ. കീൽ എന്ന് പറഞ്ഞാൽ 2 പെറ്റൽസ് ഫ്യൂസ്ഡ് ആണ്. ഗൈനീഷ്യം 1 ആയിരിക്കും. സ്റ്റേമൻ ഡൈഅഡൽഫസ് സ്റ്റേമൻ ആയിരിക്കും. 9 ഫ്യൂസ് ചെയ്ത് ഒരെണ്ണവും പിന്നെ ഒരെണ്ണം സെപ്പറേറ്റും, ഇങ്ങനെയായിരിക്കും. ശരി. കമ്മിങ് ടു സൊലനേസി. ആദ്യം ഞാനത് പറയാൻ കാരണം ഇവിടെ നിന്ന് ചോദ്യം മിക്കവാറും ഈ ഭാഗത്ത് നിന്നേ വരൂ. അല്ലാതെ വരുന്നതൊക്കെ ചുമ്മാ തീരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദാറ്റ് വി വിൽ അഡ്രസ്, നോ വറീസ് അറ്റ് ഓൾ, റൈറ്റ്? സൊലനേസി ഓർക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഗൈനീഷ്യത്തിന്റെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാലോ 2 ആണ് ഓർഡർ അനുസരിച്ച്. ബാക്കിയുള്ളതൊക്കെ 5 5 5 എന്ന് ഓർത്താൽ മതി. കാലിക്സ് 5 ആണ്, കൊറോള 5 ആണ്, ആൻഡ്രീഷ്യം 5 ആണ്. ശ്രദ്ധിച്ചേ, കാലിക്സ് 5 ഫ്യൂസ്ഡ്, കൊറോള 5 ഫ്യൂസ്ഡ്, ആൻഡ്രീഷ്യം 5 ഫ്യൂസ്ഡ് അല്ല. ഓർക്കാൻ എളുപ്പ. സൊലനേസിയുടെ S കണ്ടാലും 5 കണ്ടാലും ഒരുപോലില്ലേ? ഒന്നുകൂടി, സൊലനേസിയുടെ S കണ്ടാലും 5 കണ്ടാലും ഒരുപോലല്ലേ ഇരിക്കുന്നത്? അപ്പൊ കാലിക്സ് 5, കൊറോള 5, ആൻഡ്രീഷ്യം 5. അതിലെ കാലിക്സ് ഫ്യൂസ്ഡ് ആണ്, കൊറോള ഫ്യൂസ്ഡ് ആണ്, ആൻഡ്രീഷ്യത്തിന്റെ 5 എണ്ണം മാത്രം സെപ്പറേറ്റ് ആയി കാണുന്നതാണ്. കഴിഞ്ഞല്ലോ. അടുത്തതിലേക്ക് പൊക്കോട്ടെ. വി ആർ മൂവിങ് ഫോർ വാട്ട് യു സേ ലില്ലിയേസിയെ. അടുത്തത് ലില്ലിയേസിയയിലേക്ക് പോകുന്നു. ലില്ലിയേസിയക്ക് ബ്രാക്സ് ഉണ്ട്. ബ്രാക്ടിയേറ്റിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ലില്ലിയേസിയെ പഠിച്ചത്. അപ്പൊ ബ്രാക്സ് ഉണ്ട്. ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്, സമ്മതിച്ചു. ലില്ലിയേസിയെ ഒറ്റയടിക്ക് അറിയാൻ പറ്റും. ലില്ലിയേസിയ ഫാമിലിയിൽ മാത്രം നമ്മളൊരു പ്രത്യേകത പഠിച്ചായിരുന്നല്ലോ. ലില്ലിയേസിയ ഫാമിലിയിൽ മാത്രം നമ്മളൊരു പ്രത്യേകത പഠിച്ചായിരുന്നല്ലോ. എന്തായിരുന്നു അത്? ഡാഷും ഡാഷ് ഫ്യൂസ് ചെയ്ത ഡാഷ് ഉണ്ട്, പെരിയാന്തുണ്ട്. അപ്പൊ ഇവിടെ പെരിയാന്തായിരിക്കും വരിക. ഇനിയും പഠിച്ചു, ലില്ലിയേസിയെ എപ്പിഫൈലസ് ആണ് എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? എപ്പിഫൈലസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ്രീഷ്യവും പെരിയാന്തും ചേർന്നിരിക്കുന്നത്. ആൻഡ്രീഷ്യവും പെരിയാന്തും ചേർന്നിരിക്കുന്നതാണെങ്കിൽ അത് ഫ്യൂസ്ഡ് ആണ് എന്ന് കാണിക്കാനായി മുകളിലൊരു വര കാണിക്കണ്ടേ? അധെറൻസ് കാണിക്കാനായി മുകളിലൊരു വര കാണിക്കണ്ടേ? അത് കാണിക്കുന്നു. ഇനി 3+3 ഈസ്റ്റുവേഷൻ. അത് ഫ്ലോറൽ ഡയഗ്രം കാണുമ്പോൾ മനസ്സിലാവും. 3 അകത്ത് 3 പുറത്ത് സംഗതികൾ. 3 അകത്ത് 3 പുറത്ത്. ശരി, ഇതാണ് ലില്ലിയേസി.
ലില്ലിയേസി ഓർക്കാൻ നല്ല എളുപ്പ എപ്പിഫൈലസ് കണ്ടീഷൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ പെരിയാന്ത് നോക്കിയാൽ മതി. അത് മാത്രം വെച്ച് ലില്ലിയേസിയെ പിടിക്കാം. പിന്നെ ഈ 3 ഓർക്കാലോ, ബ്രാറ്റിയേറ്റ് ഓർക്കാലോ. ഈ ഫ്ലോറൽ ഫോർമുലകൾ 3 ഓർക്കാനുള്ള ടെക്നിക് ഒന്ന് മനസ്സിൽ ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ചു. ഇതാണ് ഇതിൽ നിന്ന് വരാവുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യം. ബാക്കിയൊക്കെ എളുപ്പമാണ്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. ബാക്കിയൊക്കെ നല്ല എളുപ്പമാണ്. ഇത്ര ഒന്ന് നന്നായി മനസ്സിലുറപ്പിക്കുക. ഫേബേസിയെ ആദ്യം ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് എന്നത് വേണം മനസ്സിൽ ചിന്തിക്കാൻ. റൈറ്റ്, ഐ റിപ്പീറ്റ്, നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് എന്നാണ്. റൈറ്റ്, അതില് ഫസ്റ്റ് എന്താ, സെക്കൻഡ് എന്താ, ലാസ്റ്റ് എന്താ, ദിസ് ഈസ് വാട്ട് യു പീപ്പിൾ ആർ സപ്പോസ് ടു റിമെമ്പർ. റൈറ്റ്, ജസ്റ്റ് എ മിനിറ്റ് കുട്ടികളെ. ജസ്റ്റ് എ മിനിറ്റ്. ഒരു അത്യാവശ്യ ടെക്സ്റ്റ് വന്നു, ഇതൊന്ന് പരിഹരിച്ചോട്ടെ. ഓക്കെ, ഇത്തരം കാര്യം. സർ, സൊലനേസിയെ എപ്പിപെറ്റാലസ് അല്ലേ? സൊലനേസിയെ എപ്പിപെറ്റാലസ് പറഞ്ഞാലും മോളെ കംപ്ലീറ്റ് ആൾക്കാരും അങ്ങനെയല്ല. അത് നോക്ക, കംപ്ലീറ്റ് ആൾക്കാരും അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഫ്യൂഷൻ കാണിക്കാത്തത്. പക്ഷേ പഴയ എഡിഷൻ ഓഫ് NCERT ആ ഫ്യൂഷൻ കൊടുത്തിട്ടുണ്ട് മോൾ, അതുകൊണ്ടായിരിക്കും ചോദിച്ചത്. പുതിയ എഡിഷൻ ഓഫ് NCERT ആ ഫ്യൂഷൻ കാണിച്ചിട്ടില്ല കേട്ടോ, ബിക്കോസ് ദർ ആർ സം എക്സെപ്ഷൻസ്. അതുകൊണ്ടായിരിക്കും കുഞ്ഞനോട് അത് ചോദിച്ചത്. ദാറ്റ് മൈറ്റ് ബി ദ റീസൺ. അതുകൊണ്ട് ആ ഫ്യൂഷൻ കാണണമെന്ന് മസ്റ്റ് ഇല്ല. ഫ്യൂഷൻ ഇല്ലെങ്കിലും യു ക്യാൻ ഗോ ഫോർ സൊലനേസി. റൈറ്റ്, ജനറലി പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഈ കോഴ്സ് ഇത്ര ഓക്കെ ആയോ? സർ, അടുത്ത ഭാഗത്തേക്ക് പൊക്കോട്ടെ. We are moving. ഓരോന്ന് ഇനിയുള്ളത് അതൊക്കെ തിയറിയാണ്, വലിയ പാടില്ല. ഫേബേസി ഫാമിലി ആദ്യം അറിയപ്പെട്ടിരുന്നത് പാപ്പിലോണിഡേ എന്നാണ്. സബ് ഫാമിലി ഓഫ് ലെഗുമിനേസി ആണ്. ലോകത്ത് എല്ലായിടത്തും കാണും. തള്ളു. ഇതൊക്കെ ചുമ്മാ വായിച്ച് വിട്ടാൽ മതി. പൾവിനേസിസ് ഒക്കെ കാണുന്ന കാര്യം സാർ ഓൾറെഡി നിങ്ങളോട് സംസാരിച്ചതാണ്. നോ വറീസ് അറ്റ് ഓൾ. ദെൻ ഫ്ലോറൽ ക്യാരക്ടേഴ്സിന്റെ കാര്യം ഇതെല്ലാം അവിടെ നിന്നോട്ടെ. ഏതിൽ നിന്ന് കിട്ടും? ഞാൻ ഈ പറഞ്ഞ ഫ്ലോറൽ ഫോർമുലയിൽ നിന്ന് കിട്ടും. ഐ വോണ്ട് യു പീപ്പിൾ ടു റിമെമ്പർ ദിസ് ഫ്ലോറൽ ഫോർമുല ലൈക്ക് ദിസ്. റൈറ്റ്, ഇതാണ് ഫ്ലോറൽ ഫോർമുല. അത് ഓർക്കണം എന്നുള്ളതാണ് പ്രധാനം. റൈറ്റ്, ഇത് നന്നായി കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഇത് ഓർത്തിരിക്കണം. പക്ഷെ ഇതും സാറ് പറഞ്ഞാൽ ഓർക്കാൻ വലിയ പാടൊന്നുമില്ല. പെറ്റൽസിലേക്ക് നോക്കൂ. കീല് കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, ഒരു സ്റ്റാൻഡേർഡും 2 വിങ്സും കണ്ടോ? ഇതൊന്ന് ഓർത്തിരുന്നോളൂ. കമ്മിങ് ടു ദ ഫ്രൂട്ട്, ഇവരുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ലെഗ്യൂംസ് ആണ്. 1 മുതൽ മെനി വരെയുണ്ട്. നോൺ എൻഡോസ്പെർമിക് ആണ്. ദെൻ മൂവിങ് ടു ദ എക്കണോമിക് ഇമ്പോർട്ടൻസ്. പൾസസ് ഉണ്ട്. വായിച്ചു വിട്ടാൽ മതി. എഡിബിൾ ഓയിൽ, സോയാബീൻ, ഗ്രൗണ്ട്നട്ട് ഒക്കെ വായിക്കുമ്പോൾ തന്നെ അറിയാം. ഡൈ ഇൻഡിഗോ ഫെറ ഓർത്തോളൂ. ഫൈബേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അല്ല. ഓർണമെന്റൽസ്, ലൂപ്പിക്, സ്വീറ്റ് പീ, മെഡിസിൻ, മുള്ളിയാത്തി, അങ്ങനെ ചിലപ്പോൾ ചോദിച്ചു. ഈ ആയുർവേദക്കാരൊക്കെ ചുമ്മാ ചക്ക തിന്നും പോലെ തിന്നാൻ കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് കഴിച്ചാൽ ഏത് ക്യാൻസറും മാറി നിൽക്കുകയാണ് അവരുടെ അവകാശവാദം. ചുമ്മാ തള്ളു വിട്ടേക്ക്. അടുത്തത് സൊലനേസിയെ
സ്റ്റെം, ലീവ്സ്, ആ ഭാഗങ്ങളൊന്നും നോക്കണ്ട. ഫ്ലോറൽ ഫോർമുല അറിയണം. സാർ സംസാരിച്ചു. ഫ്ലോറൽ ഫോർമുല ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ. ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്, കാലിക്സ് 5, കൊറോള 5, ആൻഡ്രീഷ്യം 5. ഇത് പഴയ എഡിഷൻ കൊടുത്തേക്കുന്നത് കൊണ്ടാണ് എപ്പിപെറ്റാലസ് ആയി കൊടുത്തേക്കുന്നത്. ഗൈനീഷ്യം 2 സുപ്പീരിയർ. ദെൻ ഫ്ലോറൽ ഡയഗ്രാം ഓർക്കാൻ പറ്റും. കാരണം എന്താ, ഈ കാലിക്സിലേക്ക് സ്റ്റേമൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കണ്ടോ? യു ക്യാൻ സീ ഹിയർ ദ ഫ്യൂഷൻ. കാലിക്സിലേക്ക് സ്റ്റേമൻ അറ്റാച്ച്ഡ് ആണ്. അത് ഒരു ഗ്ലൂ. 2, ഇതിനകത്തുള്ള എന്ത് സാധനം എണ്ണി നോക്കിയാലും നിങ്ങൾക്ക് 5 എണ്ണം കിട്ടും. 1 2 3 4 5, 1 2 3 4 5, 1 2 3 4 5. ഈവൻ ഓവിയോളിന്റെ എണ്ണം പോലും നോക്കിക്കേ, 1 2 3 4 5. എല്ലാം 5ന്റെ കളിയാണ്. 5 5 5 5 5. 5 എന്ന് എഴുതുന്നതും സൊലനേസി എന്ന് എഴുതുന്നതും ഒരുപോലെ. സോ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്, റൈറ്റ്? അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. ദെൻ മൂവിങ്. ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കുക, നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതൊക്കെ കേട്ട് വിട്ടാൽ മതി. പെറ്റൂണിയൊക്കെ കേട്ട് വിട്ടാൽ മതി. അത് അങ്ങനെ ഒന്നും ഒരിക്കലും ചോദിക്കില്ല. പെറ്റൂണി ഏത് ഫാമിലിയിൽ വരുന്നത് അത് ദേ വോണ്ട് ആസ്ക് യു. മൂന്നാമത്തേത് ലില്ലിയേസിയ. ഒനിയൻ വരുന്നത് ലില്ലിയേസിയയിലാണ്. അലിയം സെപ്പ അതറിയണം. ലില്ലിയേസിയയുടെ ഫ്ലോറൽ ഡയഗ്രാം ഭയങ്കര പെക്യൂലിയർ ആണ്. 3+3 അല്ലേ? ഓർക്കാൻ എളുപ്പമുണ്ട്. 3 എണ്ണം പുറത്ത് 3 എണ്ണം അകത്ത്. കണ്ടോ? 3+3 കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ സെപ്പലും പെറ്റലും ഒരുമിച്ചിരിക്കുന്ന കണ്ടോ? ദിസ് ഈസ് ദ പെറ്റൽ ആൻഡ് ദിസ് ഈസ് ദ സെപ്പൽ. ഈ ട്രയാങ്കിൾ പോലെ വരച്ചേക്കുന്നതിൽ അകത്തുള്ളത് പെറ്റലും പുറത്തുള്ളത് സെപ്പലുമാണ്. അത് രണ്ടും കൂടി ഒറ്റ യൂണിറ്റ് ആയി വരച്ചേക്കുന്നത് കണ്ടോ? അതും പെരിയാന്തായത് കൊണ്ടാണ്. യൂണിറ്റ്സിനെ ടെപ്പൽസ് എന്നാണ് വിളിക്കുക. ഫോർമുല കണ്ടാൽ ഓർക്കാം. ബാക്കിയൊന്നും അങ്ങനെ ചോദിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഫ്രൂട്ട് ക്യാപ്സ്യൂൾ ആണ്. നോ 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 നോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ഡോണ്ട് വെറി. ഇതറിയണം. കോൾചിസിൻ കിട്ടുന്നത് കോൾസിക്കം ഓട്ടോപ്നയിൽ നിന്ന്. കോൾചിസിന്റെ ഇമ്പോർട്ടൻസ് എന്താ? അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അറിയണം എന്ന് പറഞ്ഞത്. കോൾചിസിന് 2 പ്രാധാന്യങ്ങളുണ്ട്. ആർക്ക് പറയാം? ഹു ക്യാൻ ടെൽ മീ വാട്ട് ആർ ദ 2 ഇമ്പോർട്ടൻസസ് ഓഫ് കോൾചിസിൻ? കോൾചിസിന്റെ 2 പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്ക് പറയാം? കോൾചിസിന്റെ 2 പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആർക്ക് പറയാം? വേഗം പറഞ്ഞേ, സമയമില്ല. കോൾചിസിന്റെ 2 ഇമ്പോർട്ടൻസസ് എന്തൊക്കെയാ? ഒന്ന്, സെൽ ഡിവിഷൻ നടക്കുമ്പോൾ അത് മെറ്റാഫേസിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ. ഇറ്റ് ക്യാൻ അറസ്റ്റ് ദ സെൽ ഡിവിഷൻ. മെറ്റാഫേസിൽ വെച്ച് അറസ്റ്റ് ചെയ്യാനായി സഹായിക്കും. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്താ? അഗൈൻ ആർക്ക് പറയാം? വാട്ട് ഈസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻസ്? ഹു ക്യാൻ ടെൽ മീ? ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസിന് വേറെ സിംഗമി കൂടാതെ ഡിപ്ലോയിഡ് ആക്കാൻ. ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസിനെ ഡിപ്ലോയിഡ് ആക്കി മാറ്റാൻ. ഇത് നിങ്ങൾ സെൽ സൈക്കിൾ ചാപ്റ്ററിൽ പഠിച്ചു. ഇത് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചു. ഇത്രയും കഴിഞ്ഞോ? ഇത്രയും ആയപ്പോൾ മോർഫോളജിയുടെ കാര്യം ഏകദേശം തീരുമാനമായി. ഷോൾ ഐ മൂവ് ഫോർ അനാറ്റമി? സർ അടുത്ത ചാപ്റ്ററിലേക്ക് പൊക്കോട്ടെ? ഷോൾ ഐ മൂവ് ടു അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്? യെസ്. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. പക്ഷെ ഇങ്ങനെ കുറെ കുനുകുന സാധനങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ എന്നോടൊപ്പം കമന്റ് ചെയ്ത് സംസാരിച്ച് തന്നെ വരണം. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇറ്റ് ഈസ് എൻ ഈസി ചാപ്റ്റർ, ബട്ട് യു ആർ ഹാവിംഗ് എ ബഞ്ച് ഓഫ് തിങ്സ് ടു റിമെമ്പർ. സോ ഇത് ഓർത്തിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സാറിനോടൊപ്പം കമന്റ് ചെയ്ത് വന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ തുടങ്ങാം. ഒന്ന്, എന്താണ് അനാറ്റമി? Can you tell me what is anatomy? എന്താണ് അനാറ്റമി? ഇന്റേണൽ സ്ട്രക്ചറിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് അനാറ്റമി എന്ന് വിളിക്കുക. ഐ റിപ്പീറ്റ്, ഇന്റേണൽ സ്ട്രക്ചറിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് അനാറ്റമി എന്ന് വിളിക്കുക. സെൽസിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് ഡാഷ് എന്ന് വിളിക്കുക. ആർക്ക് പറയാം? സെൽസിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് ഡാഷ് എന്ന് വിളിക്കുക, സൈറ്റോളജി എന്ന് വിളിക്കുക. ടിഷ്യൂസിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് ഡാഷ് എന്ന് വിളിക്കുക. ടിഷ്യൂസിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് ഡാഷ് എന്ന് വിളിക്കുക. ടിഷ്യൂസിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് ഡാഷ് എന്ന് വിളിക്കുക. പറഞ്ഞേ. ഹിസ്റ്റോളജി എന്ന് വിളിക്കുക.
എന്താണ് ടിഷ്യൂ? വേഗം 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 പറയണം. എന്താണ് ടിഷ്യൂ? ഒക്കെ ബേസിക് സാധനങ്ങളാ. എന്താണ് ടിഷ്യൂ? വാട്ട് ഈസ് എ ടിഷ്യൂ? എനിക്കറിയാം ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്നേ പറയുന്നത്. തെറ്റാണ്. ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് ആർ ഹാവിംഗ് കോഓർഡിനേറ്റഡ് ഫംഗ്ഷൻ ആൻഡ് ആർ ഹാവിംഗ് ദ സെയിം ഒറിജിൻ. ഒരൊറ്റ ജേം ലെയറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന കോഓർഡിനേറ്റഡ് ഫംഗ്ഷൻ ഉള്ള ഗ്രൂപ്പ് ഓഫ് സെൽസ്. സിമിലർ അല്ല മോനെ, കോഓർഡിനേറ്റഡ് ഫംഗ്ഷൻ. സിമിലർ എന്ന് പറയാൻ പറ്റില്ല. സാർ ഒരു കുഞ്ഞുദാഹരണം ചോദിക്കട്ടെ. നെഫ്രോണും ന്യൂറോണും, ഇതിൽ ഏതാണ് സെൽ, ഏതാണ് ടിഷ്യൂ? വേഗം പറയും. നെഫ്രോണും ന്യൂറോണും, ഇതിൽ ഏതാണ് സെൽ, ഏതാണ് ടിഷ്യൂ? നെഫ്രോണും ന്യൂറോണും. ന്യൂറോൺ സെല്ലും ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. നെഫ്രോൺ ടിഷ്യൂ. ഈ നെഫ്രോൺ എന്ന് പറഞ്ഞ ടിഷ്യൂവിൽ എന്തോരം പാർട്സ് ഉണ്ട്? ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഫിൽട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ളത്. PCT എന്ന് പറഞ്ഞാൽ റീഅബ്സോർപ്ഷൻ നടത്താനുള്ളതാണ്. ഹെൻലീസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്. DCT എന്ന് പറഞ്ഞാൽ സെക്രീഷൻ നടത്താനുള്ളത്. ആലോചിച്ച് നോക്ക്, ഓരോ ഭാഗത്തിലും ഓരോ ഫംഗ്ഷൻ അല്ലേ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സാർ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണെന്ന് പറഞ്ഞാൽ ശരിയാവുക? ഈ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിരുന്നുവെങ്കിൽ ഫൈലം പോറിഫെറയുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഏതായേനെ? ഒന്നും കൂടി. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിരുന്നുവെങ്കിൽ ഫൈലം പോറിഫെറയുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഏതായേനെ? ടിഷ്യൂ ലെവൽ ആയേനെ. അങ്ങനെയല്ലല്ലോ. ശരിക്കും അതിന്റെ ലെവൽ എന്ന് പറയുന്നത് സെല്ലുലർ ലെവൽ അല്ലേ? പക്ഷെ അത് മൾട്ടി സെല്ലുലർ അല്ലേ? കണ്ടോ, കുറെ സെൽസ് വട്ടം കൂടി ഇരുന്നിട്ടും അത് ടിഷ്യൂ ലെവൽ ആയില്ലല്ലോ. അപ്പൊ അങ്ങനെ വേണം അത് മനസ്സിലാക്കാൻ. ടിഷ്യൂ എന്താണ് പിടികിട്ടണം. രണ്ട് തരം ടിഷ്യൂസ് ഉണ്ട്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസും പെർമനന്റ് ടിഷ്യൂ. അയ്യോ, ഇതൊക്കെ ചുമ്മാ തള്ളാണ്. എന്താണ് മെരിസ്റ്റമാറ്റിക് സെൽസ്? റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസിനെ വിളിക്കുന്ന പേരാണ് മെരിസ്റ്റമാറ്റിക് സെൽസ്. അതിന്റെ പൊസിഷൻ അനുസരിച്ച് മെരിസ്റ്റമാറ്റിക് സെൽസ് മൂന്ന് തരത്തിലുണ്ട്. ആരൊക്കെ? യു ഹാവ് ദ എപ്പിക്കൽ മെരിസ്റ്റം, യു ഹാവ് ദ ഇന്റർകാലറി മെരിസ്റ്റം ആൻഡ് യു ഹാവ് ദ സെക്കൻഡറി ഓർ ലാറ്ററൽ മെരിസ്റ്റം. അപ്പൊ ഒന്നുകൂടി, പൊസിഷൻ അനുസരിച്ച് ഇത് മൂന്ന് കൂട്ടരുണ്ട്. ആരൊക്കെയാ? എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, ഇന്റർകാലറി മെരിസ്റ്റം ഉണ്ട്, സെക്കൻഡറി അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം ഉണ്ട്. ഒന്നുകൂടി പറയാം, പൊസിഷൻ അനുസരിച്ച് മൂന്ന് കൂട്ടരുണ്ട്. ആരൊക്കെയാണ്? എപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, ഇന്റർകാലറി മെരിസ്റ്റം ഉണ്ട്, സെക്കൻഡറി അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം ഉണ്ട്. എപ്പിക്കൽ മെരിസ്റ്റം എവിടെ കാണുന്നതാ? എപ്പിക്കൽ മെരിസ്റ്റം എവിടെ കാണുന്നതാ? എപ്പെക്സിൽ കാണുന്നതാണ്. ചെടിയുടെ തുമ്പറ്റത്ത് കാണുന്ന കൂട്ടരെയാണ് നമ്മൾ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വിളിക്കുക. അവരാണ് നീളം കൂടാൻ സഹായിക്കുന്നത്. ഇന്റർകാലറി മെരിസ്റ്റം എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചു. അത് ഇന്റർകാലറി മെരിസ്റ്റം ഓർഗൻ ഓഫ് പെറനേഷൻ എന്നൊരു കോൺസെപ്റ്റ് പഠിപ്പിച്ചപ്പോൾ സാറ് പറഞ്ഞത് ഓർമ്മയില്ലേ? എപ്പിക്കൽ മെരിസ്റ്റംസ് ഇങ്ങനെ വളർന്ന് വളർന്ന് പോകുമ്പോൾ പെർമനന്റ് ടിഷ്യൂസിന്റെ ഇടയിൽ ചില മെരിസ്റ്റമാറ്റിക് സെൽസ് ട്രാപ്ഡ് ആയി പോകും. ഈ എപ്പിക്കൽ മെരിസ്റ്റം കാരണം എപ്പക്സിന് ഇങ്ങനെ നീളം വെച്ച് പോകുമ്പോ എന്താ സംഭവിക്കുക? ആ പെർമനന്റ് ടിഷ്യൂസിന്റെ ഇടയിൽ ചില സമയത്ത് ചില മെരിസ്റ്റമാറ്റിക് സെൽസ് എങ്കിലും എൻട്രാപ്ഡ് ആയി പോകും. അങ്ങനെ എൻട്രാപ്ഡ് ആയി പോകുന്ന മെരിസ്റ്റമാറ്റിക് സെൽസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇന്റർകാലറി മെരിസ്റ്റം എന്ന് വിളിക്കുന്നത്. സെക്കൻഡറി മെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം എന്തിനു സഹായിക്കുന്നതാ? ഗിർത്ത് കൂടാനായി സഹായിക്കുന്നതാണ്. ഓക്കെ, വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നതാണ്. സാധാരണഗതിയിൽ എപ്പിക്കൽ മെരിസ്റ്റവും ഇന്റർകാലറി മെരിസ്റ്റവും ചെടി ഉണ്ടാകുന്ന സമയത്ത് തന്നെ ചെടിയിൽ കാണും. സീഡ്ലിംഗ് സ്റ്റേജ് മുതലേ തന്നെ ചെടിയിൽ കാണും. അതുകൊണ്ട് ആ രണ്ട് മെരിസ്റ്റത്തിനെയും, എപ്പിക്കൽ മെരിസ്റ്റത്തിനെയും ഇന്റർകാലറി മെരിസ്റ്റത്തിനെയും ഡാഷ് എന്ന് വിളിക്കും. കമന്റ് ചെയ്തേ. ചെടി സീഡ്ലിംഗ് ആയിരിക്കുന്ന സമയം മുതൽ തന്നെ ചെടിയിൽ കാണുന്നത് കൊണ്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിനെയും ഇന്റർകാലറി മെരിസ്റ്റത്തിനെയും വെരി ഗുഡ് പ്രൈമറി മെരിസ്റ്റം എന്ന് വിളിക്കും. അതേസമയം സെക്കൻഡറി മെരിസ്റ്റം എപ്പോഴേ കാണൂ? ചെടി മെച്വേർഡ് ആയി കഴിഞ്ഞ ചെടിയുടെ ഗിർത്ത് കൂടുന്ന സമയത്ത് ആ മെച്വേർഡ് ആയ ചെടിയിൽ ഉണ്ടായി വരുന്നതാണ്. അപ്പൊ സീഡ്ലിംഗ് സ്റ്റേജിൽ ഇല്ല ഞാൻ ഈ പറഞ്ഞ ഇന്റർകാലറി ഈ പറഞ്ഞ സെക്കൻഡറി മെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരെന്താണ്? അതുകൊണ്ട് വിളിക്കുന്ന പേരെന്താ? സെക്കൻഡറി മെരിസ്റ്റം. ഭംഗിയായി പിടികിട്ടിയോ? പിന്നീട് ഉണ്ടായി വരുന്നത് സെക്കൻഡറി മെരിസ്റ്റം. ഇതൊന്ന് നന്നായി മനസ്സിൽ വെക്കണം. വേറെ ചില മെരിസ്റ്റത്തിന്റെ കഥയിലേക്ക് വരുമ്പോൾ ഈ സാധനങ്ങളെല്ലാം കുഴയും. ഇനി നമ്മൾ പെർമനന്റ് ടിഷ്യൂസിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. എന്താണ് പെർമനന്റ് ടിഷ്യൂ? പെർമനന്റ് ടിഷ്യൂ എന്താണെന്ന് അറിയുന്നതിന് മുൻപ് ഐ വോണ്ട് യു പീപ്പിൾ ടു നോ ദ കോൺസെപ്റ്റ് ഓഫ് ഡിഫറൻഷിയേഷൻ, റീഡിഫറൻഷിയേഷൻ ആൻഡ് ഡീഡിഫറൻഷിയേഷൻ. ഞാൻ എഴുതാം, നിങ്ങൾ ആ ഓരോ പ്രോസസ്സിന് പറയുന്ന പേരെന്താന്ന് പറയണേ. മെരിസ്റ്റമാറ്റിക് സെൽ, സ്ഥലമില്ല. മെരിസ്റ്റമാറ്റിക് സെൽ,
പെർമനന്റ് സെൽ ആവുകയാണെങ്കിൽ, പെർമനന്റ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഡിഫറൻഷിയേഷൻ. ഇതാണ് ഡിഫറൻഷിയേഷൻ. ആർക്ക് സംശയമില്ലല്ലോ? മെരിസ്റ്റമാറ്റിക് സെൽ ഒരു ഫംഗ്ഷൻ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കും. ഇനി നേരെ തിരിച്ച് പെർമനന്റ് സെൽ തിരിച്ച് മെരിസ്റ്റമാറ്റിക് ആയി മാറുകയാണെങ്കിൽ, പെർമനന്റ് സെൽ നേരെ തിരിച്ച് മെരിസ്റ്റമാറ്റിക് ആയി മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡി ഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കും. ഈ ഡി ഡിഫറൻഷിയേറ്റഡ് സെൽ എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി മെരിസ്റ്റമാറ്റിക് ആണ്. അങ്ങനത്തെ ഡി ഡിഫറൻഷിയേറ്റഡ് സെൽ വീണ്ടും പെർമനന്റ് സെല്ലായി മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഐ റിപ്പീറ്റ്, ഡി ഡിഫറൻഷിയേറ്റഡ് സെൽ വീണ്ടും പെർമനന്റ് സെല്ലായി മാറുകയാണെങ്കിൽ എന്ത് വിളിക്കും? റീഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കും. മനസ്സിലായോ? ആ പ്രോസസ് എന്താന്ന് പിടികിട്ടിയല്ലോ? ഇത് മനസ്സിൽ വെക്കണം, എന്നിട്ട് വേണം സംസാരിക്കാൻ. അപ്പൊ എന്താണ് പെർമനന്റ് സെൽ? ഡിഫറൻഷിയേഷൻ സംഭവിച്ച സെൽസിനെയാണ് പെർമനന്റ് സെൽസ് എന്ന് വിളിക്കുക. പെർമനന്റ് സെൽസിനകത്ത് തന്നെ ഒരേ തരം സെല്ലുകളാണോ പലതരം സെല്ലുകളാണോ കാണുന്നതെന്നനുസരിച്ച് അവർ രണ്ട് തരത്തിൽ. ഒരേ തരം സെല്ലുകളാണ് കാണുന്നതെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കും. വേഗം പറഞ്ഞോളൂ. ഒരൊറ്റ ടൈപ്പ് ഓഫ് സെൽസ് മാത്രമാണ് കാണുന്നതെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കും. If you find only a single kind of cells, we call it as dash. I repeat, if you find only a single kind of cells, you call it as dash. Simple tissue. ഒരൊറ്റ തരം സെല്ലുകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ അതിനെ സിമ്പിൾ ടിഷ്യൂ എന്ന് വിളിക്കും. അപ്പൊ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ ടിഷ്യൂവിലെ തന്നെ ഒരൊറ്റ ടിഷ്യൂവിലെ തന്നെ കമന്റ് ചെയ്തേ. എപ്പോഴാണ് ഒരു ടിഷ്യൂവിനെ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് വിളിക്കുക? ഒരൊറ്റ ടിഷ്യൂവിൽ തന്നെ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ് കണ്ടു കഴിഞ്ഞാൽ. ചെടിയിൽ കാണുന്ന രണ്ട് കോംപ്ലക്സ് ടിഷ്യൂസ് ഏതൊക്കെയാണ്? വേഗം പറയണേ, വലിയ ചാപ്റ്ററാ. ചെടിയിൽ കാണുന്ന രണ്ട് കോംപ്ലക്സ് ടിഷ്യൂസ് ആരൊക്കെയാണ്? സൈലോം ഫ്ലോയം. ചെടിയിൽ കാണുന്ന മൂന്ന് സിമ്പിൾ ടിഷ്യൂസ് ആരൊക്കെയാണ്? ചെടിയിൽ കാണുന്ന മൂന്ന് സിമ്പിൾ ടിഷ്യൂസ് ആരൊക്കെയാണ്? parenchyma, collenchyma, sclerenchyma. Right. Moving. എന്താണ് പാരൻകൈമ? ഒരു ചെടിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ടിഷ്യൂ ആണ് പാരൻകൈമ ടിഷ്യൂ എന്ന് പറയുന്നത്. സെൽസ് ഐസോഡൈമെട്രിക് ആണ്. ഐസോഡൈമെട്രിക് എന്ന് പറഞ്ഞാൽ മോർ ഓർ ലെസ് സ്ഫെറിക്കൽ ആണ്. അത് പക്ഷേ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ഫെറിക്കൽ ആവാം, ഓവൽ ആവാം, റൗണ്ട് ആവാം, പോളിഗൺ ആവാം, ഇലോങ്ങേറ്റഡ് ആവാം, അങ്ങനെ പല പല ഷേപ്പിൽ വരാം. ഇതിന്റെ വാൾസ് തിന്നാണ്, സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊന്നും അങ്ങനെ പ്രത്യേകം പറയേണ്ട കാര്യമേ ഇല്ല. കാരണം എന്താ? പ്ലാന്റ് സെല്ലിന്റെ കാര്യമല്ലേ സാറ് സംസാരിക്കുന്നത്. പ്ലാന്റ് സെല്ല് പിന്നെ സെല്ലുലോസ് കൊണ്ടല്ലാതെ പിന്നെ വേറെ എന്തുകൊണ്ട് ഉണ്ടാക്കാനാണ് പ്ലാന്റ് സെല്ലിന്റെ പോലെ? റൈറ്റ്. അടുത്ത പോയിന്റ് വളരെ പ്രധാന. ഇവര് ഭയങ്കര ക്ലോസ്ലി പാക്ഡ് ആണ്. ഇന്റർ സെല്ലുലാർ സ്പേസ് ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ചെറിയ ഇന്റർ സെല്ലുലാർ സ്പേസസ് ഉണ്ട് എന്നാണ് മീനിങ്. They do have small intercellular spaces. സാർ അത് എടുത്തു പറഞ്ഞതിന് കാരണം എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്റർ പഠിപ്പിച്ചോ? നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്റർ പഠിപ്പിച്ചോ? അതിനകത്ത് എപ്പിത്തീലിയൽ സെൽസ് പഠിപ്പിച്ചോ? ആ എപ്പിത്തീലിയൽ സെൽസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ദ എപ്പിത്തീലിയൽ സെൽസ് there is little space. ഈ ലിറ്റിൽ സ്പേസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? സ്പേസ് ഉണ്ട് എന്നാണോ സ്പേസ് ഇല്ല എന്നാണോ? ലിറ്റിൽ ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ട് എന്നാണോ? ഇല്ല എന്നാണ് കേട്ടോ. there is little water in the glass എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിലെ വെള്ളം ഇല്ല എന്നാണ് അർത്ഥം. ലിറ്റിൽ എന്ന് പറഞ്ഞാലാണ് കുറച്ചെന്ന് മീനിങ്. തെറ്റിക്കരുത്, അപ്പൊ അത് തിരിഞ്ഞു പോകരുത്. എപ്പിത്തീലിയൽ സെൽസ് ഇതുപോലത്തെ കൂട്ടരാണ്, പക്ഷെ അത് ആനിമൽസിൽ കാണുന്നതാണ്. എപ്പിത്തീലിയൽ സെൽസിനിടയിൽ ഇന്റർസെല്ലുലാർ സ്പേസുകൾ ഇല്ല. പക്ഷേ പാരൻകൈമാറ്റ സെൽസിൽ ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ട്. അത് നന്നായി മനസ്സിലാക്കണം. കുറച്ചും കൂടി ഒന്ന് കടത്തി എട്ടി സാറ് പറഞ്ഞു കഴിഞ്ഞാൽ
പാരൻകൈമ സെൽസും കോളൻകൈമ സെൽസും സ്ക്ലീറൻകൈമ സെൽസും ഉള്ളതിൽ, ഈ മൂന്ന് കൂട്ടരും ഉള്ളതിൽ ഇന്റർസെല്ലുലാർ സ്പേസസ് ആരില് മാത്രമേ ഉള്ളൂ? പാരൻകൈമയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണം അത് മനസ്സിലാക്കാൻ. ഒന്നും കൂടി, പാരൻകൈമയും കോളൻകൈമയും സ്ക്ലീറൻകൈമയും ഉള്ളതിൽ ഇന്റർസെല്ലുലാർ സ്പേസസ് ആരില് മാത്രമേ ഉള്ളൂ? പറഞ്ഞേ, പാരൻകൈമയിൽ മാത്രമേ എന്ത് കാണൂ? ഇന്റർസെല്ലുലാർ സ്പേസസ് കാണൂ. പല ഫങ്ഷൻസ് ഉണ്ട്, ഫോട്ടോസിന്തസിസ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, സെക്രീഷൻ ഉണ്ട്, ആയിക്കോട്ടെ. അടുത്തത് കോളൻകൈമ. കോളൻകൈമ കോർണേഴ്സ് മാത്രം തിക്കണ്ടാണ്. കോർണേഴ്സ് തിക്കണ്ടാവാൻ കാരണം എന്താ? അതിൽ സെല്ലുലോസും ഹെമിസെല്ലുലോസും പെക്റ്റിനും ഡെപ്പോസിറ്റ്സ് വരുന്നത് കൊണ്ടാണ്. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ സാധാരണ ടെൻഡ്രിൽസ് ഒക്കെ എടുത്തൊന്ന് മടക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെടിയുടെ വളർന്നു വരുന്ന വടി എടുത്ത് നമ്മൾ ഒടിച്ചു കഴിഞ്ഞാൽ അത് ഒടിയില്ല. നമ്മൾ മടക്കി കഴിഞ്ഞാൽ അത് ചുരുളുകയുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും? ചെടിയുടെ തണ്ടിന്റെ അറ്റം ഭാഗം എടുത്ത് നമ്മൾ മടക്കി കഴിഞ്ഞാലോ ചുരുട്ടി കഴിഞ്ഞാലോ ഒക്കെ നമുക്കത് എങ്ങനെ വേണമെങ്കിലും മടക്കാനും ചുരുട്ടാനൊക്കെ പറ്റും. അതിന് കാരണം അവിടെ കോലൻകൈമ ഉള്ളത് കൊണ്ടാണ്. ഈ കോലൻകൈമ അതിന് ബലം കൊടുക്കുന്നത് കൊണ്ട്. ഒരു പോയിന്റ് കൂടി ഓർക്കണം. എന്താണ് ക്ലോറൻകൈമ? ആർക്ക് പറയാം? ക്ലോറൻകൈമ. ക്ലോറോഫില്ല് ബെയർ ചെയ്യുന്ന പാരൻകൈമയെയും കോലൻകൈമയെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ക്ലോറൻകൈമ. ക്ലോറൻകൈമ എന്ന് പറഞ്ഞാൽ അത് പാരൻകൈമയും ആവാം കോളൻകൈമയും ആവാം. ഒന്നുകൂടി സാറ് പറയാം. ക്ലോറൻകൈമ എന്ന് പറഞ്ഞാൽ അത് പാരൻകൈമയും ആവാം കോളൻകൈമയും ആവാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി പാരൻകൈമ ഓർ ഇറ്റ് ക്യാൻ ബി കോളൻകൈമ. റൈറ്റ്? എന്താണ് സാധനം? സെൽ വാളിനിടയില് എന്താണ് സാധനം? ക്ലോറോഫില്ല് ബെയർ ചെയ്യുന്ന സെൽസ് ആണ്. ശരി, അടുത്തതിലേക്ക് വരുന്ന സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞാൽ സെൽ വാളിൽ ലിഗ്നിൻ ഡെപ്പോസിറ്റ്സ് കാണുന്ന സെല്ലുകളാണ്. അപ്പൊ അവര് ഡെഡ് ആയിരിക്കുമോ ലിവിങ് ആയിരിക്കുമോ? സ്ക്ലീറൻകൈമ ഡെഡ് സെൽസ് ആയിരിക്കുമോ ലിവിങ് സെൽസ് ആയിരിക്കുമോ? ഡെഡ് സെൽസ് ആയിരിക്കും. ഡെഡ് സെൽസ് ആണെങ്കിൽ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടോ ഇല്ലയോ? ഡെഡ് സെൽസ് ആണെങ്കിൽ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടോ ഇല്ലയോ? പ്രോട്ടോപ്ലാസ്റ്റ് ഇല്ല. ഇവര് തന്നെ രണ്ട് തരത്തിൽ വരാം. നീളത്തിൽ കാണുന്ന ഫൈബേഴ്സ് വരും. ഫൈബേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ഈ സിൽക്ക് ജൂട്ട് എന്നൊക്കെ പറഞ്ഞ് വലിച്ചെടുക്കുന്ന, നമ്മുടെ ബാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വലിച്ചെടുക്കുന്ന സാധനം ഈ ഫൈബറുകളാണ്. ഫ്ലോയത്തിന്റെ ഫൈബറിനെയാണ് ബാസ്റ്റ് എന്ന് പറയുക. നമ്മൾ മിക്കവാറും തുണിയായി നെയ്തെടുക്കുന്നത് ഈ ഫ്ലോയം ഫൈബറുകളാണ്. ഇനി സ്ക്ലീറീഡ്സും ആവാം. സ്ക്ലീറീഡ്സ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കലി കാണുന്ന കൂട്ടരാണ്. ഈ പിയറിനും മറ്റ് സപ്പോർട്ട പോലെയുള്ള ഫ്രൂട്ട്സിനൊക്കെ ഗ്രിറ്റിനെസ് വരുന്നതിന് കാരണം ഈ സ്ക്ലീറീഡ്സ് ആണ്. ഐ റിപ്പീറ്റ്, പിയറിനും സപ്പോർട്ടയ്ക്കും ഒക്കെ ഗ്രിറ്റിനെസ് വരുന്നതിന് കാരണം ഈ സ്ക്ലീറീഡ്സ് ആണ്. ഇത്രയും ഭംഗിയായി മനസ്സിലായല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ഫൈബേഴ്സ് തിക് വേൾഡ് ആണ്. സ്ക്ലീറീഡ്സ് സ്പെറിക്കൽ ആണ്. അതൊക്കെ ഞാൻ പറഞ്ഞു. മറ്റേ ടീ ലീവ്സിലെ ലെഗ്യൂംസിലൊക്കെ കാണും. വായിച്ചു വിട്ടാൽ മതി, കുഴപ്പമില്ല. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂസിന്റെ കാര്യം അഗെയിൻ രണ്ട് തരം ടിഷ്യൂസ് കാണും. സൈലം ഫ്ലോയം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരുന്നോണേ. ഇനി ഞാൻ പറയുന്ന ഇത് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ നിന്ന് വരില്ല, പക്ഷെ കോൺസെപ്ച്വലി കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ കിട്ടും. സൈലത്തിന് 4 കമ്പണൻസ് ആണുള്ളത്. സൈലം ട്രക്കീഡ്സ്, സൈലം വെസൽസ്, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ. സൈലത്തിന് 4 കമ്പണൻസ്. സൈലം ട്രക്കീഡ്സ് ഉണ്ട്, സൈലം വെസൽസ് ഉണ്ട്, സൈലം ഫൈബേഴ്സ് ഉണ്ട്, സൈലം പാരൻകൈമയുണ്ട്. റൈറ്റ്? ഇതിൽ അറിയേണ്ട സംഗതി, ഈ 4 എണ്ണത്തിൽ ആരൊക്കെയാണ് ഡെഡ്, ആരൊക്കെയാണ് ലിവിങ്? പറഞ്ഞേ, ക്ലൂ തരാം. 3 എണ്ണം ഡെഡ് ആണ്, ഒരെണ്ണമാണ് ലിവിങ്. അപ്പൊ ലിവിങ് ഏതാന്ന് പറഞ്ഞാൽ മതി. ബാക്കി 3 ഡെഡ് ആണല്ലോ. ലിവിങ് ആരാന്ന് പറഞ്ഞാൽ മതി. അത് വായിക്കുമ്പോ തന്നെ മനസ്സിലാവും ലിവിങ് ആരാന്ന്. ഇല്ലെങ്കിൽ നോക്കിക്കോ, ഇപ്പൊ ഞാൻ മൂക്ക് ചെയ്ത് കളയും. ഇതൊന്ന് നന്നായി വായിച്ചു നോക്കിയേ. ട്രക്കീഡ്സ്, വെസൽസ്, ഫൈബേഴ്സ് ആൻഡ് പാരൻകൈമ. സൈലം പാരൻകൈമയാണ് ലിവിങ്. അപ്പൊ ബാക്കി 3 ഡെഡ് എലമെന്റ്സ് ആണ്. ഇത് ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം ഫ്ലോയത്തിലേക്ക് വരുമ്പോൾ പണിപാട് കിട്ടും. ഫ്ലോയത്തിൽ നേരെ തിരിച്ചാണ്. 3 എലമെന്റ്സ് ലിവിങ് ആണ്, ഒരാൾ മാത്രമാണ് ഡെഡ്. ഇവിടെ 3 എണ്ണം ഡെഡ് ആണ്, ഒരാൾ മാത്രമാണ് ലിവിങ്. സൈലം ട്രക്കീഡ്സിന്റെ പണി എന്താ? വെള്ളം കൊണ്ടുപോവുക. സൈലം വെസൽസിന്റെ പണി എന്താ? വെള്ളം കൊണ്ടുപോവുക. സൈലം ഫൈബറിന്റെ പണി എന്താ? സൈലത്തിന് സപ്പോർട്ട് കൊടുക്കുക. സൈലം പാരൻകൈമയുടെ പണി എന്താ? റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ നടത്തുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. നോക്കാം. സൈലം വെസൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ അല്ലേ നടത്തുക. അങ്ങനെ നടത്തുന്നതിനോടൊപ്പം തന്നെ ചെടിയുടെ ഗിർത്തിലേക്ക് കൂടി, ചെടിയുടെ വണ്ണത്തിലേക്ക് കൂടി വെള്ളം കൊണ്ടുപോകണ്ടേ. ആ ചെടിയുടെ വണ്ണത്തിലേക്ക്, ചെടിയുടെ ഗിർത്തിലേക്ക്, ഓർ പ്ലാന്റിന്റെ ഗിർത്തിലേക്ക് റേഡിയലി
റേഡിയൽ മനസ്സിലാവുന്നില്ല ഞാൻ ആ പറയുന്ന സാധനം എന്താന്ന്? വണ്ണം മീൻസ് ചുറ്റളവ്. സാർ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേടോ? ആ യെസ്. സാധാരണ സൈലം വെർട്ടിക്കലി അല്ലേ കൊണ്ടുപോവുക, ഈ ഹൊറിസോണ്ടലി വെള്ളം കൊണ്ടുപോകുക എന്നുള്ളതാണ് സൈലം പാരഗൈമയുടെ പണി. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഓരോന്നായി എടുത്ത് സംസാരിക്കുമ്പോൾ മെഡല്ലറി റേസ് എന്ന് പറഞ്ഞൊരു സാധനം പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടി വലിയൊരു ഐഡിയ കിട്ടും. ഇതൊക്കെ സിമ്പിൾ ഭാഗമായതുകൊണ്ട് സാർ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഡിഫിക്കൽട്ട് ടോപ്പിക്സ് എത്തുമ്പോൾ സാർ കമ്പയർ ചെയ്ത് നിർത്തി പറയിപ്പിക്കാം. പേടിക്കണ്ട, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിർത്തി നിങ്ങളെ കൊണ്ട് ഒന്ന് തിരിച്ച് പറയിപ്പിച്ചിട്ടേ ഞാൻ പോവും. അതോർത്ത് നിങ്ങൾ പേടിക്കുകയോ വേണ്ട. നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ മുമ്പോട്ട് പോകും. റൈറ്റ്. ട്രക്കീറ്റ്സ് ഇലോങ്ങേറ്റഡ് ട്യൂബുകളാണ്, ഡെഡ് സെൽസ് ആണ്, പ്രോട്ടോപ്ലാസം ആബ്സെന്റ് ആണ്. ഇതെല്ലാം പറഞ്ഞു. ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ട്രക്കീറ്റ്സും വെസൽസും കാണും എന്നുള്ള സംഗതി സംസാരിച്ചു. അതറിയാലോ. ട്രക്കീറ്റ്സും വെസൽസും ആരെല്ലാം കാണുന്നത്? ആൻജിയോസ്പേംസിൽ മാത്രം കാണുന്നത്. ജിംനോസ്പേംസിലൊക്കെ ട്രക്കിയറി എലമെന്റ്സ് മാത്രമാണ് കാണുക. സൈലം ആദ്യമായി കണ്ടു തുടങ്ങിയ ഡിവിഷൻ ഏതാ? സൈലം ആദ്യമായി കണ്ടു തുടങ്ങിയ ഡിവിഷൻ ഏതാ? സൈലം ആര് മുതലാ കാണുന്നത്? ടെറിഡോഫൈറ്റ്സ് മുതൽ. വെരി ഗുഡ് ഫിദ. സൈലം കണ്ടു തുടങ്ങുന്നത് ടെറിഡോഫൈറ്റ്സ് മുതലാണ്. വെസൽസ് എന്ന് പറയുന്നത് ആൻജിയോസ്പേംസിനെ മാത്രം കാണുന്നതാണ്, ജിംനോസ്പേംസിന് ഇല്ല. സൈലം വെസൽസ് ആൻജിയോസ്പേംസിനെ മാത്രം കാണുന്നതാണ്, ജിംനോസ്പേംസിന് ഇല്ല. സൈലം ഫൈബേഴ്സ് ബലം കൊടുക്കാനുള്ളതാണ്, അവർ സെപ്റ്റേറ്റ് ആവാം എസെപ്റ്റേറ്റ് ആവാം ഇട്ടേക്ക്. സൈലം പാരഗൈമയുടെ പണി സാറ് പറഞ്ഞു, റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ നടത്തുക എന്നുള്ളതാണ്. അവരെയാണ് മെഡല്ലറി റേ എന്ന് വിളിക്കുക. ആ സെൽസിന് മെഡല്ലറി റേ, അതാണ് റേ പാരഗൈമാറ്റസ് സെൽസ്. പിന്നെ ഇതിനകത്ത് സ്റ്റാർച്ചോ ഫാറ്റോ അല്ലെങ്കിൽ ടാനിൻസോ ഓയിൽസോ അതുപോലെയുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ അതും സ്റ്റോർ ചെയ്യും. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട സാധനം, പ്രോട്ടോക്സൈലം മെറ്റാക്സൈലം. ശ്രദ്ധിച്ച് കേട്ടിട്ട് പറയുന്നു. പ്രോട്ടോക്സൈലമാണ് ആദ്യം ഫോം ചെയ്യുന്ന സൈലം, മെറ്റാക്സൈലമാണ് പിന്നെ ഫോം ചെയ്യുന്ന സൈലം. കേട്ടിട്ട് പറഞ്ഞേ, ആർക്കാണ് വലിപ്പം കൂടുതൽ, ആർക്കാണ് വലിപ്പം കുറവ്? പല കുഞ്ഞുങ്ങളും കോൺസെപ്ച്വലി തെറ്റിക്കുന്നത് ഈ ഭാഗത്താണ്. പ്രോട്ടോക്സൈലം മെറ്റാക്സൈലം, ആരാണ് വലുത്, ആരാണ് ചെറുത്? പ്രോട്ടോ ചെറുത്, മെറ്റ വലുത്. ഇവിടെ പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടില് ഒരു മൂത്ത കുട്ടിയുണ്ട്, ഇളയ കുട്ടിയുണ്ട്, രണ്ട് കുട്ടികളുണ്ടെന്ന് നിൽക്കട്ടെ. ആദ്യം വന്ന കുട്ടിയാണോ വലുത്, പിന്നെ വന്ന കുട്ടിയാണോ വലുത്? പിന്നെ എന്താ ഇവിടെ മാത്രം നേരെ തിരിച്ചു പോയ? പ്രോട്ടോക്സൈലം ആദ്യം വന്നത് ചെറുതും മെറ്റാക്സൈലം പിന്നെ വന്നത് വലുതുമായത്, അതെന്താ അങ്ങനെ? എന്താ റീസൺ? ആർക്ക് പറയാം? വിത്ത് തന്നെയല്ല മോളെ, ആദ്യം വന്നത് എന്ന് പറഞ്ഞാൽ ചെടി ചെറുതായിരിക്കുമ്പോ വരുന്നതല്ലേ. ചെറിയ ചെടിയിൽ സ്വാഭാവികമായിട്ടും ചെറിയ സൈലല്ലേ വരുവുള്ളൂ. അതേസമയം പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ചെടി വലുതായിട്ട് വരുന്നതല്ലേ. വലിയ ചെടിയിലപ്പോ കുറച്ചും കൂടി വലിയ സൈലത്തിന് വരാൻ പറ്റും. സാറ് പറഞ്ഞത് മനസ്സിലായോ? കുഞ്ഞ സൈലത്തിന്, ഒന്നുകൂടി സാറ് പറയാം, കുഞ്ഞ സൈലത്തിന് എന്ത് പറ്റില്ല? കുഞ്ഞ ചെടിയിലെ വരാൻ പറ്റും, അല്ലെ കുഞ്ഞ ചെടിയിലെ കുഞ്ഞ സൈലത്തിനെ വരാൻ പറ്റും. പക്ഷെ വലിയ ചെടിയിൽ ആർക്ക് വരാൻ പറ്റും? വലിയ സൈലത്തിന് വരാൻ പറ്റും. ഇതാണ് അതിന്റെ റീസൺ. അതുകൊണ്ടാണ് ചെടി വലുതാവുമ്പോൾ മാത്രം വലിയ സൈലം വരുന്നത്. പിന്നീട് വരുന്ന സൈലത്തിനെ മെറ്റാക്സൈലം എന്ന് വിളിക്കുന്നത് കൊണ്ട് അത് വലുതായി എന്ന് മാത്രം. ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഇതൊന്നും മനസ്സിലാക്കാത്ത കുട്ടികളുണ്ട്, അതുകൊണ്ടാണ് സാർ ഇങ്ങനെ എടുത്തു പറയുന്നത്. അടുത്തത് എന്താണ് എൻഡാർക്ക്, എന്താണ് എക്സാർക്ക്? അതും പല കുട്ടികൾക്കും ധാരണയില്ല. ഇങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. എൻഡാർക്ക് അകത്തേക്ക്, എൻഡ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക്. എൻഡാർക്ക് എന്ന് കേട്ടാൽ നിങ്ങൾ അകത്തേക്ക് ഇതുപോലെ കുറച്ച് ആരോ മാർക്ക് വരയ്ക്കുക. എന്നിട്ട് വരച്ചു നോക്കിക്കുക, ഈ ആരോ മാർക്കിൽ വരച്ചു നോക്കിക്കുക. നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുന്നത്? കുഞ്ഞ സാധനം നടുക്ക്, വലിയ സാധനം പുറത്ത്, അല്ലെ? എൻഡ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് എന്നല്ലേ മീനിങ്. വലിയ ആൾക്കാർ ആരാ? പ്രോട്ടോ. അപ്പൊ എൻഡാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോക്സൈലം പുറത്തും, അല്ല വലുതാരാ? മെറ്റ. അപ്പൊ മെറ്റാക്സൈലം പുറത്തും പ്രോട്ടോക്സൈലം അകത്തും. മെറ്റാക്സൈലം പുറത്തെന്ന് പറഞ്ഞാൽ എവിടേക്കാണ് വളർച്ച? പുറത്തേക്കാണ് വളർച്ച. If the xylem vessels are being growing outwards or if the newer xylem vessels are being seen outwards, അതിനെയാണ് നമ്മൾ എൻഡാർക്ക് എന്ന് വിളിക്കുക. ആ കോൺസെപ്റ്റ് മനസ്സിലായോ? എൻഡാർക്ക് എന്ന് വിളിക്കാൻ കാരണം നമ്മൾ ആ ചെടിയുടെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ അകത്തേക്ക് ആരോ മാർക്ക് പോലെ തോന്നും. ഇങ്ങനെയാണ് അതിന്റെ വര വരിക. സൈലം എലമെന്റ്സ് മാത്രം കുറച്ച് ഡാർക്ക് കളേർഡ് ആയി കാണും.
അതിങ്ങനെയാണ് അതിന്റെ വര വരിക. അകത്തേക്ക് ആരോ മാർക്ക് പോലെ തോന്നും. അതുകൊണ്ട് അതിനെ എൻഡാർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ അകത്തേക്ക് ആരോ മാർക്ക് വരച്ച് നോക്കിയാൽ മതി. അകത്തേക്ക് ഒരു ആരോ മാർക്ക് വരയ്ക്കുമ്പോൾ അകത്ത് വരയ്ക്കാൻ പറ്റുന്നത് ചെറുത്, അപ്പൊ അകത്ത് വരുന്നത് പ്രോട്ടോ, പുറത്തേക്ക് വരുന്നത് വലുത്, പുറത്ത് വരുന്നത് മെറ്റ. ഇനി വലുതാണ് പിന്നീട് ഉണ്ടാവുന്നത്. അതിനർത്ഥം പുതിയ പുതിയ ആൾക്കാർ പുറത്തേക്ക് ഉണ്ടായി വന്നാൽ അതിനെ എൻഡാർക്ക് എന്ന് വിളിക്കും. എക്സാർക്ക്, എക്സ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? പുറത്തേക്ക്, അല്ലെ? പുറത്തേക്ക് ആരോ മാർക്ക് വരച്ച് ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് ആരോ മാർക്ക് വരയ്ക്കുമ്പോ എങ്ങനെ വരയ്ക്കാൻ പറ്റുക? അകത്ത് കാണുന്നത് മെറ്റ, പുറത്ത് കാണുന്നത് പ്രോട്ടോ. അതായത് പുതിയ സൈലം അകത്തേക്കാണ് ഉണ്ടായി വരുന്നതെങ്കിൽ അത് എക്സാർക്ക്. ആ പേരിന്റെ നേരെ ഓപ്പോസിറ്റാ. കാരണം എക്സ് എന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോക്കും പുതിയതുണ്ടാവുന്നത് പുറത്തേക്കാണ്. അല്ലല്ല, എക്സാർക്ക് എന്ന് പറഞ്ഞാൽ പുതിയതുണ്ടാവുന്നത് അകത്തേക്ക്, എൻഡാർക്ക് എന്ന് പറഞ്ഞാൽ പുതിയതുണ്ടാവുന്നത് പുറത്തേക്ക്. പേര് വരാൻ കാരണം അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരോ മാർക്കിന്റെ ഷേപ്പ് അനുസരിച്ചാണ്. എൻഡാർക്ക് എവിടെ കാണും, എക്സാർക്ക് എവിടെ കാണും? ഒരു കൺഫ്യൂഷനും വേണ്ട. എക്സാർക്ക് കാണുന്നത് റൂട്ടില്ല. എങ്ങനെയാ സാർ തിരിച്ചറിയുക? എക്സ് എന്ന് എഴുതുന്നത് ഇങ്ങനെയല്ലേ? ആ എക്സിന്റെ റൈറ്റ് സൈഡിലെ സി പോലെയുള്ള സാധനത്തിന് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് ഇതിനെ ഒരു ആറാക്കി എടുത്തൂടെ? കണ്ട, എക്സ് ഇതാണ് എക്സ്. ഈ സി പോലത്തെ അതിന്റെ റൈറ്റ് പാർട്ടിനെ ഞാൻ കുറച്ചൊന്ന് ലെഫ്റ്റിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഐ ക്യാൻ മേക്ക് ദിസ് വൺ ആർ. റൂട്ട് തുടങ്ങുന്നത് ആറ് വെച്ചല്ലേ? അപ്പൊ എക്സാർക്ക് കാണുന്നത് റൂട്ടിൽ, അപ്പൊ എൻഡാർക്ക് കാണുന്നത് എവിടെയാ? സ്റ്റെമ്മിൽ. ഒന്നുകൂടി, എക്സാർക്ക് കാണുന്നത് റൂട്ടിൽ, അപ്പൊ എൻഡാർക്ക് കാണുന്നത് എവിടെയാ? സ്റ്റെമ്മിൽ. അത് ഓർത്തിരിക്കാൻ പാടില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. കഴിഞ്ഞില്ലേ? അത്രയും ഓക്കെ ആയില്ലേ? നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം, പേടിക്കണ്ട. ഐ വിൽ മേക്ക് യു പീപ്പിൾ സേ. ഫ്ലോയും കൂടി കഴിഞ്ഞിട്ട് പറയിപ്പിക്കാം. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫ്ലോയം എലമെന്റ്സ്. ഫ്ലോയം എലമെന്റ്സ് പറയാൻ പോകുന്നു. സീവ് ട്യൂബ് എലമെന്റ്സ് ഉണ്ട്, കമ്പാനിയൻ സെൽസ് ഉണ്ട്, ഫ്ലോയം പാരഗൈമി ഉണ്ട്, ഫ്ലോയം ഫൈബേഴ്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ നാലെണ്ണത്തിലും ഒരു കമ്പണന്റ് മാത്രം ഡെഡ് ആണ്. ആരാത്? ഒരു കമ്പണന്റ് മാത്രം ഡെഡ് ആണ്, ബാക്കി മൂന്ന് വരെ ലിവിംഗ്. ആ സീവ് ട്യൂബ് എലമെന്റ്സ് അല്ലാട്ടോ നീർഷ. സീവ് ട്യൂബ് എലമെന്റ്സിന്റെ പ്രത്യേകത അതിനകത്ത് ന്യൂക്ലിയസ് ഇല്ല. സീവ് ട്യൂബ് എലമെന്റ്സിന് ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അതിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റി ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സീവ് ട്യൂബ് എലമെന്റ്സിനോട് ചേർന്നിരിക്കുന്ന കമ്പാനിയൻ സെല്ലുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബീങ് കൺട്രോൾഡ് ബൈ ദ കമ്പാനിയൻ സെൽസ് ദാറ്റ് ആർ ബീങ് companion cells that are being seen quite nearby the sieve tube cells. മനസ്സിലായോ? റൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ നമ്മൾ എക്സെപ്ഷൻ ടു സെൽ തിയറി എന്ന് പറയുക. Can you tell me which are the different exceptions to cell theory? സെൽ തിയറിയുടെ പല പല എക്സെപ്ഷൻസ് ആരൊക്കെയാന്ന് പറയാമോ? സെൽ തിയറിയുടെ എക്സെപ്ഷൻസ് ആരൊക്കെയാന്ന് പറയാമോ? കുറച്ചൊന്ന് വേഗത കുട്ടിക്ക്. സെൽ തിയറിയുടെ എക്സെപ്ഷൻസ് ആരൊക്കെയാ? ഒരു കിങ്ഡം തന്നെ ഉണ്ട്. കിങ്ഡല്ല, കിങ്ഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും വൈറസസ്. വൈറസസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നാത്തൂനെ അളിയനെ പറയണം. വൈറസിന്റെ നാത്തൂനും അളിയനും ആരാ? വൈറോയിഡ്സും പ്രയോൺസും. ഇനി പറയേണ്ടത് നമ്മുടെ ആനിമൽസിൽ കാണുന്ന ഒരു സെൽ, ഇനി പ്ലാന്റ്സിൽ കാണുന്ന ഒരു സെൽ. ആനിമൽസിൽ കാണുന്ന സെൽ ഏതാ? ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽ, RBC. പ്ലാന്റ്സിൽ കാണുന്ന സെൽ ഏതാ? ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽ, പ്ലാന്റ്സിൽ കാണുന്ന സെൽ ഏതാ? ന്യൂക്ലിയസ് ഇല്ലാത്തത്. ഇപ്പൊ ഞാനങ്ങ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. സീവ് ട്യൂബ് എലമെന്റ്സ്. ഇത്രയുമാണ് എക്സെപ്ഷൻ ടു സെൽ തിയറി. ഇനി ജിംനോസ്പെർംസിൽ സീവ് ട്യൂബ് എലമെന്റ്സിന് പകരം കാണുന്നത് സീവ് സെൽസും കമ്പാനിയൻ സെൽസിന് പകരം കാണുന്നത് ആൽബുമിനസ് സെൽസുമാണ്. In gymnosperms, instead of sieve tube elements, you have the sieve cells, and instead of companion cells, they have the albuminous cells. അപ്പോൾ ഈ പറഞ്ഞ കമ്പാനിയൻ സെൽസും സീവ് ട്യൂബ് എലമെന്റ്സും ആരിൽ മാത്രം കാണുന്നതാ? ആൻജിയോസ്പെർംസിൽ മാത്രം കാണുന്നതാ. നമ്മൾ സംസാരിച്ചു. പ്രോട്ടോഫ്ലോയും മെറ്റാഫ്ലോയും സെയിം കോൺസെപ്റ്റ് ആണ്, വേറെ ഒന്നുമില്ല. ആദ്യം ഫോം ചെയ്യുന്നത് പ്രോട്ടോഫ്ലോയം, അത് കുഞ്ഞാണ്. പിന്നെ ഫോം ചെയ്യുന്നത് മെറ്റാഫ്ലോയം. പാരഗൈമ സെൽസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഹൊറിസോണ്ടലി ഫുഡ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പോയിന്റ് കൂടി ഓർക്കണം. ഫ്ലോയം പാരഗൈമ മോണോകോട്സിൽ ആബ്സെന്റ് ആണ്. ഐ റിപ്പീറ്റ്, ഫ്ലോയം പാരഗൈമ ഈസ് ആബ്സെന്റ് ഇൻ മോണോകോട്സ്, റൈറ്റ്?
ഫ്ലോയം ഫൈബേഴ്സിലേക്ക് വന്നാൽ സ്ക്ലിയറൻകൈമ സെൽസ് ആണ്, ഇലോങ്ങേറ്റഡ് അഡ്ബ്രാച്ച്ഡ് ആണ്. മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫൈബേഴ്സും ഈ ജൂട്ട് ഫ്ലാക്സ് ഹെം എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നത് ഫ്ലോയം ഫൈബേഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി കിട്ടിയെന്നോ ഇല്ലെന്നോ? ടിഷ്യൂ സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സാർ ഇത്രയും കാര്യങ്ങളൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്. വേഗം വേഗം പറയാലോ, ചാടി പറയണം. പ്ലാന്റ്സിന് ടിഷ്യൂസിനെ പ്രധാനമായും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ? സിമ്പിൾ, കോംപ്ലക്സും പെർമനന്റ് ടിഷ്യൂസ് അല്ലേ? തെറ്റിപ്പോയി. മെരിസ്റ്റമാറ്റിക്കും പെർമനന്റും അങ്ങനെ വേണം പറയാൻ. മെരിസ്റ്റമാറ്റിക്കും പെർമനന്റ്. മെരിസ്റ്റമാറ്റിക് തന്നെ 3 തരത്തിൽ. ആരൊക്കെ? മെരിസ്റ്റമാറ്റിക് തന്നെ 3 തരത്തിൽ. ആരൊക്കെ? വേഗത കുട്ടിക്ക്, വേഗത പോരാ. എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. ഇതിൽ സെക്കൻഡറി മെരിസ്റ്റം ആരാണ്? സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയുന്നത് ലാറ്ററൽ മെരിസ്റ്റം ആണ്. ശരി. സെക്കൻഡറി ഗ്രോത്ത് മോണോകോട്സിനുണ്ടോ? മോണോകോട്സിന് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടോ? മറുപടി എന്താ പറയാത്ത? ഇല്ല കേട്ടോ, ഇല്ല. ആർക്കൊക്കെ ഉള്ളത്? ഡൈക്കോട്സിനുണ്ട്, പിന്നെ ജിംനോസ്പേംസിനുണ്ട്. സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നത് ഡൈക്കോട്സും ജിംനോസ്പേംസുമാണ്. പെർമനന്റ് ടിഷ്യൂ 2 തരത്തിലുണ്ട്. ആരൊക്കെ? സിമ്പിളും കോംപ്ലക്സും. എല്ലാവരും കമന്റ് 3 തരത്തിലുള്ള സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? Which are the 3 types of simple permanent tissues in plants? പ്ലാന്റ്സിൽ കാണുന്ന 3 തരത്തിലുള്ള സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ആരൊക്കെയാണ്? പാരൻകൈമ, കോലൻകൈമ, സ്ക്ലിയറൻകൈമ. ഇതിനിടയിൽ ഇന്റർസെല്ലുലാർ സ്പേസസ് കാണുന്നത് ആർക്കാണ്? ഇന്റർസെല്ലുലാർ സ്പേസ് കാണുന്നത് ആർക്കാണ്? പാരൻകൈമ. ഡെഡ് ആയിട്ടുള്ളത് ആരാ? സ്ക്ലിയറൻകൈമ. സെൽ വോളിലെ സെല്ലുലോസ് മാത്രം കാണുന്നത് ആരാ? സെല്ലുലോസ് മാത്രം കാണുന്നത് പാരൻകൈമ. സ്ട്രെങ്തും കൊടുക്കും, ഫോട്ടോസിന്തസിസും നടത്തും. അതാരാ? സ്ട്രെങ്തും പ്രൊവൈഡ് ചെയ്യും, ഫോട്ടോസിന്തസിസ് നടത്തും. അതാരാ? രണ്ടും പെർഫോം ചെയ്യും. അപ്പൊ ഡെഡ് അല്ല. ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ ഡെഡ് ആവാൻ പറ്റില്ല. കോലൻകൈമ. ശരി. സ്റ്റോറേജ് നടത്തും, ഫോട്ടോസിന്തസിസും നടത്തും. അതാരാ? സ്ട്രെങ്ത്തിൽ വലിയ റോളൊന്നുമില്ല. സ്റ്റോറേജ് നടത്തും, ഫോട്ടോസിന്തസിസ് നടത്തും. അതാരാ? സ്ട്രെങ്ത് മാത്രം പ്രൊവൈഡ് ചെയ്യും. അതാരാ? സ്ക്ലിയറൻകൈമ. ഏറ്റവും അബണ്ടന്റ് ആരാണ്? പാരൻകൈമ. റൈറ്റ്. കോലൻകൈമയുടെ കോർണേഴ്സിൽ ആരുടെയൊക്കെ ഡെപ്പോസിറ്റ്സ് ആണ് കാണുക? ഹെമിസെല്ലുലോസ്, ലിഗ്നൻ ടാനിനോ ഒന്നുമില്ല. ഹെമിസെല്ലുലോസ്, സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അത് സ്റ്റോറേജ് അല്ലേ മോളെ? ലിഗ്നൻ ടാനിനോ ഒക്കെ പറഞ്ഞത്. ഇത് കോർണേഴ്സിൽ കാണുന്നത് സെല്ലുലോസും ഹെമിസെല്ലുലോസും പെക്റ്റിനും.
സ്ക്ലീറൻ കൈമയുടെ വാലിൽ കാണുന്നത് എന്താ? സ്ക്ലീറൻ കൈമയുടെ വാളിൽ കാണുന്നത് ഏതാ? ലിഗ്നിൻ. ഫ്രൂട്ട്സിന് ഗ്രിറ്റിനസ് കൊടുക്കുന്നത് സ്ക്ലീറൻ കൈമയുടെ ഏത് രൂപമാണ്? ഫ്രൂട്ട്സിന് ഗ്രിറ്റിനസ് കൊടുക്കുന്നത് സ്ക്ലീറൻ കൈമയുടെ ഏത് രൂപമാണ്? സ്ക്ലീറീഡ്സ്. സൈലത്തിനും ഫ്ലോയത്തിനും സപ്പോർട്ട് കൊടുക്കുന്നത് സ്ക്ലീറൻ കൈമയുടെ ഏത് ഭാഗമാണ്? ചെടി മണ്ണിൽ നിന്ന് മിനറൽസ് വലിച്ചെടുക്കുന്നത് ആര് വഴിയാണ്? റൂട്ട് പറയല്ലേ, സൈലാണോ ഫ്ലോയാണോ എന്ന് പറയണ്ട. റൂട്ടാന്ന് സാറിന് അറിയാം. സൈല ഓൾറെഡി വലിച്ചെടുത്ത് ഡെപ്പോസിറ്റ് ചെയ്ത മിനറൽസിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത് ആര് വഴിയാണ്? സൈലത്തിന്റെ 4 എലമെന്റ്സ് ആരൊക്കെയാ? ട്രക്കീഡ്സ്, വെസൽസ്, ഫൈബേഴ്സ് ആൻഡ് പാരൻകൈമ. ഇതിൽ ആൻജിയോസ്പേംസിൽ മാത്രം കാണുന്നത് ആരാ? ആൻജിയോസ്പേംസിൽ മാത്രം കാണുന്നത് ആരാ? വെസൽസ് ആണ്. വെരി ഗുഡ്. സൈലം എലമെന്റ്സ് ആദ്യമായി കണ്ടു തുടങ്ങിയത് ഏത് ഡിവിഷനിലാണ്? ടെറിഡോഫൈറ്റ്സിലാണ്. ഗ്രേറ്റ്. റേ പാരൻകൈമാറ്റസ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ. ശരി. ആദ്യം ഫോം ചെയ്ത സൈലത്തിന് പറയുന്ന പേര് ഡാഷ്, പിന്നെ ഫോം ചെയ്ത സൈലത്തിന് പറയുന്ന പേര് ഡാഷ്. ആദ്യം ഫോം ചെയ്യുന്നത് ഏതാണ്? ലേറ്റർ ഫോം ചെയ്യുന്നത് ഏതാണ്? ആദ്യം ഫോം ചെയ്യുന്നത് പ്രോട്ടോ. ശരി. പിന്നെ ഫോം ചെയ്തത് മെറ്റ. ചെറുത് ഡാഷ്, ചെറുത് പ്രോട്ടോ. പോന്നോട്ടെ എല്ലാവരുടെയും. വലുത് പുതിയ സൈലം പുറത്തേക്കാണ് ആഡ് ചെയ്ത് വരുന്നതെങ്കിൽ അത് ഡാഷ് അറേഞ്ച്മെന്റ്. പുതിയത് പുറത്തേക്ക് ആണ് ആഡ് ചെയ്ത് വരുന്നതെങ്കിൽ അത് വെരി ഗുഡ്, എൻഡാർക്ക് അറേഞ്ച്മെന്റ്. എൻഡാർക്ക് കാണുന്നത് ഏത് സിസ്റ്റത്തിലാണ്? റൂട്ട് സിസ്റ്റത്തിലാണോ ഷൂട്ട് സിസ്റ്റത്തിലാണോ? ഷൂട്ട് സിസ്റ്റത്തിൽ, സ്റ്റെമ്മിന്. പുതിയ സൈലം അകത്തേക്കാണ് ആഡ് ചെയ്ത് വരുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് ഡാഷ്, എക്സാർക്ക് അറേഞ്ച്മെന്റ്. എക്സാർക്ക് കാണുന്നത് സ്റ്റെമ്മിലാണോ റൂട്ടിലാണോ? റൂട്ടിലാണ്. ഫ്ലോയത്തിന്റെ 4 കമ്പണന്റ്സ് ആരൊക്കെയാ? ഫ്ലോയത്തിന്റെ 4 കമ്പണന്റ്സ് ആരൊക്കെയാ? സീവ് ട്യൂബ് എലമെന്റ്സും കമ്പാനിയൻ സെൽസും ഫ്ലോയം പാരൻകൈമയും ഫൈബേഴ്സ്. ഇതിൽ ലിവിങ് ആരാ? ലിവിങ് ആരാ? ലിവിങ് ആരാ? പാരൻകൈമ, സീവ് ട്യൂബ് സെൽസ് ആൻഡ് കമ്പാനിയൻ സെൽസ്. വെരി ഗുഡ്. ജിംനോസ്പേംസിൽ ഡാഷിന് പകരം ഡാഷ്, ഡാഷിന് പകരം ഡാഷ്. ജിംനോസ്പേംസിൽ ഡാഷിന് പകരം ഡാഷ്, ഡാഷിന് പകരം ഡാഷ്. കമ്പാനിയൻ സെൽസിന് പകരം ആൽബുമിനസ് സെൽസ്. അടുത്തത് സീവ് ട്യൂബിന് പകരം സീവ് എലമെന്റ്സ് ഓർ സീവ്സ്. ഈ ജൂട്ടും ഫ്ലാക്സും ഹെമ്പും ഒക്കെ എന്താണ് ശരിക്കും? ജൂട്ടും ഫ്ലാക്സും ഹെമ്പും ഒക്കെ എന്താണ് ശരിക്കും? എന്ത് ഫൈബർ ആണെന്ന് പറയട്ട? ഫ്ലോയം ഫൈബർ എന്ന് തന്നെ പറയണം കേട്ടോ.
And the very last question, ഫ്ലോയത്തിലെ ഏത് കമ്പണന്റ് ആണ് എക്സെപ്ഷൻ ടു സെൽ തിയറി? ഫ്ലോയത്തിലെ ഏത് കമ്പണന്റ് ആണ് എക്സെപ്ഷൻ ടു സെൽ തിയറി? കഴിഞ്ഞല്ലോ. ഇത്ര നല്ല പച്ചവെള്ളം പോലെ പഠിച്ചില്ലേ? ഈ ഭാഗത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതുമല്ലോ. നമ്മൾ അടുത്ത ടിഷ്യൂ സിസ്റ്റത്തിലേക്ക് പോവാണ്, പെട്ടെന്ന് തീരും. ഇനി മോണോകോട്ടും ഡൈക്കോട്ടും അറിയാലോ, അത് മൂന്നും കൂടി കമ്പയർ ചെയ്യുക, സെക്കൻഡറി ഗ്രോത്ത് പറയുക, പണി കഴിഞ്ഞു, തീർന്നു. ശ്രദ്ധിച്ചിരുന്നാലും കിട്ടും. സ്ട്രക്ചറും ലൊക്കേഷനും അനുസരിച്ച് ടിഷ്യൂ സിസ്റ്റം മൂന്നെണ്ണം ഉണ്ട്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, otherwise termed as fundamental tissue system, and the vascular as well as conducting tissue system. അപ്പൊ മൂന്ന് തരം ടിഷ്യൂ സിസ്റ്റംസ് ഉള്ളത് ഏതൊക്കെയാ? Epidermal tissue system, the ground tissue system or the fundamental tissue system, and the vascular tissue system or the conducting tissue system. Epidermal tissue system ആണ് പുറത്തുള്ള എല്ലാ സർഫസ് ലെയേഴ്സ് ഫോം ചെയ്യുന്നത്. വാസ്കുലർ ആണ് സൈലോം ഫ്ലോയം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റവും വാസ്കുലറും അല്ലാതെ വേറെ ആരൊക്കെയാണ് ഉള്ളത്? അവരെല്ലാവരുമാണ് ആര് ഫോം ചെയ്യുക? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം ഫോം ചെയ്യുക. ഓരോന്നായിട്ട് നോക്കാം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നത് എപ്പിഡെർമൽ സെൽസ് വരും, സ്റ്റൊമേറ്റ വരും, എപ്പിഡെർമൽ അപ്പൻഡേജസ് വരും, ട്രൈക്കോംസും ഹെയർസും. ട്രൈക്കോംസ് എന്ന് പറഞ്ഞാൽ ഡാഷ് സിസ്റ്റത്തിൽ കാണുന്നത്, ഹെയർസ് എന്ന് പറഞ്ഞാൽ ഡാഷ് സിസ്റ്റത്തിൽ കാണുന്നത്. ഒന്നോട്ടെ, ട്രൈക്കോംസ് എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർ കമന്റിക്കോ. ഷൂട്ട് സിസ്റ്റത്തിൽ കാണുന്നത്, ഹെയർസോ കമന്റ് ബോക്സിൽ തന്നെ നിന്നോയി. ഇതിൽ ആരാണ് മൾട്ടി സെല്ലുലർ, ആരാണ് യൂണിസെല്ലുലർ? എല്ലാവരും കമന്റ് ബോക്സിൽ നിന്നോട്ടോ, സ്ക്രീനിലേക്ക് വരാൻ സമയത്ത് സാറ് വിളിക്കാം. ആരാണ് മൾട്ടി സെല്ലുലർ, ആരാണ് യൂണിസെല്ലുലർ? ഹെയർസ് യൂണിസെല്ലുലർ ആണ്, അപ്പൊ ട്രൈക്കോംസ് മൾട്ടി സെല്ലുലർ ആണ്. ആരുടെ പണിയാണ് അബ്സോർപ്ഷൻ, ആരുടെ പണിയാണ് സെക്രീഷൻ? ആരുടെ പണിയാണ് അബ്സോർപ്ഷൻ, ആരുടെ പണിയാണ് സെക്രീഷൻ? ഹെയർസിന്റെ പണി അബ്സോർപ്ഷൻ, ട്രൈക്കോംസിന്റെ പണി സെക്രീഷൻ. വേറൊരു പണി കൂടി ട്രൈക്കോംസിനുണ്ട്, ട്രാൻസ്പിറേഷൻ ലോസ് കുറയ്ക്കുക എന്ന പണി കൂടി ട്രൈക്കോംസിനുണ്ട്. ഓക്കെ. എപ്പിഡെർമിസ് സാധാരണഗതിയിൽ ഒരു സിംഗിൾ ലെയർ ആണ്. ആ സിംഗിൾ ലെയറിൽ കാണുന്ന, കമന്റ് ബോക്സിൽ ഇരുന്നോളൂ, സാർ ചോദിക്കാം. ആ സിംഗിൾ ലെയറിൽ കാണുന്നത് പാരൻകൈമാറ്റ സെൽസ് ആണ്. അയ്യോ, ഈ എപ്പിഡെർമിസിന് മുകളിലായിട്ട് ഒരു വാക്സി തിക്ക് ലെയർ കാണുമല്ലോ, അതിന് പറയുന്ന പേരെന്തായിരുന്നു? ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ റൂട്ട്സിലുണ്ടോ? ഇനി ട്രാൻസ്പോർട്ടന്റ് പ്ലാന്റ്സ് കഴിഞ്ഞോ? ട്രാൻസ്പോർട്ടന്റ് പ്ലാന്റ്സ്, യെസ്. അപ്പൊ എന്തായാലും സ്റ്റൊമേറ്റയുടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നല്ല ഭംഗിയായി പഠിച്ചിട്ടുണ്ടാവും. ചോദിക്കാം, ഡൈക്കോട്സിൽ കാണുന്ന സ്റ്റൊമേറ്റയുടെ ഷേപ്പ് എന്താ? മോണോകോട്സിൽ കാണുന്ന സ്റ്റൊമേറ്റയുടെ ഷേപ്പ് എന്താ? ഡൈക്കോട്സിൽ ആദ്യം പറ. ഡൈക്കോട്സിൽ കാണുന്ന സ്റ്റൊമേറ്റ ബീൻ ഷേപ്പ്. ഇങ്ങനെ ഓർത്താൽ മതി, ഞാൻ ഡിപ്ലോയിഡ് ആണ്, എനിക്ക് കിഡ്നി ഉണ്ട്. അവൻ ഡിപ്ലോയിഡ്, ഡൈക്കോട്ട്, കിഡ്നി. ഡിപ്ലോയിഡിൽ കാണുന്നത് കിഡ്നി ഷേപ്പ്. അപ്പോ ഹാപ്ലോയിഡിൽ കാണുന്നതോ ഡംബെൽ ഷേപ്പ്. ഹെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡംബെൽ ഉപയോഗിക്കാറ്. ഹെൽത്ത് എച്ച്, ഹാപ്ലോയിഡ്, റൈറ്റ്. ഈ ഗാർഡ് സെൽസിന്റെ ഇന്നർ വാൾ ആണോ ഔട്ടർ വാൾ ആണോ തിക്ക് ആൻഡ് ഇലാസ്റ്റിക്? ഏതാണ് തിക്ക് ആൻഡ് ഇലാസ്റ്റിക്? ഇന്നർ വാൾ. എന്താണ് സബ്സിഡിയറി സെല്ലുകൾ? ഒക്കെ പഠിച്ചത്. എന്താണ് സബ്സിഡിയറി സെല്ലുകൾ? ഗാർഡ് സെൽസിനെ കവർ ചെയ്യുന്ന സെൽസിനെയാണ് സബ്സിഡിയറി സെൽസ് എന്ന് വിളിക്കുക. The cells that surround the guard cells are what are termed as subsidiary cells. സബ്സിഡിയറി സെൽസിലും ഗാർഡ് സെൽസിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടോ ഇല്ലയോ? സബ്സിഡിയറി സെൽസിലും ഗാർഡ് സെൽസിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. സാധാരണ സെൽസിനേക്കാൾ ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. ശരി, വെരി ഗുഡ്. സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് എന്നുകൊണ്ട് വിളിക്കുന്നത് ആരെയൊക്കെയാണ്? സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് ആരെയൊക്കെയാണ്? സ്റ്റൊമേറ്റനെ, അതായത് സ്റ്റൊമേറ്റൽ പോറിനെ, ചുറ്റിനുള്ള ഗാർഡ് സെല്ലിനെ, അതിന് ചുറ്റിനുള്ള സബ്സിഡിയറി സെൽസിന്. 3 കമ്പണൻസ് ഉണ്ട് കേട്ടോ. സ്റ്റൊമേറ്റൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ 3 കമ്പണൻസ് ഉണ്ട്.
സ്റ്റൊമേറ്റൽ അപ്പേർച്ചർ ഉണ്ട്, ഗാർഡ് സെൽസ് ഉണ്ട്, സബ്സിഡിയറി സെൽസ് ഉണ്ട്. ഭംഗിയായി പഠിച്ചല്ലോ. എന്താണ് ഗ്രൗണ്ട് ടിഷ്യൂ? എപ്പിഡെർമിസും വാസ്കുലർ ബണ്ടിൽസും അല്ലാതെ കാണുന്ന എല്ലാ ടിഷ്യൂസിനെയും ഗ്രൗണ്ട് ടിഷ്യൂ എന്നാണ് വിളിക്കുക. അപ്പൊ അതിനകത്ത് പാരൻകൈമ വരും, കോലൻകൈമ വരും, സ്ക്ലീറൻകൈമ വരും, കോർട്ടക്സ് ഉണ്ട്, പെരിസൈക്കിൾ ഉണ്ട്, പിത്തുണ്ട്, മെഡലറി റേസ് ഉണ്ട്. ഇത് കാണുമ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല സാറിന് അറിയാം, പേടിക്കണ്ട. ഞാൻ ഓരോ ലെയേഴ്സ് ആയി പഠിപ്പിക്കുമ്പോഴേ പിടികിട്ടു. പിന്നെ നിങ്ങൾ ഓൾറെഡി ട്രാൻസ്പോർട്ടഡ് പ്ലാന്റ്സ് കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആ ലെയേഴ്സ് അറിയായിരിക്കും അല്ലെ. എപ്പിഡെർമിസ് ഉണ്ട്, എപ്പിഡെർമിസ് കഴിഞ്ഞ് കോർട്ടക്സ് ഉണ്ട്, കോർട്ടക്സ് കഴിഞ്ഞ് എൻഡോഡെർമിസ് ഉണ്ട്, അത് കഴിഞ്ഞ് പെരിസൈക്കിൾ, അത് കഴിഞ്ഞാണ് സൈലം. സിംപ്ലാസ്റ്റ് പാത്വേയും അപ്പോപ്ലാസ്റ്റ് പാത്വേയും പഠിച്ച സമയത്ത് ഈ ലെയേഴ്സ് പഠിച്ചില്ലായിരുന്നോ? സിംപ്ലാസ്റ്റ് പാത്വേയും അപ്പോപ്ലാസ്റ്റ് പാത്വേയും പഠിക്കുന്ന സമയത്ത് ലെയേഴ്സ് പഠിച്ചില്ലായിരുന്നോ? ഇനി മിണ്ടില്ല. എടോ, സിംപ്ലാസ്റ്റ് പാത്വേയും അപ്പോപ്ലാസ്റ്റ് പാത്വേയും പഠിച്ചപ്പോൾ ലെയേഴ്സ് പഠിച്ചായിരുന്നോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ, ഉവെങ്കിൽ ഉവ്വ എന്ന് പറ. ആ ലെയർ പഠിക്കാതെ നിങ്ങൾക്ക് സിംപ്ലാസ്റ്റും അപ്പോപ്ലാസ്റ്റും പഠിക്കാൻ പറ്റില്ല. സേസോനോ? ഏറ്റവും പുറത്ത് കാണുന്നത് എപ്പിഡെർമിസ്, കോർട്ടക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ. എന്നിട്ട് ആ എൻഡോഡെർമിസിലെ ഏത് ഡെപ്പോസിറ്റ് കാണുന്ന പഠിച്ചേ? റൂട്ടിന്റെ എൻഡോഡെർമിസിൽ എന്ത് ഡെപ്പോസിറ്റ് കാണുന്ന പഠിച്ചു? ഇങ്ങനെയൊക്കെയാണ് പോയിന്റ്സ് ഓർക്കുക. റൂട്ടിന്റെ എൻഡോഡെർമിസിൽ എന്ത് കാണും? ആ ചാപ്റ്റർ തൊട്ടിട്ടില്ല എന്ന് മനസ്സിലായി. സുബെറിൻ ഡെപ്പോസിറ്റ്സ് കാണും. സുബെറിൻ ഡെപ്പോസിറ്റ്സ്. ഈ സുബെറിൻ വെള്ളം കടത്തിവിടില്ല. അപ്പൊ എന്താ? അതിലൂടെ വെള്ളം കടന്നു പോകാനായിട്ട് പ്ലാസ്മോഡെസ്മേറ്റ വരും. അങ്ങനെ പോകുന്ന പാത്വേ ആണ് ലിവിങ് പാത്വേ അല്ലെങ്കിൽ സിംപ്ലാസ്റ്റ് പാത്വേ. നോൺ ലിവിങ് പാത്വേ ആണ് എന്ത് പാത്വേ? അപ്പോപ്ലാസ്റ്റ് പാത്വേ. ഒന്നും കൂടി പറയാം, ലിവിങ് പാത്വേയും അപ്പോപ്ലാസ്റ്റ് പാത്വേ. ലിവിങ് പാത്വേയും നോൺ ലിവിങ് പാത്വേയും. ലിവിങ് പാത്വേ ആണ് സിംപ്ലാസ്റ്റ്, നോൺ ലിവിങ് പാത്വേ ആണ് അപ്പോപ്ലാസ്റ്റ്. ഓർക്കാൻ നല്ല എളുപ്പമാണ്. രാവിലെ നിങ്ങൾ അപ്പം കഴിക്കാറുണ്ടായിരിക്കും. രാവിലെ നിങ്ങൾ കഴിക്കുന്ന അപ്പം ജീവനുള്ളതാണോ ജീവൻ ഇല്ലാത്തതാണോ? രാവിലെ നിങ്ങൾ കഴിക്കുന്ന അപ്പം ജീവൻ ഉള്ളതാണോ ജീവൻ ഇല്ലാത്തതാണോ? ജീവൻ ഇല്ലാത്തതാണ്. ആ ജീവൻ ഇല്ലാത്ത അപ്പം അപ്പോ അപ്പോപ്ലാസ്റ്റ്, ജീവൻ ഇല്ലാത്തത്. സിമ്പതി, സിമ്പതി തോന്നണമെങ്കിൽ അച്ചുടാ, സിമ്പതി തോന്നണമെങ്കിൽ ജീവൻ വേണ്ടേ? സിംപ്ലാസ്റ്റ് ജീവൻ ഉള്ളത്. ഓക്കെ. വാസ്കുലർ ബണ്ടിൽസിന്റെ അറേഞ്ച്മെന്റ് രണ്ട് തരത്തിൽ വരാം. കുഞ്ഞുങ്ങളെ നോക്കിക്കേ, ഇത് കണ്ടോ നിങ്ങൾ? ഒറ്റ ബണ്ടിലായിട്ടല്ലേ അറേഞ്ച് ചെയ്തേക്കുന്നത്? സാറ് നല്ല ടയേർഡ് ആണ്. എന്റെ ശബ്ദത്തിൽ ആ വലിച്ചില് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നന്നായി സംസാരിച്ചുകൊണ്ടേ ഇരിക്കണേ. ഐ ഡോണ്ട് നോ വെദർ യു ബിലീവ് ഓർ നോട്ട്, ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്ന 8ാമത്തെ മണിക്കൂറാണിത്. 5 മണിയാവുമ്പോൾ 9 മണിക്കൂർ തികയും ഇന്ന് ഒറ്റ ദിവസത്തെ ക്ലാസ്. നല്ല ഹെക്ടിക് ഡേ ആയിരുന്നു. അതാണ് എന്റെ ശബ്ദത്തിന് ഇത്ര ക്ഷീണം. ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ കാര്യങ്ങൾക്ക് നന്നായി കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തി തന്നെയാണ് പോകുന്നത്. എന്നോടൊപ്പം സംസാരിച്ചിരിക്കണം കേട്ടോ. പിന്നെ ബോട്ടണി ടോപ്പിക് കൂടിയാണല്ലോ. കാരണം നമുക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അല്ല. എന്നാലും ഞാൻ പരമാവധി ഇൻട്രസ്റ്റിംഗ് ആക്കിയാണ് സംസാരിക്കാറ്. എത്ര ബോറിംഗ് ടോപ്പിക് ആണെങ്കിലും എന്നാലും ഒന്ന് മാക്സിമം ശ്രദ്ധിക്കുക. നോക്കിക്കേ, കൺജോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുന്നത്. ചിലപ്പോ വാസ്കുലർ ബണ്ടിൽ ഇങ്ങനെ കാണാം, രണ്ടും കൂടി ഒരുമിച്ച് വരാം കേട്ടോ. ഇവിടെ സൈലോ ഫ്ലോയോ ഉണ്ട്. എവിടെയാ സൈലോ, എവിടെയാ ഫ്ലോയോ? ആർക്ക് ബുദ്ധി ഉപയോഗിച്ച് പറയാം? ഏത് ഭാഗമാണോ നിങ്ങൾക്ക് എക്സ് ആക്കാൻ പറ്റുന്നത് അവിടെ സൈലം. പി എന്ന് എഴുതുമ്പോ കണ്ടോ അതിന്റെ ആർച്ച്? പിയുടെ മുകൾ വശം കണ്ടോ ഇങ്ങനെ വളഞ്ഞ്? അപ്പൊ പിയുടെ മുകൾ വശം പോലെ ഇരിക്കുന്ന ഏത് ഭാഗമാണോ അത് ഫ്ലോയം. അപ്പൊ ഇവിടെ കാണുന്നത് ഫ്ലോയം, ഇവിടെ കാണുന്നത് സൈലം. ഇനി അത് തെറ്റില്ലല്ലോ. കൺജോയിന്റ് എന്ന് പറഞ്ഞ് എഴുതുന്നതിൽ വൈഡർ പാർട്ടിൽ കാണുന്നത് ഫ്ലോയം, നാരോ പാർട്ടിൽ കാണുന്നത് സൈലം. ഒന്നും കൂടി, കൺജോയിന്റ് എന്ന് പറഞ്ഞ് എഴുതുന്നതിൽ പറഞ്ഞേ, വൈഡർ പാർട്ടിൽ കാണുന്നത് ഫ്ലോയം, നാരോ പാർട്ടിൽ കാണുന്നത് സൈലം. ഭംഗിയായി കിട്ടിയോ അത്? ഇവിടെ തന്നെ, അത് ഇനി തെറ്റില്ല. അത് ഇവിടെ തന്നെ ഇതിനിടയിൽ കേംബിയം ഉണ്ടെങ്കിൽ, കേംബിയം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു മെരിസ്റ്റമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം ഈ കോൺസെപ്റ്റ്. ഇത് നന്നായി കേട്ടില്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങളുടെ കാര്യം പോക്കാണ്. പിന്നെ ബബ്ബ അടിക്കേണ്ടി വരും. ലാസ്റ്റ് ഞാൻ സെക്കൻഡറി ഗ്രോത്ത് പഠിപ്പിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. എന്നെ ശ്രദ്ധിച്ചിരുന്നേ. ഇതിനിടയിൽ കേംബിയം ഉണ്ടെങ്കിൽ, കേംബിയം സെക്കൻഡറി ഗ്രോത്തിനെ സഹായിക്കുന്നതാണെന്ന് സാറ് പറഞ്ഞല്ലോ. അപ്പൊ ഇതിനിടയിൽ കേംബിയം ഉണ്ടെങ്കിൽ ഇതിന് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കാൻ പറ്റും. വളർന്നുകൊണ്ടേയിരിക്കുന്നതിനെ
നമ്മൾ ഓപ്പൺ ടൈപ്പ് എന്നാണോ വിളിക്കുക, ക്ലോസ്ഡ് ടൈപ്പ് എന്നാണോ വിളിക്കുക? വളർന്നുകൊണ്ടേയിരിക്കുന്ന ഗ്രോത്തിനെ ഓപ്പൺ ടൈപ്പ് എന്നാണോ വിളിക്കുക, ക്ലോസ്ഡ് ടൈപ്പ് എന്നാണോ വിളിക്കുക? ഓപ്പൺ ടൈപ്പ്. അപ്പോ ഇതിനിടയിൽ കേന്ദ്രീയം ഉണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ഗ്രോത്ത് ആണ്? ഓപ്പൺ ടൈപ്പ് ഗ്രോത്ത് ആണ്. എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് തിരിച്ചു വരൂ. നോക്കിക്കേ, ഈ കേന്ദ്രീയം എവിടെ കാണുന്നതാണ്? ഇതൊരു ബണ്ടിലാണ് അല്ലെ? ബണ്ടിൽ. ആരുടെ ബണ്ടിൽ? വാസ്കുലർ ബണ്ടിൽ അല്ലെ? വെസലിന്റെ ബണ്ടിൽ. വാസ്കുലർ എന്ന് പറഞ്ഞാൽ വെസലിന്റെ ബണ്ടിൽ. ഇവിടെ സൈലം ഉണ്ട്, ഇവിടെ ഫ്ലോയോ ഉണ്ട്. ഈ വാസ്കുലർ ബണ്ടിലിന്റെ മറ്റൊരു പേരാണ് ഫാസിക്കിൾ. നിങ്ങൾ മസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, മസ്കുലർ സിസ്റ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ അതിനെ ഫാസിക്കിൾ എന്ന് വിളിക്കും. ഫാസിക്കിളിനകത്ത് കാണുന്ന കേന്ദ്രീയം, ഫാസിക്കിളിനകത്ത് കാണുന്ന കേന്ദ്രീയം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഇൻട്രാ ഫാസിക്കുലർ കേന്ദ്രീയം എന്നാണ്. കണ്ടോ? ഫാസിക്കിളിനകത്തുള്ള കേന്ദ്രീയം. സോ യു ക്യാൻ കോൾ ഇറ്റ് ആസ് വാട്ട് യു സേ ഇൻട്രാ ഫാസിക്കുലർ കേന്ദ്രീയം. അപ്പൊ ഇതിനെ ഏത് പേരിട്ട് വിളിക്കാം? ഇൻട്രാ ഫാസിക്കുലർ കേന്ദ്രീയം എന്ന് വിളിക്കാം. മനസ്സിലായോ? ഈ കേന്ദ്രീയത്തിനെ വിളിക്കുന്ന പേര് ഇൻട്രാ ഫാസിക്കുലർ കേന്ദ്രീയം എന്നാണ്. ശ്രദ്ധിക്കണേ എന്നെ, ഈ കേന്ദ്രീയത്തിനെ വിളിക്കുന്ന പേര് ഇൻട്രാ ഫാസിക്കുലർ കേന്ദ്രീയം എന്നാണ്. ഈ സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്ന സമയത്ത് ഈ ഒരു ബണ്ടിലിന്റെയും മറ്റൊരു ബണ്ടിലിന്റെയും ഇടയിൽ ഒരു കേന്ദ്രീയം ഉണ്ടായി വരിക. അത് ശരിക്കും പെരിസൈക്കിളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതൊക്കെ പിന്നെ പഠിപ്പിക്കും. കേന്ദ്രീയം ഉണ്ടായി വരും. ഇത് കണ്ടോ? ഒരു ഫാസിക്കിളിന്റെയും മറ്റൊരു ഫാസിക്കിളിന്റെ ഇടയിൽ ഉണ്ടായി വരുന്നത്. അപ്പൊ ഒരു ഫാസിക്കിളിന്റെയും മറ്റൊരു ഫാസിക്കിളിന്റെ ഇടയിൽ ഉണ്ടായി വരുന്നതിനെ നമ്മൾ എന്ത് കേന്ദ്രീയം എന്ന് വിളിക്കും? ഫാസിക്കിളിനകത്താണെങ്കിൽ ഇൻട്രാ ഫാസിക്കുലർ കേന്ദ്രീയം. അപ്പൊ രണ്ട് ഫാസിക്കിൾസിന് ഇടയിലാണെങ്കിൽ അത്, വേഗം പറ സമയം പോണു, രണ്ട് ഫാസിക്കിൾസിന് ഇടയിലാണെങ്കിൽ അത് പെട്ടെന്ന് പറയൂ, ഇന്റർ ഫാസിക്കുലർ കേന്ദ്രീയം. നോക്കി, ഈ ഇന്റർ ഫാസിക്കുലർ കേന്ദ്രീയം സീഡ്ലിംഗ് സ്റ്റേജിലെ ഉണ്ടോ? ഇന്റർ ഫാസിക്കുലർ കേന്ദ്രീയം സീഡ്ലിംഗ് സ്റ്റേജിലെ കാണുന്നുണ്ടോ, അതോ പിന്നെ ഉണ്ടായി വരുന്നതാണോ? ഈസ് ദാറ്റ് പ്രസന്റ് ഡ്യൂറിംഗ് ദ സീഡ്ലിംഗ് സ്റ്റേജ്? നോ. അപ്പൊ അത് പ്രൈമറി കേന്ദ്രീയം ആണോ സെക്കൻഡറി കേന്ദ്രീയം ആണോ? അപ്പൊ അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? സെക്കൻഡറി. അപ്പൊ നന്നായി ശ്രദ്ധിച്ച്, ഇൻട്രാ ഫാസിക്കുലർ കേന്ദ്രീയം സ്റ്റെമ്മിൽ നേരത്തെ തന്നെ ഉണ്ട്. അതെന്റെ എടുത്തു പറഞ്ഞെന്ന് പറയാം. ഇൻട്രാ ഫാസിക്കുലർ കേന്ദ്രീയം സ്റ്റെമ്മിൽ നേരത്തെ തന്നെ ഉണ്ട്. അപ്പൊ അതെന്താണ്? പ്രൈമറി കേന്ദ്രീയമാണ്, പ്രൈമറി മെരിസ്റ്റമാണ്. ഇന്റർ ഫാസിക്കുലർ കേന്ദ്രീയം സ്റ്റെമ്മിൽ പിന്നെയാണ് വരുന്നത്. അപ്പൊ അതെന്താണ്? സെക്കൻഡറി മെരിസ്റ്റമാണ്. അത്രയും ഭംഗിയായി ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഈ റിങ്ങിനെ ഇന്ററും ഇൻട്രയും, ഇന്ററും ഇൻട്രയും, ഇന്ററും ഇൻട്രയും ചേർന്നുണ്ടാവുന്ന റിംഗ് ആണ് KBL റിംഗ്. അബ്സല്യൂട്ട്ലി ഫൈൻ. അത്രയും നല്ല അബ്സല്യൂട്ട്ലി ക്ലിയർ ആയി കിട്ടിയോ? അപ്പൊ സ്റ്റെമ്മിലെ KBL റിംഗിൽ പ്രൈമറി മെരിസ്റ്റവും സെക്കൻഡറി മെരിസ്റ്റവും മാറി മാറി കാണും. ശ്രദ്ധിച്ച്, റൂട്ടിൽ അല്ല, ഞാൻ ഈ സെക്കൻഡറി ഗ്രോത്തിന്റെ കാര്യം പറയുമ്പോൾ അപ്പൊ അത് ഡൈക്കോട്ടാന്നുള്ള ബോധം ഉണ്ടല്ലോ അല്ലെ? മോണോക്കോട്ടിന് സെക്കൻഡറി ഗ്രോത്ത് പറയുകയേ വേണ്ട. അപ്പൊ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ അങ്ങനെ ഒരു ചോദ്യം ഇല്ല. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഇന്റർഫെസിക്കുലർ കേന്ദ്രീയം എന്നുള്ളൊരു ക്വസ്റ്റ്യനേ ഇല്ല. കാരണം മോണോക്കോട്ട് സ്റ്റെമ്മിൽ ഇന്റർഫെസിക്കുലർ കേന്ദ്രീയം എന്നുള്ളൊരു ക്വസ്റ്റ്യനേ ഇല്ല. കാരണം മോണോക്കോട്ട് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കില്ല. ഞാൻ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക്, സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് ഡൈക്കോട്ട് സ്റ്റെം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഡൈക്കോട്ട് റൂട്ടിൽ ശ്രദ്ധിച്ച് കേൾക്കണം, മുഴുവൻ KBL റിംഗും സെക്കൻഡറി ആണ്. അതായത് ഡൈക്കോട്ട് റൂട്ടിൽ ആരും ഇല്ല, ഇൻട്രാ ഫാസിക്കുലർ കേന്ദ്രീയവും ചെടിയിലെ കാണില്ല. അതിനർത്ഥം ഇന്റർ ഫാസിക്കുലർ കേന്ദ്രീയം, ഇനി ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ പുക പോകും. ഇന്റർ ഫാസിക്കുലർ കേന്ദ്രീയം ഓൾവേസ് സെക്കൻഡറി. ഇന്റർ ഫാസിക്കുലർ കേന്ദ്രീയം എപ്പോഴും സെക്കൻഡറി. ഇൻട്രാ സ്റ്റെം ആണെങ്കിൽ പ്രൈമറി, റൂട്ട് ആണെങ്കിൽ സെക്കൻഡറി. മനസ്സിലായോ? ഇൻട്രാ സ്റ്റെം ആണെങ്കിൽ പ്രൈമറി, റൂട്ട് ആണെങ്കിൽ സെക്കൻഡറി. KBL റിംഗ് സ്റ്റെമ്മിലാണെങ്കിൽ പ്രൈമറിയും സെക്കൻഡറിയും കൂടി ചേർന്നത്, റൂട്ടിലാണെങ്കിൽ സെക്കൻഡറി മാത്രം. ഇത്രയും നല്ല ഭംഗിയായി മനസ്സിലായോ ഇല്ലയോ? ഇത്രയും നല്ല അസലായി പിടികിട്ടിയോ ഇല്ലയോ എല്ലാവരും? ഇതൊക്കെ ഇതിനകത്ത് ഏറ്റവും കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അവരത് സ്റ്റേറ്റ്മെന്റ് ആയി ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. എല്ലാവർക്കും കിട്ടിയെന്നാണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. സർ ഒന്നുകൂടി പറയാമോ? പറയാലോ മോളെ?
ലാസ്റ്റ് പറഞ്ഞത് അത്ര മനസ്സിലായില്ല. അതിനെന്താ സാറ് പറഞ്ഞു തരാലോ മോനെ? സെക്കൻഡറി ഗ്രോത്ത് പറയുമ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇരിക്കട്ടോ. സാറ് സ്ക്രീൻ നോക്കാൻ പറയുമ്പോൾ നോക്കിയാൽ മതി. സെക്കൻഡറി ഗ്രോത്ത് പറയുമ്പോൾ സാറ് സംസാരിക്കുന്നത് ഡൈക്കോട്ടിന്റെ കാര്യമാണോ മോണോക്കോട്ടിന്റെ കാര്യമാണോ? അതാദ്യം പറയും. ഡൈക്കോട്ടിന്റെ കാര്യം. സെക്കൻഡറി സ്റ്റെം എടുത്താൽ സെക്കൻഡറി സ്റ്റെമ്മിൽ ഓൾറെഡി ആരുണ്ട്? ഇൻട്രാഫെസിക്കുലർ കേംബിയം ഉണ്ട്. സെക്കൻഡറി സ്റ്റെം എടുത്താൽ അതിൽ ഓൾറെഡി ആരുണ്ട്? കമന്റിക്ക് ഇൻട്രാഫെസിക്കുലർ കേംബിയം ഉണ്ട്. സമ്മതിച്ചേ? അപ്പൊ അവിടെ പക്ഷേ സെക്കൻഡറി ഗ്രോത്ത് വരണം. കേബിയൽ റിംഗ് കംപ്ലീറ്റ് ആവണം എന്നാണെങ്കിൽ ഇന്റർഫെസിക്കുലർ കേംബിയം കൂടി ഉണ്ടായി വരണ്ടേ? കേബിയൽ റിംഗ് കംപ്ലീറ്റ് ആവാൻ ഇന്റർഫെസിക്കുലർ കേംബിയം കൂടി ഉണ്ടായി വരണ്ടേ? യെസ്. അപ്പോ ഇന്റർഫെസിക്കുലർ കേംബിയം പുതിയതായി ഉണ്ടാവുന്നത് കൊണ്ട് അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? പറഞ്ഞേ. സെക്കൻഡറി. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡൈക്കോട്ട് സ്റ്റെം എടുത്തിട്ട് അതിന്റെ കേംബിയൽ റിംഗ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രൈമറി കുറച്ച് സെക്കൻഡറി, കുറച്ച് പ്രൈമറി കുറച്ച് സെക്കൻഡറി, കുറച്ച് പ്രൈമറി കുറച്ച് സെക്കൻഡറി, ഇങ്ങനെ മാറി മാറിയല്ലേ കാണാൻ പറ്റുക. ആ ഫാസിക്കിളിനകത്ത് കാണുന്നത് പ്രൈമറി, രണ്ട് ഫാസിക്കിൾസിന്റെ ഇടയിൽ സെക്കൻഡറി. സാറ് പറഞ്ഞത് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കാണുന്നത് സെക്കൻഡറി പ്രൈമറി, സെക്കൻഡറി പ്രൈമറി മാറി മാറി. മനസ്സിലായോ? അത്രയും ക്ലിക്ക് ചെയ്യുക. അത്ര ഉറപ്പായോ? 100%. ഇനി എല്ലാരും തിരിച്ചു വാ. റൂട്ടിലേക്ക് വന്നാൽ റൂട്ടിൽ കാണുന്ന അറേഞ്ച്മെന്റിനെ നമ്മൾ എല്ലാവരും സ്ക്രീനിലേക്ക് വാ. റൂട്ടിൽ കാണുന്ന അറേഞ്ച്മെന്റിനെ റേഡിയൽ അറേഞ്ച്മെന്റ് എന്നാ പറയുക. അതായത് സൈലോ ഫ്ലോയം വേറെ വേറെ. സൈലം ഒരു റേഡിയസിൽ അറേഞ്ച്ഡ് ആയിരിക്കും, ഫ്ലോയം വേറൊരു റേഡിയസിൽ അറേഞ്ച്ഡ് ആയിരിക്കും. അപ്പൊ അവിടെ എന്തേ ഇല്ല? ഫാസിക്കിളേ ഇല്ല. മനസ്സിലായോ? റൂട്ടില് കൺജോയിന്റ് അറേഞ്ച്മെന്റ് ഇല്ല. അത് ഓർക്കാൻ എളുപ്പമാണ്. റേഡിയൽ തുടങ്ങുന്നത് 6 വെച്ച്, റൂട്ട് തുടങ്ങുന്നത് 6 വെച്ച്. റൂട്ടിൽ വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തേക്കുന്നത്, അല്ലെ സൈലോം ഫ്ലോയും വാസ്കുലർ ടിഷ്യൂ അറേഞ്ച് ചെയ്തേക്കുന്നത് വാസ്കുലർ ബണ്ടിൽ ആയിട്ടല്ല, ഒറ്റ ബണ്ടിലായിട്ടല്ല, കൺജോയിന്റ് ആയിട്ടല്ല, വേറെ വേറെ റേഡിയയിലാണ്, വേറെ വേറെ വട്ടങ്ങളിലാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് റേഡിയൽ അറേഞ്ച്മെന്റ് എന്നാണ്. അത്ര ഓക്കെ ആയോ? അത്ര ഓക്കെ ആയോ? അങ്ങനെ വേറെ വേറെ സ്ഥലത്താണെങ്കിൽ ഒരു ഫാസിക്കിൾ അവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഫാസിക്കിൾ ഇല്ലെങ്കിൽ ഇൻട്രാഫെസിക്കുലർ കേംബിയം ആ സാധനത്തിനുണ്ടോ? അപ്പൊ മുഴുവൻ കേംബിയൽ റിംഗും എന്തായേ പറ്റൂ? മുഴുവൻ കേംബിയൽ റിംഗും എന്തായേ പറ്റൂ? ഇൻട്രാഫെസിക്കുലർ അവിടെ ഇല്ല. അപ്പൊ മൊത്തം കേംബിയൽ റിംഗ് ഇന്റർന്നല്ലടാ, മുഴുവന് സെക്കൻഡറി ആയേ പറ്റൂ. സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയിൽ പിന്നെ വരും, പക്ഷെ സെക്കൻഡറി ആയേ പറ്റൂ. മനസ്സിലായോ? എടാ അവിടെ ഇൻട്രാഫെസിക്കുലർ ഇല്ലാത്ത സ്ഥിതിക്ക് മുഴുവൻ കേംബിയൽ റിംഗും സെക്കൻഡറി ആയേ പറ്റൂ. എല്ലാവർക്കും മനസ്സിലായോ സാർ പറഞ്ഞത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചേ? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്, സമയം നന്നായി വലിയുന്നു. 4:20. അയ്യോ, ഇതാണ് ഈ ചാപ്റ്റർ ഒക്കെ എടുക്കാൻ നിന്നുള്ളൊരു പ്രശ്നം. നന്നായിട്ട് വലിയും. കാരണം കോൺസെപ്റ്റ് കിട്ടാൻ നല്ല പാടാ. പ്രത്യേകിച്ച് +1 ടോപ്പിക് അല്ലേ, നിങ്ങളെല്ലാം മറന്നിട്ടുണ്ടാവും. +2 തന്നെ ഓർമ്മയില്ല. അപ്പോഴാണ് കഴിഞ്ഞ വർഷം പഠിച്ച +1. താനെന്താ ഞങ്ങളെ കളിയാക്കാണ്? മറ്റേ പപ്പ ചോദിക്കുമ്പോൾ താനെന്താ തമാശ കളിക്കുകയാണ്? ശരി. ഇതാണ് റേഡിയൽ അറേഞ്ച്മെന്റ് കുഞ്ഞുങ്ങളെ. കണ്ടോ? സൈലോ ഫ്ലോയം. എപ്പോഴും പുറത്തുള്ളത് ഫ്ലോയമാണ്, അകത്തുള്ളത് സൈലാണ്. രണ്ടല്ലേ? റേഡിയൽ അറേഞ്ച്മെന്റ് ആരിലാ കാണുക? റൂട്ടിലാണോ സ്റ്റെമ്മിലാണോ? റൂട്ട്സിലാണ് കാണുക. കൺജോയിന്റ് ടൈപ്പ് ആരിലാ കാണുക? റൂട്ടിലാണോ ഷൂട്ടിലാണോ? കൺജോയിന്റ് ഷൂട്ടില്, സ്റ്റെമ്മില്. അപ്പൊ ലീവ്സിലും കാണുന്നത് കൺജോയിന്റ് ആണ്. അടുത്തതിലേക്ക് പോകുന്നു. ഇനി എളുപ്പമാണ്. നമുക്ക് ഈ മോണോക്കോട്ടിന്റെയും ഡൈക്കോട്ടിന്റെ അനാറ്റമി ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. വേറെ വലിയ കാര്യമൊന്നുമില്ല, എളുപ്പമാണ്. We can just compare the anatomy of monocots and dicots and we can study. Okay. അത് ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തരും, അപ്പൊ തന്നെ നിങ്ങൾക്ക് അങ്ങ് കിട്ടിക്കോളും. നോക്കാം. ഡൈക്കോട്ട് റൂട്ട് നമ്മൾ സൺഫ്ലവറിന്റെ ക്രോസ് സെക്ഷൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വിച്ച് ആർ ദ ലെയേഴ്സ് പറയാൻ പോകുന്നു. ഒന്നാമത്തേത് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു എന്തായിരിക്കും? സിംഗിൾ ലെയർ ആയിരിക്കും. റൂട്ടിന്റെ എപ്പിഡെർമിസിനെ വിളിക്കുന്ന പേരാണ് എപ്പിബ്ലമ. ഐ റിപ്പീറ്റ്, റൂട്ടിന്റെ എപ്പിഡെർമിസിനെ വിളിക്കുന്ന പേരെന്താണ്?
എപ്പിബ്ലമ. എപ്പിബ്ലമയ്ക്ക് താഴെ 3 to 4 ലെയേഴ്സ് ഓഫ് സെൽസ് ഉണ്ട്, പാരങ്കൈമാറ്റ സെൽസ് ഉണ്ട്. അതിനെ കോർട്ടക്സ് എന്ന് വിളിക്കും. കോർട്ടക്സിന്റെ താഴെ എൻഡോഡെർമിസ് എന്ന് വിളിക്കും. ഇത് നമ്മൾ ആ പാത്വേ പഠിച്ച അതേ സാധനമാണ്, വേറെ ഒന്നുമില്ല. എപ്പിഡെർമിസ് കഴിഞ്ഞ് കോർട്ടക്സ്, കോർട്ടക്സ് കഴിഞ്ഞ് എൻഡോഡെർമിസ്. തൊട്ടടുത്ത വാക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താണ് സ്റ്റീൽ? പെരിസൈക്കിളിനകത്ത് കാണുന്ന എല്ലാത്തിനെയും കൂടി ചേർത്ത് ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സ്റ്റീൽ. കഴിഞ്ഞു. എപ്പിഡെർമിസ് സിംഗിൾ ലെയർ ആണ്, ഔട്ടർമോസ്റ്റ് ആണ്, യൂണിസെല്ലുലർ റൂട്ട് ലെയേഴ്സ് ഉണ്ട്. കോർട്ടക്സ് എന്ന് പറയുന്നത് സെവറൽ ലെയേഴ്സ് ആണ്, പാരങ്കൈമ സെൽസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി. പാരങ്കൈമ സെൽസ് ആണെങ്കിൽ അതിനകത്ത് സ്പേസ് ഉണ്ട്. ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോഡെർമിസ്. റൂട്ട് ആണോ എൻഡോഡെർമിസിൽ ആര് കാണും കുഞ്ഞുങ്ങളെ? സുബറിൻ ഡെപ്പോസിറ്റ്സ് കാണും. ആ സുബറിൻ ഡെപ്പോസിറ്റ്സിനെ വിളിക്കുന്ന പേര് കാസ്പേരിയൻ സ്ട്രിപ്സ്. ഷൂട്ട് സിസ്റ്റത്തിലാണെങ്കിൽ എൻഡോഡെർമിസിന് എന്താ കാണുക? പറഞ്ഞു, അതാര് പറയും? ഷൂട്ട് സിസ്റ്റത്തിലാണെങ്കിൽ എൻഡോഡെർമിസിൽ ആരാ കാണുക? അതാര് പറയും? ഷൂട്ട് സിസ്റ്റത്തിലാണെങ്കിൽ എന്താണ് കാണുക എൻഡോഡെർമിസിൽ? ഹു ക്യാൻ സ്പീക്ക്? സ്റ്റാർച്ച് ഗ്രാനുൾസ്, സ്റ്റാർച്ച് ഷീറ്റ് ആണ് കാണുക. എൻഡോഡെർമിസ് റൂട്ടിലാണെങ്കിലും ഷൂട്ടിലാണെങ്കിലും കട്ടിയുള്ളതാണ്. ഷൂട്ട് സിസ്റ്റത്തിലെ എൻഡോഡെർമിസിൽ സ്റ്റാർച്ച് ഷീറ്റ് കാണും. റൂട്ട് സിസ്റ്റത്തിലെ എൻഡോഡെർമിസിൽ സുബറിൻ ഡെപ്പോസിറ്റ്സ് കാണും. ഇതൊക്കെ മൈന്യൂട്ട് പോയിന്റ്സ് ആണ്. പക്ഷെ ഈ മൈന്യൂട്ട് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. വലിയ വലിയ പോയിന്റ്സ് ഒക്കെ പുസ്തകത്തിൽ നേരിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭംഗിയായിട്ട് ഓർക്കും. ഇങ്ങനത്തെ കുനുക്കു സാധനങ്ങളാണ് പണി തരിക. മൂവിങ്. സ്റ്റീൽ സാർ പറഞ്ഞു, എൻഡോഡെർമിസിനകത്ത് കാണുന്ന എല്ലാം കൂടി ചേർത്തിട്ടാണ് സ്റ്റീൽ എന്ന് വിളിക്കുക. ഏതൊക്കെയുള്ളത്? പെരിസൈക്കിൾ ഉണ്ട്, പിത്ത് ഉണ്ട്, കൺജക്റ്റീവ് ടിഷ്യൂ. ഈ കൺജക്റ്റീവ് ടിഷ്യൂ ഏതാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ആദ്യം റേ പാരങ്കൈമാറ്റ സെൽസ് എന്ന് പഠിച്ചില്ലേ? നമ്മൾ ആദ്യം റേ പാരങ്കൈമാറ്റ സെൽസ് എന്ന് പഠിച്ചില്ലേ? ഏത്? നമ്മുടെ റേഡിയൽ കണ്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്. ആ റേഡിയൽ കണ്ടക്ഷന് വേണ്ടിയിട്ടുള്ള ടിഷ്യൂസിനെയാണ് കൺജക്റ്റീവ് ടിഷ്യൂസ് എന്ന് വിളിക്കുക. വേറെ ഒന്നുമില്ല. പിന്നെ വാസ്കുലർ ബണ്ടൽസ്, റൈറ്റ്? പെരിസൈക്കിൾ പഠിക്കുമ്പോൾ ഇപ്പൊ തന്നെ വ്യത്യാസം പഠിച്ചു നോക്കിയേ. സാറിന് നന്നായി ശ്രദ്ധിച്ചേ. പെരിസൈക്കിളിൽ നിന്ന് 2 സാധനങ്ങളാണ് വരിക. ലാറ്ററൽ റൂട്ടും വരും, വാസ്കുലർ കേമ്പിയവും വരും. പഠിച്ചത് ഓർമ്മയുണ്ടോ? ആദ്യം സാർ ഇന്റർഫസിക്കുലർ കേമ്പിയം പഠിപ്പിച്ചപ്പോ പറഞ്ഞത് ഇന്റർഫസിക്കുലർ കേമ്പിയം വരുന്നത് പെരിസൈക്കിളിൽ നിന്നാണ്. ഇതാ ഞാൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറയുന്ന ഓരോ വാക്കും പോയിന്റ് ആണ്. ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇന്റർഫസിക്കുലർ കേമ്പിയം വരുന്നത് പെരിസൈക്കിളിൽ നിന്നാണ്. അതൊക്കെയാണ് റോൾ. പെരിസൈക്കിളിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് ലാറ്ററൽ റൂട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ റോൾ എന്ന് പറയുന്നത് എന്താ? ഇന്റർഫസിക്കുലർ കേമ്പിയം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേട്ടോ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മോണോകോട്ടും ഡൈക്കോട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ കിട്ടിയില്ല. എന്താ സർ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മോണോകോട്ടും ഡൈക്കോട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ കിട്ടിയില്ല. എന്താ? മോണോകോട്ടിന് സെക്കൻഡറി ഗ്രോത്ത് ഇല്ലല്ലോ, ഇന്റർഫസിക്കുലർ കേമ്പിയം അപ്പൊ ഉണ്ടാവില്ലല്ലോ. അപ്പോ ഒന്നാമത്തെ വ്യത്യാസം എന്താ? ഡൈക്കോട്ടിലെ പെരിസൈക്കിളിൽ നിന്ന് ലാറ്ററൽ റൂട്ടും വരും, ഇന്റർഫസിക്കുലർ കേമ്പിയവും വരും. പക്ഷെ മോണോകോട്ടിലെ പെരിസൈക്കിളിൽ നിന്ന് എന്ത് മാത്രമേ വരൂ? ലാറ്ററൽ റൂട്ട് മാത്രമേ വരൂ. ഇങ്ങനെ ഇപ്പോഴേ കമ്പയർ ചെയ്ത് പഠിച്ചു പോകണം. നിങ്ങളുടെ പ്രശ്നം കമ്പയർ ചെയ്ത് പഠിക്കില്ല, ഓരോന്നെടുത്ത് കാണാതെ പഠിക്കും. അപ്പോഴാണ് പണി കിട്ടുന്നത്. ആദ്യത്തെ സാധനം പഠിക്കുമ്പോൾ തന്നെ മറ്റവനുമായി കമ്പയർ ചെയ്ത് പഠിച്ചു പോകണം. അപ്പൊ ഒന്നാമത്തെ വ്യത്യാസം കിട്ടിയല്ലോ ഡൈക്കോട്ടും മോണോകോട്ടും തമ്മിൽ. ഒന്നും കൂടി. ഡൈക്കോട്ടിന്റെ പെരിസൈക്കിളിൽ നിന്ന് ഡാഷും വരും, മോണോകോട്ടിന്റെ പെരിസൈക്കിളിൽ നിന്ന് ഡാഷ് മാത്രമേ വരൂ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കാം, ഈ 2 പെരിസൈക്കിളിനും, മോണോകോട്ടിന്റെ പെരിസൈക്കിളിനും ഡൈക്കോട്ടിന്റെ പെരിസൈക്കിളിനും കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താ? ഒന്ന് കമന്റ് ചെയ്തു. ഡൈക്കോട്ടിന്റെ പെരിസൈക്കിളിനും മോണോകോട്ടിന്റെ പെരിസൈക്കിളിനും കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താ? ഒന്ന് കമന്റ് ചെയ്തു. ഡൈക്കോട്ടിന്റെ പെരിസൈക്കിളിനും മോണോകോട്ടിന്റെ പെരിസൈക്കിളിനും കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാ? കമന്റ് ചെയ്തു. ആഹാ, എന്ത് ഇനിഷ്യേറ്റ് ചെയ്യാന്നുള്ളതാ? ഇപ്പൊ പറഞ്ഞു. വേഗം പറ, സമയം പോണു. ഹലോ, കിളി പോയോ? എടോ, ലാറ്ററൽ റൂട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത് എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ ആണോ അതോ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നത്
പോയിന്റ് ക്ലിയർ ആവുന്നില്ലേ? ബുദ്ധിമുട്ടാണോ? ക്ലാരിറ്റി കിട്ടുന്നില്ലേ? ക്ലിയർ ആണ്. പിന്നെ എന്താ ആൻസർ പറയാത്തെ? എന്തിനാ മടി പിടിക്കണേ? സാർ ആവശ്യത്തിന് സമയം തരുന്നുണ്ടല്ലോ കമന്റ് ചെയ്യാൻ. എന്നോടൊപ്പം പറഞ്ഞു പഠിക്കുക, എന്നാലേ മനസ്സിലാവൂ. ഈ ചാപ്റ്റർ ഇങ്ങനെ കാണാതെ പഠിക്കാനുള്ളതാ. ഇങ്ങനെ കാണാതെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന് സാറിന് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? 2 or 3 തവണ പറഞ്ഞു തരാം. പിന്നെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്താം. അതിലപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. സാർ ഇപ്പൊ എന്താ ചെയ്യാ? വലിയ കോൺസെപ്റ്റ് ഒന്നും ഇതിൽ മനസ്സിലാക്കാനില്ല. അത് കാരണം ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് എന്നോടൊപ്പം ചേർന്ന് പഠിക്കുക. രണ്ടാമത്തേത് പിത്ത്. ഈ പിത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒത്ത നടുക്കുള്ള ഭാഗം. മോണോകോട്ടിന്റെ പിത്തും ഡൈക്കോട്ടിന്റെ പിത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഡൈക്കോട്ടിന്റെ പിത്ത് സ്മോൾ ഓർ ഇൻകൺസ്പീഷ്യസ് ആണ്. ഡൈക്കോട്ടിന്റെ പിത്ത് സ്മോൾ ഓർ ഇൻകൺസ്പീഷ്യസ് ആണ്. അറിയില്ലാത്ത ആൾക്കാർ ഇപ്പൊ തന്നെ ഈ വ്യത്യാസങ്ങൾ എഴുതിയെടുത്തോളണം. അതേസമയം മോണോകോട്ടിന്റെ പിത്ത് എന്ന് പറഞ്ഞാൽ ലാർജ് ആണ്. ഡൈക്കോട്ടിന്റെ പിത്ത് ഒത്ത നടുക്കുള്ള ഭാഗം സ്മോൾ ഓർ ഇൻകൺസ്പീഷ്യസ് ആണ്. മോണോകോട്ടിന്റെ പിത്ത് ലാർജ് ആണ്. മോണോകോട്ട് ഇപ്പൊ കാണിച്ചു തരാം. ഇനി സെക്കൻഡറി ഗ്രോത്ത് ഇല്ല, സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്, അത് സംസാരിച്ചു. കൺജക്റ്റീവ് ടിഷ്യൂ ഒക്കെ രണ്ടുപേരിലും ഒരുപോലെ തന്നെ. വാസ്കുലർ ബണ്ടിലാണ് അടുത്ത സംഗതി. ഡൈക്കോട്ടിൽ 2 to 6 വാസ്കുലർ ബണ്ടിൽസേ കാണും. നമ്മൾ അതിനെ ഹെക്സാർക്ക് എന്നാണ് വിളിക്കുക. അതേസമയം മോണോകോട്ടില് മോർ ദാൻ 6 കാണും. മോണോകോട്ടിൽ കാണുന്നതിന് പോളിയാർക്ക് എന്ന് വിളിക്കും. അപ്പൊ ഡൈക്കോട്ടും മോണോകോട്ടും തമ്മിലുള്ള വ്യത്യാസം പിടികിട്ടിയല്ലോ. ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പിടികിട്ടിയല്ലോ. നന്നായി മനസ്സിലായല്ലോ. ഒന്നുകൂടി പറയാം. മോണോകോട്ട് റൂട്ടിൽ പെരിസൈക്കിളിൽ നിന്ന് ലാറ്ററൽ റൂട്ട് മാത്രമേ വരൂ. ഡൈക്കോട്ടിൽ അങ്ങനെയല്ല, ലാറ്ററൽ റൂട്ടും വരും, ഇന്റർഫെസ്കുലർ കേന്ദ്രവും വരും. മോണോകോട്ടിന്റെ പിത്ത് എന്ന് പറയുന്നത് ലാർജ് ആണ്, വെൽ ഡെവലപ്ഡ് ആണ്. ഡൈക്കോട്ടിന്റെ പിത്ത് എന്ന് പറയുന്നത് സ്മോൾ ആണ്, ഇൻകൺസ്പീഷ്യസ് ആണ്. കൺജക്റ്റീവ് ടിഷ്യൂവിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ വാസ്കുലർ ബണ്ടിൽസിന്റെ കാര്യം പറയൂ. ഡൈക്കോട്ടിൽ 2 മുതൽ 6 വരെ വാസ്കുലർ ബണ്ടിൽസ് കാണുക. നമ്മൾ അതിനെ ഹെക്സാർക്ക് എന്ന് വിളിക്കും. അതേസമയം മോണോകോട്ടിലോ 6ൽ കൂടുതൽ കാണും. അതിനെ എന്ത് വിളിക്കും? പോളിയാർക്ക് എന്ന് വിളിക്കും. ഇതെല്ലാം സാർ പറഞ്ഞു. 2 to 4 എന്നാണ് NCERT വിട്ടേക്ക്. 2 to 6 ആണ് ശരി. 2 to 4 പുസ്തകം പറയുന്ന അങ്ങനെ ഇരുന്നോട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞു. എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ് വേറെ എല്ലാം ഒരുപോലെയാണ്. മോർ ദാൻ 6 ആണ്. പിത്ത് ലാർജ് ആണ്, വെൽ ഡെവലപ്ഡ് ആണ്. സെക്കൻഡറി ഗ്രോത്ത്. റൂട്ടിന്റെ കമ്പാരിസൺ ഭംഗിയായി മനസ്സിലായോ? ഡയഗ്രം ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര കിട്ടി കാണില്ല. അത് നമുക്ക് പിന്നെ പോയി ഭംഗിയായി നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. റൂട്ടിന്റെ ഡിഫറൻസസ് കമ്പാരിസൺ എല്ലാവർക്കും നന്നായി മനസ്സിലായോ? മനസ്സിലുണ്ടോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ശരി. അടുത്തത് ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോകോട്ട് സ്റ്റെം. ഇതുപോലെ തന്നെ ഞാൻ ഓരോ ലെയേഴ്സായി പറയാൻ പോവാണ് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഡൈക്കോട്ട് സ്റ്റെം പറയുമ്പോൾ ആദ്യം പറയേണ്ടത് എപ്പിഡെർമിസ് ആണ്. പ്രധാന വ്യത്യാസം പിടിച്ചോ. എപ്പിഡെർമിസിന്റെ മെയിൻ ഡിഫറൻസ് എന്താ? ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ട്രൈക്കോംസ് ഉണ്ട്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ട്രൈക്കോംസ് ഉണ്ട്. ട്രൈക്കോം എന്ന് പറഞ്ഞാൽ മൾട്ടി സെല്ലുലർ ആണ്, സെക്രീറ്ററി ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട്. കണ്ടോ ഇവിടെ ട്രൈക്കോംസ് കാണിച്ചേക്കുന്നതുണ്ടോ? പക്ഷേ എവിടെ ഇല്ല? മോണോകോട്ട് സ്റ്റെമ്മിൽ ട്രൈക്കോംസ് ഇല്ല. ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ട്രൈക്കോം, ഇത് അറിയാത്ത പിള്ളേർ എഴുതി എടുത്തോട്ടോ, കുഴപ്പമില്ല. ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടില്ല. ടെക്സ്റ്റിൽ കമ്പയർ ചെയ്ത് കൊടുത്തിട്ടില്ല. ഓരോന്നും തിയറി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് പാടാണ് മനസ്സിലാക്കാൻ. കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പണി കഴിയും. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ട്രൈക്കോംസ് ഉണ്ട്, മോണോകോട്ട് സ്റ്റെമ്മിൽ ട്രൈക്കോംസ് ഇല്ല. ഇനി ഈ എപ്പിഡെർമിസിന് താഴെ കാണുന്ന ഒരു ലെയർ ആണ് ഹൈപ്പോഡെർമിസ്. അറിയാലോ, കോർട്ടെക്സിന്റെ 3 സബ് ലെയർ, ഹൈപ്പോഡെർമിസ്, കോർട്ടിക്കൽ ലെയേഴ്സ് ആൻഡ് എൻഡോഡെർമിസ്. ആ ഹൈപ്പോഡെർമിസിലേക്ക് വന്നാൽ എളുപ്പമാണ്. ഡൈക്കോട്ടിന്റെ കോലൻ കൈമാറ്റസ് ആണ്, മോണോകോട്ടിന്റെ സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. ഡൈക്കോട്ടിന്റെ ക്ലോറൻ കൈമാറ്റസ് ആണ്, മോണോകോട്ടിന്റെ സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. ഓക്കെ. ഡൈക്കോട്ടിന്റെ ഹൈപ്പോഡെർമിസ് കോലൻ കൈമാറ്റസ് ആണ്, മോണോകോട്ടിന്റെ ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. കഴിഞ്ഞല്ലോ. ഡൈക്കോട്ടിൽ സ്റ്റീല് ഭയങ്കര ഡിഫറൻഷിയേറ്റഡ് ആണ്.
ഡൈക്കോട്ടിന്റെ സ്റ്റീൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. നമുക്ക് പെരിസൈക്കിൾ, വാസ്കുലർ ബണ്ടൽ, മെഡലറി സ്പ്ലിറ്റ് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. മോണോകോട്ടിന്റെ സ്റ്റീൽ ഡിഫറൻഷിയേറ്റഡ് അല്ല. അതാണ് വ്യത്യാസം. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് ആണ്. വേറെ അങ്ങനെ വലിയ വമ്പൻ പോയിന്റ്സ് ഒന്നും തന്നെ പറയാനില്ല. ഇതെല്ലാം നമ്മൾ സംസാരിച്ചതാണ്. ബണ്ടൽ ഷീറ്റ് സെല്ലിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ബുള്ളിഫോം സെൽസ് ഒക്കെ അവിടെ പഠിക്കുന്നതാണ്. ഇത്രയുമാണ് വ്യത്യാസം. ഇത് മാത്രമാണ് ആകെയുള്ള ഡിഫറൻസ്. ഇത്രയും വ്യത്യാസങ്ങൾ മനസ്സിലുണ്ടോ? സാർ ഒന്നും കൂടി പറഞ്ഞു തരാം. അറിയില്ലാത്ത കുട്ടികൾ എഴുതിയെടുത്തേ, എന്നിട്ട് അത് മനസ്സിലുണ്ടോ നോക്കിയേ. ആർക്കാണ് ഞാൻ ചോദിക്കാം, ഒന്ന് പറഞ്ഞേ, ആർക്കാ ട്രൈക്കോം ഉള്ളത്? അപ്പൊ ഇല്ലാത്തത് ആർക്കാന്ന് അറിയാലോ. ആർക്കാ ട്രൈക്കോം ഉള്ളത്? കമന്റ് ചെയ്തേ. ട്രൈക്കോം ഉള്ളത് ആർക്കാ? ഡൈക്കോട്ട് സ്റ്റെമ്മിന്. ശരി, ഹൈപ്പോഡെർമിസ് പറയണം കേട്ടോ. കോളൻ കൈമാറ്റസ് ആരുടെയാണ്? കോളൻ കൈമാറ്റസ് ആരുടെയാണ്? ഹൈപ്പോഡെർമിസ്. കോളൻ കൈമാറ്റസ് ആരുടെയാണ്? ഡൈക്കോട്ടിന്റെ. അപ്പോ മോണോകോട്ടിന്റെ ഹൈപ്പോഡെർമിസ് എന്താണ്? മോണോകോട്ടിന്റെ ഹൈപ്പോഡെർമിസ് എന്താണ്? സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. പിന്നെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞു സ്റ്റെലാർ കമ്പണന്റും എക്സ്ട്രാ സ്റ്റെലാർ കമ്പണന്റും തിരിച്ചറിയാൻ പറ്റില്ല. മെയിൻ കാരണം ഇതാ, കണ്ടോ? വാസ്കുലർ ബണ്ടൽസ് ചുമ്മാ ചെതറി കിടക്കുന്നത് കണ്ടോ മോണോകോട്ടില്. അതേസമയം ഡൈക്കോട്ടിൽ അങ്ങനെയല്ലായിരുന്നു. ഡൈക്കോട്ടില് കൺജോയിന്റ് അറേഞ്ച്മെന്റ് ആണ്. ഡൈക്കോട്ടിൽ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഹാവിംഗ് കൺജോയിന്റ് അറേഞ്ച്മെന്റ്. ഡൈക്കോട്ടിലുള്ളത് കൺജോയിന്റ് അറേഞ്ച്മെന്റ് ആണ്. മോണോകോട്ട് അപ്പൊ ഇവിടെ സ്റ്റീല് കറക്റ്റ് ആയിട്ട് കാണാം. മോണോകോട്ടിൽ അങ്ങനെയല്ല, വെറുതെ ഗ്രൗണ്ട് ടിഷ്യൂവിൽ സ്കാറ്റേർഡ് ആണ്. അത് കാരണം എക്സ്ട്രാ സ്റ്റെലാർ കമ്പണന്റും സ്റ്റെലാർ കമ്പണന്റും തിരിച്ചറിയാൻ പറ്റില്ല. ഇനി ലീഫിന്റെ ഡിഫറൻസസിലേക്ക് പോവാണ് കേട്ടോ. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഡിഫറൻസസ് ഇൻ ലീഫ്. അതും സാർ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഡിഫറൻസ് വെച്ച് പഠിച്ചാൽ മതി, അതാണ് എളുപ്പം. ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ഡിഫറൻസസ് കയ്യിൽ നോട്ട്സ് ആയിട്ട് ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഞാൻ പറയുന്ന സാധനം എഴുതിയെടുക്കണം. പിന്നെ ലീഫിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, എളുപ്പമുള്ള ചില കുഞ്ഞു കുഞ്ഞു സാധനങ്ങളേ ഉള്ളൂ. ആദ്യം തന്നെ വീനേഷൻ പറയാം. അത് പറഞ്ഞു, മെയിൻ വീനേഷൻ പറഞ്ഞു, മെയിൻ ഡിഫറൻസ് പറഞ്ഞു. വീനേഷനിലെ മെയിൻ ഡിഫറൻസ് പറയും. ഏതാണ് റെറ്റിക്കുലർ, ഏതാണ് പാരലൽ? ഇന്നലെ പഠിപ്പിച്ചു. ഡോക്ടർ വിഡ്ബി അല്ലെ. ഡൈക്കോട്ടിൽ കാണുന്നത് റെറ്റിക്കുലേറ്റ് വീനേഷനും മോണോകോട്ടിൽ കാണുന്നത് പാരലൽ വീനേഷനും. ശരി, 3 ലെയേഴ്സ് ഉള്ളത്. എപ്പിഡെർമിസ്, മീസോഫിൽ, വാസ്കുലർ. വ്യത്യാസങ്ങൾ ഓരോന്നായി പറഞ്ഞാൽ സാർ ഇങ്ങനെ ഓരോ ഡിഫറൻസസ് ആയി പറയാം. ഒന്ന്, എടോ ഡൈക്കോട്ട് ലീഫിന് 2 സർഫസസ് ഉണ്ട്. അബേക്സിയൽ സർഫസും അഡേക്സിയൽ സർഫസും. അപ്പർ സർഫസിനെ അഡേക്സിയൽ സർഫസ് എന്നും ലോവർ സർഫസിനെ അബേക്സിയൽ സർഫസ് എന്നും വിളിക്കും. Upper surface is called the adaxial surface and the lower surface is called the abaxial surface. Agree? Agree? So adaxial surface and abaxial എങ്ങനെ ഓർക്കും? Baxial is the basal. Baxial base. Base എന്ന് പറഞ്ഞാൽ താഴെ. അപ്പൊ താഴെ വരുന്നത് അബേക്സിയൽ, മുകളിൽ വരുന്നത് അഡേക്സിയൽ. അങ്ങനെ ഓർത്താൽ മതി. ഒന്നും കൂടി, താഴെ വരുന്നത് അബേക്സിയൽ, മുകളിൽ വരുന്നത് അഡേക്സിയൽ. അങ്ങനെ ഓർത്താൽ മതി, കുഴപ്പമില്ലല്ലോ. ഇനി ക്യൂട്ടിക്കൽ കൺസ്പീഷ്യസ് ആണ്, അത്ര ഡെവലപ്ഡ് അല്ല. ഡൈക്കോട്ടിന്റെ സ്റ്റൊമേറ്റ എങ്ങനെയാ വരിക? ടെറസ്ട്രിയൽ പ്ലാന്റ് ആണെങ്കിൽ സ്റ്റോമ വരുന്നത് താഴത്തും, അക്വാട്ടിക് പ്ലാന്റ് ആണെങ്കിൽ സ്റ്റോമ കൂടുതൽ വരുന്നത് മുകളിലുമാണ്. റീസൺ എന്താണെന്ന് അറിയാലോ? ടെറസ്ട്രിയൽ പ്ലാന്റിലെ സ്റ്റോമ മുകളിൽ വന്നാൽ എന്താ സംഭവിക്കുക? സൺലൈറ്റ് വന്നിട്ട് ട്രാൻസ്പിറേഷൻ ലോസ് കൂടുതലായിരിക്കും. അക്വാട്ടിക് പ്ലാന്റ്സിലെ സ്റ്റോമ താഴത്ത് വന്നാൽ എന്താ സംഭവിക്കുക? താഴത്ത് വെള്ളത്തിനോട് ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിന് ഗേസസ് എക്സ്ചേഞ്ച് നടത്താൻ പറ്റില്ല അല്ലെ? അക്വാട്ടിക് പ്ലാന്റ്സിന്റെ ഇലയുടെ താഴത്തെ വശം വെള്ളത്തിനോട് മുട്ടിയല്ലേ ഇരിക്കുക, അതുകൊണ്ട് അത് മുകളിലായിരിക്കും വരിക. അടുത്തത് മോട്ടോർ സെൽസ് അല്ലെങ്കിൽ ബുള്ളിഫോം സെൽസ് ആരിലാ കാണുന്നത്? മോണോകോട്ടിലാണ് കാണുന്നത്, അപ്പർ സർഫസിൽ കാണും. അതാണ് അടുത്ത വ്യത്യാസം. റൈറ്റ്. അപ്പൊ ഒന്നാമത്തേത് സാറ് പറഞ്ഞു ഡൈക്കോട്ട് ഡോർസിവെൻട്രൽ ആണ്, അതേസമയം മോണോകോട്ട് ഐസോബൈലാറ്ററൽ ആണ്. സ്റ്റൊമേറ്റയുടെ കാര്യം സാറ് സംസാരിച്ചു. ഡൈക്കോട്ട് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എടുത്താൽ ഹൈപ്പോസ്റ്റൊമാറ്റിക് ആണ്, താഴത്താണ് കാണുക. അതേസമയം മോണോകോട്ടിനെ സംബന്ധിച്ച് ആംഫി സ്റ്റൊമാറ്റിക് ആണ്. ആംഫി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഒരുപോലെയാണ് കാണുക. ബുള്ളിഫോം സെൽസ് കാണുന്നത് മോണോകോട്ടിലാണ്, ഇപ്പുറത്ത് ബുള്ളിഫോം സെൽസ് ഇല്ല. ആരില്ല? ഡൈക്കോട്ടില് ബുള്ളിഫോം സെൽസ് ഇല്ല. ഡൈക്കോട്ടിന്റെ പാരങ്കൈമ എടുത്ത് 2 തരം കാണാം.
തൂണ് പോലെ ഇരിക്കുന്ന പാലിസൈഡ് പാരൻകൈമയും സ്റ്റൊമേറ്റോയ്ക്ക് ചുറ്റും എയർ കളക്ട് ചെയ്യാനായി കാണുന്ന സ്പോഞ്ചി പാരൻകൈമയും. ഇങ്ങനെ ഒരു ഡിവിഷൻ ആരിൽ കാണില്ല? മോണോകോട്ട് ലീഫിൽ കാണില്ല. ഇൻ ദ മോണോകോട്ട് ലീഫ് യു വിൽ നോട്ട് ഫൈൻഡ് എ ഡിവിഷൻ ലൈക്ക് പാലിസൈഡ് പാരൻകൈമ ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. മോണോകോട്ടിൽ എന്ത് കാണില്ല? പാലിസൈഡ് പാരൻകൈമ അതുപോലെ സ്പോഞ്ചി പാരൻകൈമ എന്നുള്ള ഒരു ഡിവിഷൻ കാണില്ല. ഓക്കെ, ദെൻ വെയിൻസിന്റെ കാര്യം പറഞ്ഞാൽ സാർ ഓൾറെഡി പറഞ്ഞു. റെറ്റിക്കുലേറ്റ് ആരിലാണ്, പാരലൽ ആരിലാണ് സംസാരിച്ചു. അതൊന്നും ഇനി പറഞ്ഞ സമയം കളയണ്ട. എല്ലാം നമ്മൾ പറഞ്ഞു. ഇത്ര ഓക്കെ ആണോ? ലീഫിന്റെ ഡിഫറൻസസ് ഓക്കെ ആണോ? സെക്കൻഡറി ഗ്രോത്ത് ടോപ്പിക്കിലേക്ക് സാർ പൊക്കോട്ടെ. ഇത്രയും ഭംഗിയായി മനസ്സിലായി എന്നാണെങ്കിൽ സെക്കൻഡറി ഗ്രോത്ത് നിങ്ങൾക്ക് പുല്ലുപോലെ മനസ്സിലാവും. ഇത്രയും നിങ്ങൾക്ക് നന്നായി കിട്ടിയെന്നാണെങ്കിൽ സെക്കൻഡറി ഗ്രോത്ത് ടോപ്പിക് ഇമ്പോർട്ടന്റ് എന്നല്ല, പ്രശ്നക്കാരനേ അല്ല, നല്ല എളുപ്പമാണ്. ഇത്ര എല്ലാവർക്കും കിട്ടിയോ ഇല്ലയോ? എല്ലാവരും ഒന്ന് പറഞ്ഞ് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ സർ എന്നൊന്ന് കമന്റ് ചെയ്തേ. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ക്ലിയർ സർ എന്നൊന്ന് കമന്റ് ചെയ്യൂ. വേഗം വേഗം വേഗം. ഓക്കെ, സെക്കൻഡറി ഗ്രോത്തിൽ വരുന്നത് രണ്ട് ലാറ്ററൽ മെരിസ്റ്റംസ് ആണ്, വാസ്കുലർ കേംബ്രിയവും കോർ കേംബ്രിയവും. ഐ റിപ്പീറ്റ്, സെക്കൻഡറി ഗ്രോത്തിൽ വരുന്നത് രണ്ട് ലാറ്ററൽ മെരിസ്റ്റംസ് ആണ്, ഒന്ന് വാസ്കുലർ കേംബ്രിയം, അത് നമ്മൾ സംസാരിച്ചു. ഏത് നമ്മുടെ ഫസിക്കുലർ കേംബ്രിയം ഉണ്ടല്ലോ അവനാണ്. രണ്ട് കോർ കേംബ്രിയം. കോർ കേംബ്രിയം ഒക്കെ ലാസ്റ്റ് പറയും. ഓരോന്നായി നോക്കാം. വാസ്കുലർ കേംബ്രിയത്തിന്റെ കഥ പറഞ്ഞു ഞാൻ മടുത്തു. ഇത് ഞാൻ പറയണോ? ആദ്യം ഇൻട്രാഫെസിക്കുലർ കേംബ്രിയം ഉണ്ട്. സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് എന്താ സംഭവിക്കും? ഇന്റർഫെസിക്കുലർ കേംബ്രിയം പാരൻകൈമയിൽ നിന്ന് വരും, അത് കേംബ്രിയൽ റിംഗ് ആയി മാറും. അകത്തേക്ക് ഇത് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? എടോ, അകത്തുള്ളത് ഏതാ? സൈലാണോ ഫ്ലോയാണോ? അകത്തുള്ളത് ഏതാ? സൈലമാണോ ഫ്ലോയമാണോ? ഈ ഡയഗ്രാം നോക്കിയിട്ട് പറ. സൈലം. അപ്പോ നമ്മുടെ വാസ്കുലർ കേംബ്രിയം സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുമ്പോ അകത്തേക്ക് ഉണ്ടാവുന്നത് ഡാഷും പുറത്തേക്ക് ഉണ്ടാവുന്നത് ഡാഷും. അകത്തേക്ക് ഉണ്ടാവുന്നത് സെക്കൻഡറി സൈലവും പുറത്തേക്ക് ഉണ്ടാവുന്നത് സെക്കൻഡറി ഫ്ലോയും. സ്വാഭാവികമായും അകത്തേക്കുള്ളതിന്റെ ഗ്രോത്ത് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ദ ക്വാണ്ടിറ്റി ഓഫ് സെക്കൻഡറി സൈലം വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ക്വാണ്ടിറ്റി ഓഫ് സെക്കൻഡറി ഫ്ലോയം. കേംബ്രിയം മോർ ആക്റ്റീവ് അകത്തേക്കാണ്, അതുകൊണ്ട് തന്നെ സെക്കൻഡറി സൈലമാണ് കൂടുതലായി ഉണ്ടാവുക, സെക്കൻഡറി ഫ്ലോയം അത്ര കണ്ട് അധികമായിട്ട് ഉണ്ടാവില്ല. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക? ഈ സൈലം ഒത്തിരി ഉണ്ടാവുമ്പോ, സെക്കൻഡറി സൈലം ഒത്തിരി ഉണ്ടാവുമ്പോ മെല്ലെ മെല്ലെ എന്ത് സംഭവിച്ചു തുടങ്ങും? പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫ്ലോയം മെല്ലെ മെല്ലെ ക്രഷ്ഡ് ആയി തുടങ്ങും. എന്നാലും പ്രൈമറി സൈലത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല. ബാക്കി നമ്മൾ മെല്ലെ സംസാരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് സെക്കൻഡറി മെഡലറി റേസ്? ഈ ഉണ്ടാവുന്ന സെക്കൻഡറി സൈലത്തിലേക്കും സെക്കൻഡറി ഫ്ലോയത്തിലേക്കും ഫുഡും വാട്ടറും എത്തിക്കാൻ വേണ്ടി കാണുന്ന കൂട്ടരാണ് സെക്കൻഡറി മെഡലറി റേസ്. അതാണ് കേംബ്രിയൽ റിംഗിന്റെ ഗ്രോത്ത്. സിമ്പിൾ ആണ്, തീർന്നു. കേംബ്രിയൽ റിംഗിന്റെ ഗ്രോത്ത് അത്രയേ ഉള്ളൂ. കേംബ്രിയൽ റിംഗ് എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇൻട്രാഫെസിക്കുലർ കേംബ്രിയം ഓൾറെഡി ഉണ്ട് സ്റ്റെമ്മിലാണെങ്കിൽ, റൂട്ടിലാണെങ്കിൽ ഇന്റർ കൂടി വേറെ ഉണ്ടാവണം. ഡൈക്കോട്ട് റൂട്ടിലാണെങ്കിൽ ഇന്റർഫെസിക്കുലർ കേംബ്രിയം പാരൻകൈമയിൽ നിന്ന് വരും, നമ്മുടെ പെരിസൈക്കിളിൽ നിന്ന് ഉണ്ടായി വരും. പാരൻകൈമറ്റ സെൽസ് തന്നെയാണ് അവിടെ കാണുക. അതിൽ നിന്നാണ് ഇന്റർഫെസിക്കുലർ കേംബ്രിയം ഉണ്ടാവുന്നത്. കേംബ്രിയൽ റിംഗ് ഫോം ചെയ്യും, അകത്തേക്ക് സൈലം ഫോം ചെയ്യും, പുറത്തേക്ക് ഫ്ലോയം ഫോം ചെയ്യും. അകത്തേക്ക് വരുന്നത് സെക്കൻഡറി സൈലം, പുറത്തേക്ക് വരുന്നത് സെക്കൻഡറി ഫ്ലോയം. ഈ ഗ്രോത്ത് അകത്തേക്കാണ് കൂടുതൽ. അകത്തേക്ക് ഗ്രോത്ത് കൂടുതൽ, പുറത്തേക്ക് ഫ്ലോയത്തിന്റെ ഗ്രോത്ത് കൂടുതൽ. ഫ്ലോയത്തിന്റെ ഗ്രോത്തും നടക്കും. അതുകൊണ്ട് തന്നെ അകത്തേക്കുള്ളത് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സെക്കൻഡറി ഫ്ലോയവും പിന്നെ ഏറ്റവും പുറത്ത് കാണുന്ന പ്രൈമറി ഫ്ലോയവും ക്രഷ്ഡ് ആയി പോകും. പക്ഷെ പ്രൈമറി സൈലത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തന്നെ ഉണ്ടാവില്ല. ഇനി കേംബ്രിയത്തിന്റെ കഥ എടുത്താൽ സ്പ്രിംഗ് സീസണിൽ ഗ്രോത്ത് കൂടുതലാണ്. നന്നായി നോക്കിക്കേ, സ്പ്രിംഗ് സീസണിൽ ഗ്രോത്ത് കൂടുതലാണ്. ഗ്രോത്ത് കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? കേംബ്രിയം വളരെ ആക്റ്റീവ് ആയിരിക്കും. വളരെ ആക്റ്റീവ് ആണ് മാത്രമല്ല മാക്സിമം എലമെന്റ്സ് വലിച്ചെടുക്കണം, അല്ലെ? മാക്സിമം ട്രാൻസ്പോർട്ടേഷൻ നടത്തണം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉണ്ടാവുന്ന സൈലറി എലമെന്റ്സിന് വൈഡർ ക്യാവിറ്റി ആയിരിക്കും. അതിനെയാണ് നമ്മൾ സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ് എന്ന് വിളിക്കുക. അപ്പൊ സ്പ്രിംഗ് സീസണിൽ കാണുന്ന വുഡിന് ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ആക്ടിവിറ്റി കൂടുതലാണ്,
സ്പ്രിംഗ് സീസൺ ആണ് ആദ്യ സീസൺ, അതുകൊണ്ട് അതിനെ ഏർലി വുഡ് എന്ന് വിളിക്കും. ആക്ടിവിറ്റി കൂടുതലാണ്, സ്പ്രിംഗിൽ കൂടുതലായി മെറ്റബോളിസം നടക്കും, അതുകൊണ്ട് തന്നെ കൂടുതൽ വാട്ടർ വലിച്ചെടുക്കണം, അതുകൊണ്ട് തന്നെ സൈലറി എലമെന്റ്സിന് സൈസ് കൂടുതലായിരിക്കും. സൈസ് കൂടുതലാണെങ്കിൽ ഡെൻസിറ്റി കുറവായിരിക്കും, ഡെൻസിറ്റി കുറവാണെങ്കിൽ നിറം കുറവായിരിക്കും. ഇറ്റ് വിൽ ബി ലൈറ്റർ ഇൻ കളർ. അടുത്തത് നേരെ തിരിച്ച്, ഓട്ടം സീസണിൽ അത്ര കണ്ട മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇല്ല, അതുകൊണ്ട് കേംബിയം ലെസ് ആക്റ്റീവ് ആണ്. മെറ്റബോളിക് ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി വലിച്ചെടുക്കണ്ടാത്തത് കൊണ്ട് തന്നെ സൈസ് കുറവാണ്. സൈസ് കുറവാണെങ്കിൽ എന്ത് കൂടുതലാണ്? ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ കളർ കൂടുതലാണ്, അത് ഡാർക്കർ ആണ്. ഓക്കെ, ഇങ്ങനെ ഇവരിങ്ങനെ മാറി 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 കോൺസെൻട്രിക് റിംഗ്സ് ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെ ആനുവൽ റിംഗ് എന്നാണ് വിളിക്കുക. അപ്പൊ നമ്മൾ ഒരു ഡാർക്കർ റിംഗും ലൈറ്റർ റിംഗും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് ആ ചെടിക്ക് ഒരു വയസ്സ് പൂർത്തിയായി. ദാറ്റ്സ് എ മീനിങ്. ഇങ്ങനെ റിംഗ്സ് നോക്കി ചെടിയുടെ പ്രായം അളക്കുന്നതിനെ ഡെൻഡ്രോക്രോണോളജി എന്നാണ് വിളിക്കുക. ഹാർഡ്വുഡ് എന്താ, സബ്വുഡ് എന്താ, ഏകദേശം ഇതേ കോൺസെപ്റ്റ്. ഹാർഡ്വുഡ് എന്ന് പറഞ്ഞാൽ ഹാർഡ്, ഡെഡ്, ഡാർക്ക് ബ്രൗൺ കളേർഡ്, ഹൈലി ലിഗ്നിഫൈഡ് ആയിട്ടുള്ള നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള സെക്കൻഡറി സൈലമാണ്. സെക്കൻഡറി സൈലമാണ് സാധനം. ഓക്കെ, ഡാർക്ക് ബ്രൗൺ കളറാണ്, ഹൈലി ലിഗ്നിഫൈഡ് ആണ്, നോൺ ഫങ്ഷണൽ ആണ്. അത്ര ഓർത്താൽ മതി. എന്തുകൊണ്ടാണ് ഡാർക്ക് കളർ? അതിനകത്ത് പല സാധനങ്ങളുടെ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ടാനിൻസ്, റെസിൻസ്, ഓയിൽസ്, ഗംസ്, അരോമാറ്റിക് സബ്സ്റ്റൻസസ്, എസെൻഷ്യൽ ഓയിൽസ് എക്സെട്ര. ഫംഗ്ഷൻ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അടുത്തത് മൂവിംഗ് ഫോർ സാപ്വുഡ്. സാപ്വുഡ് എന്ന് പറയുന്നത് പെരിഫറൽ റീജിയനിൽ കാണുന്നതാണ്. സെക്കൻഡറി സൈലത്തിന്റെ ലിവിങ് ആണ്. സാപ്വുഡ് ലിവിങ് ആണ്. ഹാർഡ്വുഡ് ഡെഡ് ആണ് കേട്ടോ. സാപ്വുഡ് ലിവിങ് ആണ്, ലൈറ്റർ ആണ്. സൈലത്തിന്റെ പണി എന്താ? വാട്ടർ മിനറൽസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കണ്ടക്ട് ചെയ്യുക. അടുത്തത് എന്താണ്? കോർ കേംബിയം. നന്നായി മനസ്സിലാക്കണം. നമ്മൾ ഈ പറഞ്ഞ സ്റ്റെം ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഈ വാസ്കുലർ കേംബിയത്തിന്റെ ആക്ടിവിറ്റി വഴി, കേംബിയൽ റിംഗിന്റെ ആക്ടിവിറ്റി വഴി എന്ത് സംഭവിക്കും? സെക്കൻഡറി ഫ്ലോയും പുറത്തേക്ക് ഉണ്ടാകുന്നു. സാർ ഓൾറെഡി പറഞ്ഞു, സെക്കൻഡറി ഫ്ലോയും പ്രശ്നമായി പോകുന്നുണ്ട്, പ്രൈമറി ഫ്ലോയും പ്രശ്നമായി പോകുന്നുണ്ട്. ഈ പ്രൈമറി ഫ്ലോ ഇതിന് പുറത്ത് കാണുന്നതാണ് കോർട്ടിക്കൽ സെൽസ്, അതിന് പുറത്താണ് എപ്പിഡെർമിസ് കാണുന്നത്. അപ്പൊ ഗ്രാജുവലി ചെടിക്ക് കുറച്ചുകൂടി പ്രായം വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കോർട്ടിക്കൽ സെൽസും അതിന് പുറത്തുള്ള എപ്പിഡെർമൽ സെൽസും എല്ലാം കൂടി ഒന്ന് ബ്രോക്കൺ ആയി പോകും. റൈറ്റ്? അങ്ങനെ ബ്രോക്കൺ ആവുന്ന കോർട്ടിക്കൽ സെൽസിനെയും എപ്പിഡെർമൽ സെൽസിനെയും റിപ്ലേസ് ചെയ്യാനായിട്ടാണ് അടുത്ത കേംബിയം വരുന്നത്. യു കോൾ ഇറ്റ് ആസ് വാട്ട് യു സേ ദ കോർട്ട് കേംബിയം. കോർട്ട് കേംബിയത്തിന്റെ മറ്റൊരു പേര് ഫെല്ലോജൻ. ഇതുപോലത്തെ കുറെ ടേംസ് ഇപ്പൊ പഠിക്കും. ഇനി ഞാൻ നിങ്ങളെ ഫെല്ലം പഠിപ്പിക്കും, ഫെല്ലോഡേം പഠിപ്പിക്കും, പെരിഡേം പഠിപ്പിക്കും. പല കുഞ്ഞുങ്ങൾക്കും ഇതിലേതാണ് കോർക്കേംബിയം എന്ന് തെറ്റാറുണ്ട്. തെറ്റേണ്ട കാര്യമൊന്നുമില്ല. കോർക്കേംബിയം എന്ന് പറഞ്ഞാൽ ഒരു മെരിസ്റ്റമാറ്റിക് സെല്ലാണ്. മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ വേറെ സെൽസിനെ ജനറേറ്റ് ചെയ്യുന്ന സെല്ലാണ്. അപ്പൊ ജെന്നിൽ അവസാനിക്കുന്നവനാണ് കോർക്കേംബിയം. ഓക്കെ, ഐ റിപ്പീറ്റ്, ജെന്നിൽ അവസാനിക്കുന്നവനാണ് കോർക്കേംബിയം. കഴിഞ്ഞല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോവാം. ഫെല്ലോജൻ എന്ന് പറയുന്നത് കുറച്ച് തിക്നെസ് കാണും. നാരോ, തിൻ വാൾഡ് ആൻഡ് നിയർലി റെക്ടാങ്കുലർ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഫെല്ലോജൻ എന്താ ചെയ്യാം? രണ്ട് ഭാഗത്തേക്ക് കട്ട് ചെയ്യും. അതിൽ ഔട്ടർ പാർട്ടിനെ കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം എന്ന് വിളിക്കും. ഇന്നർ പാർട്ടാണ് സെക്കൻഡറി കോർട്ടക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം. മറക്കരുത്, അകത്തേക്ക് വരുന്നത് ഫെല്ലോഡേം, പുറത്തേക്ക് വരുന്നത് ഫെല്ലം. പുറത്തേക്ക് വരുന്നത് കോർക്ക് എന്നാണ് വിളിക്കുക. പുറത്തേക്ക് വരുന്ന സാധനത്തിന് കോർക്ക് എന്നാണ് വിളിക്കുക. അകത്തേക്ക് വരുന്നത് ഫെല്ലോഡേം എന്നാണ് വിളിക്കുക. അത് സെക്കൻഡറി കോർട്ടക്സ് ആണ്. ഈ മൂന്നും കൂടി ചേർത്തിട്ടുണ്ടല്ലോ, അതായത് അകത്തുള്ള ഫെല്ലവും പുറത്തുള്ള ഫെല്ലവും അകത്തുള്ള സെക്കൻഡറി കോർട്ടക്സും ഇതിന്റെ നടുക്കുള്ള ഫെല്ലോജനും മൂന്നും കൂടി ചേർത്തിട്ടാണ് പെരിഡേം എന്ന് വിളിക്കുന്നത്. മൂന്നും കൂടി ചേർത്ത് ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പെരിഡേം. ഇതിൽ നന്നായി മനസ്സിലാക്കുക, അകത്തേക്ക് വരുന്ന ഫെല്ലോഡേം പാരൻകൈമാറ്റസ് ആണ്. പുറത്തേക്ക് പോകുന്ന കോർക്ക് സുബെറിൻ ഡെപ്പോസിറ്റ് ആണ്. അകത്തേക്ക് വരുന്ന ഫെല്ലോഡേം പാരൻകൈമാറ്റസ് ആണ്. പുറത്തേക്ക് പോയ കോർക്ക് ഫെല്ലം സുബെറിൻ ഡെപ്പോസിറ്റ് ആണ്. ഓക്കെ, മൂന്നും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പെരിഡേം. ബാർക്ക് എന്ന് പറയുന്നത് ഈ പെരിഡേമിനെയും സെക്കൻഡറി ഫ്ലോയത്തിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ്. പെരിഡേം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ബാർക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പെരിഡേമിനെയും, അതായത് സെക്കൻഡറി കോർട്ടക്സിനെയും അതിന് താഴെ വരുന്ന
സെക്കൻഡറി ഫ്ലോ ഇത്രയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ്. അതും രണ്ട് തരത്തിലുണ്ട്. ഏർലി അല്ലെങ്കിൽ സോഫ്റ്റ് ബാക്ക്, ഏർലി സീസണിൽ ഉണ്ടാവുന്നത്, ലേറ്റ് അല്ലെങ്കിൽ ഹാർഡ് ബാക്ക് എൻഡ് ഓഫ് ദി സീസണിൽ ഉണ്ടാവുന്നത്. ശരി, മൂവിങ്. എന്താണ് ലെന്റിസൽസ്? ബാർക്കിൽ കാണുന്ന ചെറിയ ചെറിയ വിള്ളലുകൾക്കാണ് നമ്മൾ ലെന്റിസൽസ് എന്ന് വിളിക്കുക. വിള്ളലുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഗേഷ്യസ് എക്സ്ചേഞ്ച് പ്രോപ്പറായി നടത്താൻ വേണ്ടിയുള്ളത്. റൂട്ടിലെ സെക്കൻഡറി ഗ്രോത്തിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ സെയിം പോയിന്റ് പറയാം. റൂട്ടിൽ ആരില്ല? ഇൻട്രാഫെസിക്കുലർ കേമ്പിയം ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ എന്താ? കംപ്ലീറ്റ് റിങ്ങും എന്ത് തന്നെയാണ്? സെക്കൻഡറി ആണ്. അതാണ് പോയിന്റ് ഇൻ ഡൈക്കോട്ട് റൂട്ട്. ആ സെന്റൻസ് നോക്കിക്കേ. വാസ്കുലർ കേമ്പിയം ഈസ് കംപ്ലീറ്റ്ലി സെക്കൻഡറി ഇൻ ഒറിജിൻ. വാസ്കുലർ കേമ്പിയം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സെക്കൻഡറി ഇൻ ഒറിജിൻ ആണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ സെക്കൻഡറി ഗ്രോത്ത് ജിംനോസ്പേംസിലും കാണും, ഡൈക്കോട്ടിലും കാണും. അത് ഓൾറെഡി സാർ പറഞ്ഞു. ആരിൽ കാണില്ല? മോണോകോട്ടിൽ കാണില്ല. ഇത്രയും പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടായി ചോദിക്കും. ഇല്ലാന്നാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റും കൂടി ഉണ്ട്. ഞാൻ ആ സെക്കൻഡറിയുടെ ഭാഗം, എനിക്കറിയാം നിങ്ങൾക്ക് ഒരു പക്ഷെ ഫെറ്റപ്പ് ആയിട്ടുണ്ടാവും, എന്നാലും ഞാൻ ആ സെക്കൻഡറിയുടെ ഭാഗം ഒന്നും കൂടി ഒന്ന് ചോദിച്ച് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതല്ലേ നല്ലത്? അതോ ഇപ്പൊ കൺക്ലൂഡ് ചെയ്യണോ? എന്താ വേണ്ടേ? നിങ്ങൾ പഠിച്ചു എന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതല്ലേ കുറച്ചുകൂടി ഭംഗി? നിങ്ങൾ പറയും പോലെ. ഞാൻ വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വേഗം വേഗം ചോദിക്കാം. പറയുമോ പെട്ടെന്ന് പെട്ടെന്ന്? ഓക്കെ, അതാ നല്ലത്. അപ്പോഴാ എനിക്കൊരു തൃപ്തി വരിക. മനസ്സിലായോ? മറ്റത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ, അയ്യോ കുട്ടികൾ പഠിച്ചോ എന്നുള്ളൊരു തോന്നൽ വരും. 10 മിനിറ്റേ ഉള്ളൂ, കൃത്യം 5 മണിക്ക് നിർത്താം. സാർ വേഗം വേഗം ചോദിക്കും, ചാടി ചാടി പറഞ്ഞോളണം കേട്ടോ, സമയം കളയരുത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. വിച്ച് ആർ ദ 3 ടിഷ്യൂ സിസ്റ്റംസ് ഇൻ എ പ്ലാന്റ്? ഒരു പ്ലാന്റിൽ കാണുന്ന 3 ടിഷ്യൂ സിസ്റ്റംസ് ഏതൊക്കെയാണ്? പെട്ടെന്ന് പോന്നോട്ടെ. എല്ലാത്തിന്റെ ചുരുക്ക് രൂപം മതി, മുഴുവനൊന്നും വേണ്ട. പോർട്ടെങ്ങട്. പ്ലാന്റിൽ കാണുന്ന 3 ടിഷ്യൂ സിസ്റ്റംസ് ഏതൊക്കെയാണ്? ഏയ് മോളെ, അത് മെരിസ്റ്റം അല്ലേടാ. ടിഷ്യൂ സിസ്റ്റം ഏതൊക്കെയാ? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിന്റെ മറ്റൊരു പേരെന്താണ്? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിന്റെ മറ്റൊരു പേരെന്താണ്? എല്ലാവരും കമന്റ് ചെയ്യാൻ നോക്കണേ, എന്നാലേ നിങ്ങൾ പഠിച്ചോല്ലോ എന്ന് അറിയാൻ പറ്റും. അല്ലടാ, ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിന്റെ മറ്റൊരു പേര് ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിന്റെ മറ്റൊരു പേര് കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിന്റെ മറ്റൊരു പേര് കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, റൈറ്റ്. ഇനി ട്രൈക്കോവും ഹെയറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. അത് ഓൾറെഡി സാർ ചോദിച്ചത് കൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. ഗാർഡ് സെൽസ്, ടൊമാറ്റൽ അപ്പാരറ്റസ്, അതൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചതാണ്. സോ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നതേ ഇല്ല. അതൊക്കെ ഓൾറെഡി നിങ്ങൾ പറഞ്ഞു. ഞാൻ അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, റേഡിയൽ അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലർ ടിഷ്യൂ ആരിലാണ് കാണുന്നത്? റേഡിയൽ അറേഞ്ച്മെന്റ് ആരിലാണ് കാണുന്നത്? റൂട്ട്സിലാണ് കാണുന്നത്. റേഡിയൽ കുറച്ചും കൂടി ഒന്ന് സ്പെസിഫിക്കലി പറ. ഡൈക്കോട്ട് റൂട്ടിലാണോ മോണോകോട്ട് റൂട്ടിലാണോ റേഡിയൽ കാണുന്നത്? ശരി, ഡൈക്കോട്ട്. അടുത്തത് ഒന്ന് ശ്രദ്ധിച്ചേ. കൺജോയിന്റ് കാണുന്നത് ആരിലാണ്? സ്റ്റെമ്മിലാണ് കാണുക. റൈറ്റ്, ഡൈക്കോട്ട് സ്റ്റെം. ശരി, കൺജോയിന്റിൽ പുറത്ത് കാണുന്ന ടിഷ്യൂ ഏതാ? xylem-ആണോ ഫ്ലോയം-ആണോ? ശരി, അടുത്തത് ഡൈക്കോട്ട് റൂട്ടിന്റെയും മോണോകോട്ട് റൂട്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസം സാറിന് പറഞ്ഞു തന്നെ. ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ പഠിപ്പിച്ചല്ലോ, പറഞ്ഞു തന്നെ. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പറ, ഞാൻ ഓരോന്നായി ചോദിക്കാം, അത് മാത്രം പറ. മോണോകോട്ട് റൂട്ടിന്റെ പെരിസൈക്കിളിന് ഡാഷ് ഉണ്ട്, ഡാഷ് ഇല്ല. അപ്പൊ അങ്ങനെ പറയാറ്. മോണോകോട്ട് റൂട്ടിന്റെ പെരിസൈക്കിളിന് ഡാഷ് ഉണ്ട്, ഡാഷ് ഇല്ല. ഡാഷ് വരും, ഡാഷ് വരില്ല. ലാറ്ററൽ റൂട്ട്സ് ഉണ്ട്, എന്തില്ല? സെക്കൻഡറി ഗ്രോത്ത് ഇല്ല. സെക്കൻഡറി ഗ്രോത്ത് ഇല്ല. മോണോകോട്ട് റൂട്ടിൽ എത്ര വാസ്കുലർ ബണ്ടിലാ വരിക? മോണോകോട്ട് റൂട്ടിൽ എത്ര വാസ്കുലർ ബണ്ടിലാ വരിക? വെരി ഗുഡ്, മോർ ദാൻ 6 ആണ് വരിക. അപ്പൊ ഡൈക്കോട്ടിൽ ലെസ് ദാൻ 6 ആണ് വരിക. അത് കിട്ടി.
പിത്ത് ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ് ആരിലാണ്? പിത്ത് ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ് ആരിലാണ്? മോണോകോട്ടിലാണ്. ശരി. അപ്പൊ പിത്ത് സ്മോൾ ആൻഡ് ഇൻകൺസ്പീഷ്യസ് ഡൈക്കോട്ടിലാണ്. എന്താണ് എപ്പിബ്ലമ? എന്താണ് എപ്പിബ്ലമ? എപ്പിബ്ലമ റൂട്ടിന്റെ എപ്പിഡെർമിസിനെ വിളിക്കുന്ന പേരാണ് എപ്പിബ്ലമ. അടുത്തത് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ മോണോകോട്ട് സ്റ്റെമ്മിന്റെ ഡിഫറൻസ് പറയണം. ആരിലാണ് ട്രൈക്കോം കാണുക, ആരില ഇല്ലാത്തത്? കാണുന്നത് ആരിലാന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ മറ്റവനിൽ ഇല്ലല്ലോ. ആരിലാണ് ട്രൈക്കോംസ് കാണുന്നത്? ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ് കാണുന്നത്. ശരി. ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഹൈപ്പോഡെർമിസ് ഡാഷ് ആണ്. മോണോകോട്ട് സ്റ്റെമ്മിന്റെ ഹൈപ്പോഡെർമിസ് ഡാഷ് ആണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഹൈപ്പോഡെർമിസ് ഡാഷ് ആണ്. മോണോകോട്ട് ആണ്. ഡൈക്കോട്ടിന്റെ കോളൻ കൈമാറ്റസ് ആണ്. മോണോകോട്ടിന്റെ സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. ആരുടെ ഗ്രൗണ്ട് ടിഷ്യൂ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതായത് കൃത്യമായി നമ്മൾ ഈ പറയുന്ന കൺജോയിന്റ് ആയി കാണുന്നത് ആരിലാണ്? കൺജോയിന്റ് കാണാതെ സ്കാറ്റേഡ് ആയി കിടക്കുന്നത് ആരിലാണ്? ഡൈക്കോട്ടിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, കൺജോയിന്റ് ആയി കാണും. അങ്ങനെ കാണാൻ പറ്റാത്തത് മോണോകോട്ടിലാണ്. അടുത്തതിലേക്ക് പോകുന്നു. ലീഫിന്റെ ഡിഫറൻസസ്. ലീഫിന്റെ രണ്ട് സർഫസസും ഒരുപോലെ ഇരിക്കുന്നത് ആരാണ്? വേറെ വേറെ ആരാണ്? വേറെ വേറെ ആരാന്ന് പറ. അഥവാ ആദ്യം തീരുന്നു. വേറെ വേറെ അത് ഡോർസി വെൻട്രൽ ആണ്. ഡൈക്കോട്ടാണ്. രണ്ട് സ്ഥലത്തും സ്റ്റൊമേറ്റോ ഒരുപോലെ കാണുന്നത് ആരിലാണ്? രണ്ട് സ്ഥലത്തും സ്റ്റൊമേറ്റോ ഒരുപോലെ കാണുന്നത് ആരിലാണ്? മോണോകോട്ടിലാണ്. ശരി. ബുള്ളി ഫോം സെൽസ് കാണുന്നത് ആരിലാണ്? മോളിലാണോ താഴത്താണോ? രണ്ടും പറയണം. ബുള്ളി ഫോം സെൽസ് കാണുന്നത് ആരിലാണ്? മോളിലാണോ താഴത്താണോ? മോണോകോട്ടിലാണ്. മോളിലാണോ താഴത്താണോ? അല്ലട കൂട്ടാ, മോളിലാണ് കേട്ടോ. മോളിലാണേ. മോണോകോട്ടിലാണ്. അതാരോ ഐസോബൈലാറ്ററൽ പറഞ്ഞു, അത് ശരിയാണ്. പക്ഷെ മോളിലാണ് കാണുക കേട്ടോ. മീസോഫിൽ സെൽസ് സ്പോഞ്ചി പാരൻകൈമ അതുപോലെ പാലിസേഡ് പാരൻകൈമ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആരിലാണ്? ഡിവൈഡ് ചെയ്യാത്തത് ആരിലാണ്? ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആരില്ല? മോണോകോട്ടിൽ ഡിവൈഡ് ചെയ്തിട്ടില്ല, ഡൈക്കോട്ടിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇനി സെക്കൻഡറി ഗ്രോത്തിലേക്ക് പോവാണ്. കേംബിയൽ റിംഗ് സെക്കൻഡറിയും പ്രൈമറിയും കൂടി ചേർന്ന് കാണുന്നത് ഡാഷിലാണ്. പ്യുവർ സെക്കൻഡറി കാണുന്നത് ഡാഷിലാണ്. കേംബിയൽ റിംഗ് സെക്കൻഡറി മാത്രം കാണുന്നത് ഡാഷിലാണ്. സെക്കൻഡറി പ്ലസ് പ്രൈമറി കാണുന്നത് ഡാഷിലാണ്. മോണോകോട്ട്. മോണോകോട്ടിലോ അടി മോണോകോട്ട് എന്നുള്ള വാക്ക് മിണ്ടരുത്. സെക്കൻഡറി ഗ്രോത്ത് പറയുമ്പോ ഡൈക്കോട്ട് സ്റ്റെമ്മില് പ്രൈമറിയും സെക്കൻഡറിയും വരും. ഡൈക്കോട്ട് റൂട്ടില് പ്യുവർ സെക്കൻഡറി. ശരി. സ്പ്രിംഗ് വുഡ് ലൈറ്റർ ആണോ ഡെൻസർ ആണോ? സ്പ്രിംഗ് വുഡ്. ആലോചിക്കണം. സ്പ്രിംഗ് നല്ലത്. അപ്പൊ കുറെ പണിയെടുക്കണം. കുറെ പണിയെടുക്കണമെങ്കിൽ കുറെ വലിച്ചെടുക്കണം. കുറെ വലിച്ചെടുക്കണമെങ്കിൽ വലിയ ലൂമൻ വേണം. അപ്പൊ ലൈറ്റ്. അപ്പൊ ഓട്ടോമാറ്റിക് ഡാർക്കർ ആയിരിക്കും എന്നറിയാം. ഈ ആനുവൽ റിങ്സ് നോക്കിക്കൊണ്ട് പ്രായം അളക്കുന്നതിന് പറയുന്ന പേര് ആനുവൽ റിങ്സ് നോക്കിക്കൊണ്ട് പ്രായം അളക്കുന്നതിന് പറയുന്ന പേര് ഡെൻഡ്രോളജി അല്ല കുട്ടാ, ഡെൻഡ്രോക്രോണോളജി കേട്ടോ. ഡെൻഡ്രോക്രോണോളജി. പ്രായം അളക്കുന്നത് എടുത്തു പറയണ്ടേ? സാർ എടുത്ത് ചോദിച്ചായിരുന്നല്ലോ പ്രായം അളക്കുന്നത് എന്ന്. ചുമ്മാ ഡെൻഡ്രോളജി എന്ന് പറഞ്ഞാൽ അത് മരങ്ങളെ പറ്റിയുള്ള പഠനമാണ്. സാർ ചോദിച്ചത് ഡെൻഡ്രോക്രോണോളജിയാണ്. ശരി. ഹാർഡ് വുഡും സാപ്പ് വുഡും ആരാണ് ലിവിങ്, ആരാണ് ഡെഡ്?
ഹാർഡ്വുഡ് ഡെഡും സാപ്വുഡ് ലിവിംഗ്. കോർ കേംബിയത്തിന്റെ മറ്റൊരു പേര്, കോർ കേംബിയത്തിന്റെ മറ്റൊരു പേര് ഫെല്ലോജൻ. ഫെല്ലോജൻ അകത്തേക്ക് ഉണ്ടാക്കുന്നത് ഡാഷ്, ഫെല്ലോജൻ അകത്തേക്ക് ഉണ്ടാക്കുന്നത് ഡാഷ്. ഫെല്ലോഡേം. ഫെല്ലോഡേമിന്റെ മറ്റൊരു പേര് പറയൂ, സാധനം എന്താന്ന് പറയൂ, ടിഷ്യൂ എന്താന്ന് പറയൂ, സാധനം എന്താന്ന് പറയൂ, സെക്കൻഡറി കോർട്ടെക്സ്. ഈ സെക്കൻഡറി കോർട്ടെക്സ് ഏത് തരം സെല്ലുകളാന്ന് പറയൂ, പാരൻകൈമാറ്റ സെല്ലുകളാണ്. ഓക്കെ. ഫെല്ലോജൻ പുറത്തേക്ക് ഉണ്ടാക്കുന്നത് ഡാഷ്, ഫെല്ലം, അല്ലെങ്കിൽ ഫെല്ലത്തിന്റെ വേറൊരു പേര് കോർക്ക്. കോർക്കിൽ ആരുടെ ഡെപ്പോസിറ്റ്സ് ഉള്ളത്, PHCl ആണ് കേട്ടോ അമ്ലക്കുട്ടി. ഫെല്ലം കോർക്കിൽ ആരുടെ ഡെപ്പോസിറ്റ്സ് ഉള്ളത്, ക്ലൂ തരാം, റൂട്ടിന്റെ എൻഡോഡെർമിസിൽ കാണുന്ന സുബറിൻ ഡെപ്പോസിറ്റ്സ്. എന്തുകൊണ്ട് ഈ ഫെല്ലോജൻ വരുന്നതെന്ന് നിങ്ങൾക്കറിയാലോ അല്ലെ? ഫെല്ലോജൻ വരുന്നതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. കാരണം സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയോ പ്രൈമറി ഫ്ലോയോ ക്രഷ്ഡ് ആവുമ്പോൾ പുറത്തുള്ള കോർട്ടിക്കൽ സെൽസും എപ്പിഡെർമൽ സെൽസും ക്രഷ്ഡ് ആവും. ആ പുറത്ത് ക്രഷ്ഡ് ആയിപ്പോയ കോർട്ടിക്കൽ സെൽസിനെയും എപ്പിഡെർമൽ സെൽസിനെയും റീപ്ലേസ് ചെയ്യാനാണ് വരിക. ശരി. ഈ ഫെല്ലവും ഫെല്ലോഡേമും ഫെല്ലോജനും കൂടി ചേർത്ത് വിളിക്കുന്ന പേര്, ഈ പെരിഡേമും അകത്ത് കാണുന്ന ഡാഷും കൂടി ചേർന്ന് ഡാഷ് എന്ന് വിളിക്കും. പെരിഡേമിനകത്ത് കാണുന്ന ഡാഷും കൂടി ചേർത്തിട്ട് ഡാഷ് എന്ന് വിളിക്കും. സെക്കൻഡറി ഫ്ലോയും കൂടി ചേർന്നിട്ട് ബ്ലാക്ക് എന്ന് വിളിക്കും, അല്ല ബാർക്ക് എന്ന് വിളിക്കും. ഏർലി ബാർക്കിനെ വിളിക്കുന്ന പേര് ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ? ഏർലി. ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ? ലേറ്റ് ബാർക്കിനെ വിളിക്കുന്ന പേര്, ഇങ്ങനെ ഓർത്താൽ മതി. ഒരു പട്ടി കുറയ്ക്കുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ മെല്ലെ അതിന്റെ അടുത്ത് എത്തുന്നു എന്നാണെങ്കിൽ, അതായത് ഇച്ചിരി ദൂരെയൊക്കെ ആണെങ്കിൽ അത് ഏർലി ആണ്, ആദ്യമാണ് കുറച്ച് കുറയ്ക്കുക, അത് സോഫ്റ്റ് ആയിട്ടായിരിക്കും കുറയ്ക്കുക. അല്ല, കുറച്ചുകൂടി നേരം കഴിഞ്ഞാൽ, കുറച്ചുകൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് കുറച്ച് കുറയും. ലേറ്റ് ഹാർഡ് ബാർക്ക്, അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. എന്താണ് ലെൻഡിസൈഡ്സ്? ലെൻസ് ഷേപ്ഡ് ഓപ്പണിങ്സ്. എവിടെ കാണുന്ന ഓപ്പണിംഗ്? അത്രേ ഉള്ളൂ. ഇത്രയും സമയം ഇത്ര ഭംഗിയായി എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? ഇത് അബ്സല്യൂട്ട് ക്ലിയർ ആണല്ലോ? പിരിഞ്ഞാലോ?